സോ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് 4 ആൾക്കാരിലേക്ക് എത്തിക്കുക കൂടി വേണമെന്നുള്ളത് അല്ലേ. സോ ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് SEO. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ SEO. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതെങ്ങനെ ചെയ്യണം, എന്താണ് ഇത് ആക്ച്വലി സംഭവം എന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനൽ ത്രൂ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ ആഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെറ്റാ ആഡ്സിനെ കുറിച്ചുള്ളതും അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ എന്നുള്ളതും കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ഒരു 3 വീഡിയോ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊന്നും കാണാത്തവർ ആദ്യം അതൊക്കെ പോയിട്ട് കാണാം. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് SEO. നിങ്ങളിവിടെ കാണുന്നത് പോലെ തന്നെ ഫുൾ സിലബസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. ഇതിനിടയ്ക്ക് ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതൊന്ന് കോമെന്റ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് അത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് സൽവ ഹാരിസ് ആൻഡ് യു ആർ വാച്ചിങ് എൻട്രി ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനൽ. അപ്പം ആദ്യം തന്നെ പറയാം, ഈ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. സോ ബേസിക്കലി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അണ്ടർസ്റ്റാൻഡ് ഹൗ സെർച്ച് എഞ്ചിൻ ക്രോൾ, ഇൻഡെക്സ് ആൻഡ് റാങ്ക് പേജ്. ഇതിൻ്റെ പേരിൽ ക്രോളിംഗ്, ഇൻഡെക്സ്, റാങ്കിങ് ഇതൊക്കെ എന്താ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷൻസിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിനിൽ നമ്മളുടെ വെബ്സൈറ്റിന്, നമ്മളുടെ ബിസിനസ്സിന് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് SEO. ഇത് നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ. പക്ഷേ അതിനു മുമ്പ് സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ വെബ്സൈറ്റിന് എങ്ങനെ റാങ്ക് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്രോളിംഗ്, ഇൻഡെക്സിങ് ആൻഡ് റാങ്കിങ് ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെന്താണ് ലോൺ 3 pillars, ടെക്നിക്കൽ, ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് SEO. അപ്പം SEO എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ 3 രീതിയിലോട്ടേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓരോന്നിനും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഓൺ പേജിൽ എന്തൊക്കെ ചെയ്യണം, ഓഫ് പേജിൽ എന്തൊക്കെ ചെയ്യണം, ടെക്നിക്കൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ അത് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് മാസ്റ്റർ കീവേഡ് റിസർച്ച് ഫ്രം 0 to advanced. അതായത് കീവേഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അതിൻ്റെ അടിത്തറ നന്നാവണം അല്ലേ. ആ അടിത്തറ മൊത്തത്തിൽ പൊട്ടയായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷം ഇതൊക്കെ താഴെ ഇടിഞ്ഞ് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ കീവേഡ് റിസർച്ചിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കീവേഡ്സ് എന്താണ്, കീവേഡ്സ് എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം, കീവേഡ്സ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ കണ്ടന്റിൽ ഇടേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെന്താണ് എക്സ്പ്ലോർ AEO, GEO ആൻഡ് SXO. ഇതാണ് നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്. ഇപ്പോൾ നിങ്ങൾ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, SEO ഡെഡായി, അല്ലെങ്കിൽ SEOന് ഇനി ഇമ്പോർട്ടൻസ് ഇല്ല, SEO ചെയ്തിട്ട് കാര്യമില്ല, ഇനി വരുന്നത് AI ഒപ്റ്റിമൈസേഷനാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ ആക്ച്വലി എന്താണ് AEO, എന്താണ് GEO ആൻഡ് എന്താണ് SXO എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ എങ്ങനെയാണ്, അതായത് നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രം പോരാ അല്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം, അനലൈസ് ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ടൂൾസാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കോമൺ ആയിട്ട് SEO ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോൻ്റെ അവസാനത്തെ ഭാഗത്തോട്ടേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതൊന്നും മിസ് ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എടുക്കുന്ന ഓരോ സെഷനിലും നിങ്ങൾക്ക് പുതിയ പുതിയ പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് SEO? SEO എന്താണ്? അപ്പം നമുക്കറിയാം അല്ലേ, ഇതിൻ്റെ പേര് പറയുമ്പം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് നമ്മൾ നോർമലി എല്ലാവരും കേൾക്കുന്നൊരു സാധനമാണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത്. ശരിക്കും സെർച്ച് എഞ്ചിനെയാണോ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? അല്ല, സെർച്ച് എഞ്ചിനെ അല്ല നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. നമ്മളുടെ വെബ്സൈറ്റിനെ, നമ്മളുടെ ലാൻഡിംഗ് പേജിനെ, നമ്മളുടെ ബിസിനസ്സിനെ സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക. സോ ദാറ്റ് നമ്മളുടെ വെബ്സൈറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഒരിക്കലും നമ്മൾ സെർച്ച് എഞ്ചിനെ അല്ല. അപ്പോൾ സെർച്ച് എഞ്ചിനിൽ ഒരാൾ വന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിനെ ഫസ്റ്റിലോട്ടേക്ക് എത്തിക്കണം, റാങ്കിങ്ങിൽ എത്തിക്കണം. സോ അതാണ് ബേസിക്കലി സെർച്ച് എഞ്ചിൻ്റെ പ്രോസസ്സ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് എഞ്ചിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ച് ആ റൂൾസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ വെബ്സൈറ്റിനെയോ നമ്മളുടെ ബിസിനസ്സിനെയോ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ കോണ്ടന്റും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യണം. സോ ബേസിക്കലി ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണോ, സോഴ്സ് എന്താണോ, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളിവിടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെർച്ച് എഞ്ചിനാണ്. നമ്മളുടെ സോഴ്സ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണ്? സെർച്ച് എഞ്ചിനാണ്. സോ സെർച്ച് എഞ്ചിനിൽ നമ്മുടെ വെബ്സൈറ്റിനെ എത്തിക്കണമെങ്കിൽ ആ സെർച്ച് എഞ്ചിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എങ്ങനെയാണ്? ആ സെർച്ച് എഞ്ചിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അൽഗോരിതംസ്, കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഫോളോ ചെയ്ത് നമ്മളുടെ സോഴ്സ് ആയിട്ടുള്ള വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് അത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സൈറ്റിൽ ഫസ്റ്റ്, അതായത് സെർച്ച് എഞ്ചിനിൽ ഫസ്റ്റിലോട്ടേക്ക് എത്തിക്കാനായിട്ട് നോക്കുകയാണ്. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ സെർച്ച് എഞ്ചിനിൽ നടക്കുന്നത്. ആൻഡ് ഇവിടെ സെർച്ച് എഞ്ചിനാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഗൂഗിൾ മാത്രമായിരിക്കും, പക്ഷേ സെർച്ച് എഞ്ചിൻ വേറെ ഒരുപാടുണ്ട് അല്ലേ? നമുക്ക് ബിങ് ഉണ്ട്, അപ്പം ഡക്ഡക്കോ ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം തന്നെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഫസ്റ്റിലോട്ടേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ്? കംപ്ലീറ്റ്ലി എന്താണ്? ഓർഗാനിക് ആണ്. അതായത് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പരിപാടിയല്ല. നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പരിപാടിയിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ നമ്മൾ ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളൊക്കെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിൽ വരുന്നതാണ്. വിച്ച് ഈസ് നമ്മൾ സെർച്ച് എഞ്ചിൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ റാങ്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗൂഗിൾ ആഡിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടേക്കാം. ഓക്കെ, സോ അപ്പോൾ എന്താണ്? നമ്മളുടെ ഗൂഗിളിൽ, നമ്മുടെ സെർച്ച് എഞ്ചിനിൽ പൈസ കൊടുക്കാണ്ട് നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിപ്പിക്കുന്ന ഓർഗാനിക് മെത്തേഡാണ് എന്ത്? SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് 93% ഓഫ് ഓൺലൈൻ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് വിത്ത് എ സെർച്ച് എഞ്ചിൻ അല്ലേ? നമ്മൾ 93% എന്താണ് ഓൺലൈൻ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെർച്ച് എഞ്ചിൻ വെച്ചിട്ട്. നമ്മൾ എന്ത് കാര്യവും കൂടുതലും നമ്മൾ സെർച്ച് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു സെർച്ച് എഞ്ചിനിലായിരിക്കും അല്ലേ? ആൻഡ് സെർച്ച് എഞ്ചിൻ്റെ കേസ് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആക്ച്വലി SEO എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല, നമ്മൾ എവിടെയും ചെയ്യുന്നുണ്ട്, യൂട്യൂബിലും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. യൂട്യൂബിന് നമ്മളിപ്പോൾ എന്താണ്? നമ്മളൊരു സെർച്ച് എഞ്ചിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സെർച്ച് ചെയ്യുന്നത്? നമ്മളൊരു വീഡിയോ ഫോർമാറ്റിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എവിടെയാണ് സെർച്ച് ചെയ്യുക? നമ്മൾ യൂട്യൂബിലായിരിക്കും അല്ലേ സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെയും എന്താണ്? ബേസിക്കലി ആൾക്കാർ സെർച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ SEO നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇന്നത്തെ കാലത്ത് എടുക്കുകയാണെങ്കിൽ ഒരു ഓൺലൈൻ പ്രസൻസ് വരുന്നത് 93% ഓഫ് ആൾക്കാരും സെർച്ച് എഞ്ചിൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ തന്നെ നമ്മളുടെ ബിസിനസ്സിന് മുമ്പിലോട്ടേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് SEO ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. Good SEO helps your website appear higher in search results when people look for product, services or information you offer. അതായത് ഈ 93% ആൾക്കാരിൽ വളരെ ചിലപ്പോൾ 1-2% ആൾക്കാർക്കായിരിക്കും നമ്മളുടെ ബിസിനസ്സിനെയോ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവുള്ളൂ അല്ലേ? അത് മെയിൻലി നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സും തന്നെയായിരിക്കും. ബാക്കി കിടക്കുന്ന അത്രയും മെജോറിറ്റി ഓഫ് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്കും നമ്മുടെ ബ്രാൻഡിൻ്റെ പേരോ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരോ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് അറിയില്ല. അവർക്ക് വേണ്ടുന്നത് എന്താണ്? അവർ ചില പ്രോഡക്ട്സിനെ സെർച്ച് ചെയ്യും, ചില സർവീസസിനെ സെർച്ച് ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രാൻഡിൻ്റെ പേരോ എൻ്റെ ബിസിനസ്സിൻ്റെ പേരോ അവരുടെ മുമ്പിൽ എത്തണ്ടേ? എന്നാലല്ലേ അവർ എൻ്റെ ബ്രാൻഡിനെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ SEO തന്നെ ചെയ്യണം. അല്ലാണ്ട് എൻട്രി ആപ്പ് എന്ന് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കാം. അപ്പോൾ അവിടെ എൻട്രി ആപ്പ് എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് കൊടുക്കുന്നത്, എന്തൊക്കെ സർവീസസാണ് കൊടുക്കുന്നത്, അത് വെച്ചിട്ടായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞാൻ ഫ്രണ്ടിലോട്ടേക്ക് എത്തിക്കാനായിട്ട് നോക്കേണ്ടത്. സോ ദാറ്റ് ആൾക്കാർ അങ്ങനെയാണ് അവർക്ക് വേണ്ടുന്ന കാര്യം സെർച്ച് ചെയ്യുമ്പം നമ്മൾ വരുമ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്? നമ്മളെ ചൂസ് ചെയ്യുന്നത്. സോ ആ പ്രോസസ്സിലോട്ടേക്ക് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കണം. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളൊരു ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കണം. ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കുമ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണ് ഒരു ഓൺലൈൻ പ്രസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെർച്ച് എഞ്ചിനിലാണ്. സോ അതുകൊണ്ട് തന്നെ സെർച്ച് എഞ്ചിനിൽ നമ്മളുടെ വെബ്സൈറ്റിനെയോ നമ്മുടെ ബിസിനസ്സിനെയോ നമ്മൾക്ക് എത്തിക്കാനായിട്ട് പറ്റണം. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇനി എന്താണ്? Why does this SEO matters? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SEO helps your website appear higher in search results. നമ്മൾ ഏകദേശം എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സെർച്ച് റിസൾട്ട്സ് മാത്രമായിരിക്കും നമ്മൾ എന്തേ ഉള്ളൂ. ഗൂഗിളിൽ പോയി നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പേജസിലുള്ളത് മാത്രമായിരിക്കുമല്ലോ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിൽ തന്നെ അടിയിലോട്ടേക്ക് വന്ന് സ്ക്രോൾ ചെയ്ത് ക്ലിക്ക് ചെയ്യുന്ന ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് അവിടെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോഴേ ആൾക്കാർ കൂടുതലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുള്ളൂ അല്ലേ? ആൻഡ് അപ്പോൾ അവിടെ ഏറ്റവും ഹയർ പൊസിഷൻ
പൊസിഷനിൽ നമ്മുടെ വെബ്സൈറ്റിന് എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് വെൻ യുവർ വെബ്സൈറ്റ് റാങ്ക്സ് ഹയർ യു ഗെറ്റ് മോർ വിസിറ്റേഴ്സ്. കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് മെജോറിറ്റി ഓഫ് ആൾക്കാരും സ്റ്റാർട്ടിങ്ങിൽ എന്ത് റിസൾട്ടാണോ ഉള്ളത് അത് ക്ലിക്ക് ചെയ്യാനായിട്ടാണ് ചാൻസ് ഉള്ളത്. ബെറ്റർ ക്വാളിറ്റി ട്രാഫിക്. അത് അപ്പോൾ എന്താണ്, കൂടുതൽ SEO ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി വരുമ്പോൾ അത് ലൈക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മെയിൻലി എന്താണോ ഒരു യൂസർ വന്ന് സെർച്ച് ചെയ്യുന്നത് അതേ കണ്ടന്റ് ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ, അതേ കണ്ടന്റ് ആയിരിക്കാം ഞാൻ കൊടുക്കുന്നത് എന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിലോട്ട് കയറാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ ക്വാളിറ്റി ട്രാഫിക് നമ്മൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് പീപ്പിൾ ഹു ആക്ച്വലി വാണ്ട് വാട്ട് യു ഓഫർ. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്താണോ സർവീസ് എന്താണോ അത് ശരിക്കും വേണ്ടുന്ന ആൾക്കാർ തന്നെ അത് വന്ന് ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെന്താണ്, മോർ സെയിൽസ് ആൻഡ് കൺവേർഷൻസ്. ഓഫ് കോഴ്സ് അവർ തേടുന്നതും നമ്മൾ കൊടുക്കുന്നതും ഒരേ സാധനമാണെങ്കിൽ അവിടെ നമ്മൾക്ക് എന്താണ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് വരാനും അത് നമ്മൾക്ക് സെയിൽസിലോട്ടേക്കോ കൺവേർഷൻസിലോട്ടേക്കോ പോവാനും ചാൻസസ് ഭയങ്കര കൂടുതലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പം ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു കാർ വാഷിംഗ് സെൻറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് കാർ വാഷിംഗ് പ്രോഡക്റ്റ് എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്താണോ വേണ്ടുന്നത്, അവരുടെ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലൊരു കോണ്ടന്റ് ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അവർ ഫസ്റ്റ് തന്നെ എൻ്റെ കോണ്ടന്റ് ആണ് കാണുന്നതെങ്കിൽ അവരത് ക്ലിക്ക് ചെയ്തിട്ട് അവർ ആ വെബ്സൈറ്റിലോട്ട് ലാൻഡിങ് പേജിൽ പോയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് അതെല്ലാം അവർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ വീണ്ടും അവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അവരൊന്നെങ്കിൽ അത് പെൻഡിങ്ങിൽ വെക്കും, പിന്നെ കുറച്ച് റിസർച്ചുകൾ നടത്തുക, അല്ലെങ്കിൽ പിന്നീടായിരിക്കും അവർ മേടിക്കാൻ വേണ്ടി പോകുന്നത്. സോ ബൈ കാർ വാഷ് പ്രോഡക്ട്സ് എന്നുള്ളത് അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ ബ്രാൻഡിൻ്റെ പേര് തന്നെ പിന്നെയും കാണുന്നെങ്കിൽ അവർ ഓൾറെഡി എൻ്റെ ബ്രാൻഡിൻ്റെ കണ്ടന്റ് പ്രോഡക്റ്റിനെ കുറിച്ച് എന്താ പറയുക വായിക്കുക അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മളുടെ പ്രോഡക്റ്റ് തന്നെ നമ്മുടെ ബ്രാൻഡിൽ തന്നെ അവർ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അല്ലേ. സോ കറക്റ്റായിട്ട് അവർ തേടുന്നത് എന്തോ നമ്മൾ കൊടുക്കുന്നത് എന്തോ അത് മാച്ചായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സെയിൽസും കൺവേർഷൻസും നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ദ ടോപ്പ് 3 ഗൂഗിൾ സെർച്ച് റിസൾട്ട്സ് ഗെറ്റ് 75% ഓഫ് ഓൾ ദ ക്ലിക്സ്. അപ്പോൾ ഈ ടോപ്പ് 3 ഗൂഗിൾ റിസൾട്ടിലായിരിക്കണം നമ്മളുടെ പേജിന് നമ്മുടെ വെബ്സൈറ്റിന് നമ്മൾ എത്തിക്കേണ്ടത്. കാരണം 73% നല്ല ക്ലിക്കുകൾ വരുന്നത് എപ്പോഴും എവിടെയാണ്, ആ ടോപ്പ് 3 റിസൾട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് SEO നമ്മൾ ചെയ്യണം എന്നുള്ളത് പറയുന്നത്. നമുക്ക് കൂടുതൽ വിസിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ നല്ല ക്വാളിറ്റി ലീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ആൻഡ് ഫൈനലി നമ്മൾക്ക് എന്താണ്, നല്ല കൺവേർഷൻസും സെയിൽസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് SEO നിർബന്ധമായിട്ട് നമ്മുടെ വെബ്സൈറ്റിന് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെന്താ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഹൗ സെർച്ച് എഞ്ചിൻ വർക്ക്സ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെർച്ച് എഞ്ചിനിലാണ് നമ്മളുടെ വെബ്സൈറ്റിന് നമ്മൾ റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ സെർച്ച് എഞ്ചിൻ എന്താണ്, സെർച്ച് എഞ്ചിനിൽ SEO എന്താണ്, SEO പ്രോസസ്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, എൻ്റെ കയ്യിലുള്ള റിസോഴ്സ് എന്താണ്, സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ സെർച്ച് എഞ്ചിൻ എങ്ങനെ വർക്ക് ആവുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതിനനുസരിച്ച് എനിക്ക് എൻ്റെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ആവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പം ഒരു ലൈബ്രറി, ഓക്കെ, ഒരു ലൈബ്രറിയിൽ ഓൾറെഡി കുറച്ച് ബുക്കുകൾ അവിടെ അടക്കി വെച്ചിട്ടുണ്ട്. ഒരു ലൈബ്രറിയിൽ പുതിയ ഒരു എന്താ പറയുക, കുറേ ബുക്കുകൾ ലോഡ് വരുവാണ്. ഓക്കെ, സോ ലോഡ് വന്നു. ആൻഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ലൈബ്രറിയിൽ പോയിട്ട് ആ ലോഡുകൾ ആ ലോറിയിൽ നിന്നും എടുത്ത് ലൈബ്രറിയിൽ കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, ആ ലോഡുകളൊക്കെ നിരത്തി വെച്ചിട്ട് അതിൽ ഓരോരോ ടൈപ്പ് ഓഫ് ജേർണൽസ് ഉണ്ടാവും അല്ലേ. എന്താ പറയുക, ത്രില്ലർ ആയിട്ടുള്ള ബുക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്സ് ഉണ്ടാവും. ഇനി അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ റൊമാൻറ്റിക് ലവ് സ്റ്റോറീസ് പറയുന്ന ബുക്സ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ജേർണൽസിലുള്ള ബുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അടുത്തത് ലൈബ്രറിയിൽ എന്താ ചെയ്യുന്നത്, ആ ബുക്കുകളെല്ലാം എടുത്തിട്ട് ഓരോ റാക്കിൽ അതത് സ്ഥാനത്ത് അവരെന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് സേഫായിട്ട് വെക്കും അല്ലേ, കാറ്റഗറൈസ് ചെയ്തിട്ട് വെക്കും. പിന്നെന്താണ്, ഒരു യൂസർ വന്നിട്ട് ലൈബ്രറീൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് ഒരു ലവ് സ്റ്റോറി ജേർണലുള്ള ബുക്ക് വേണമെന്ന് പറയുമ്പോൾ ലൈബ്രറീന് അറിയാം ഇതെവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. സോ ലൈബ്രറീൻ എന്ത് ചെയ്യും, അവിടത്തേക്ക് പോയിട്ട് അയാൾക്ക് ആ ബുക്ക് എടുത്ത് കൊടുക്കും അല്ലേ. എക്സാക്ട്ലി സെയിം പ്രോസസ്സാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ സെർച്ച് എഞ്ചിനിൽ നടക്കുന്നതും
ദാറ്റ് ഈസ് ക്രോളിംഗ്, ഇൻഡെക്സിങ് ആൻഡ് റാങ്കിങ്. ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, നമ്മൾക്കറിയാം ഇൻ്റർനെറ്റിൽ ഇപ്പം എൻ്റെ വെബ്സൈറ്റ് മാത്രമായിരിക്കില്ല അല്ലേ. ഞാനിപ്പം ഒരു കാർ വാഷിംഗ് പ്രോഡക്ട്സിൻ്റെ ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇത് ഞാൻ മാത്രമായിരിക്കില്ല ചെയ്യുന്നത്, ഇത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ എന്തുണ്ടാവും, വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ലോട്ട്സ് ഓഫ് വെബ്സൈറ്റ്സ് ആണ് ഇൻ്റർനെറ്റിൽ ലോഡ് ആയിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വെബ്സൈറ്റുകളിലൊക്കെ തന്നെ എല്ലാം ചിലപ്പം എന്തായിരിക്കില്ല, നല്ല വെബ്സൈറ്റുകളായിരിക്കില്ല, നല്ല കോണ്ടന്റ് കൊടുക്കുന്ന വെബ്സൈറ്റുകളായിരിക്കില്ല. അപ്പോൾ അവിടെ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, ഗൂഗിളിൽ ഇതൊക്കെ വന്ന് നോക്കാനുള്ളൊരു ലൈബ്രറിയൻ ഉണ്ട്. അതായത് ഒരു ലോഡ് മൊത്തം വന്നു, ആ ലോഡിലുള്ള എല്ലാ സാധനവും ഗൂഗിളിൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, ഗൂഗിൾ ആദ്യം തന്നെ പോയിട്ട് ആ ഇൻ്റർനെറ്റിൽ പോയിട്ട് ഗൂഗിളിൻ്റെ ഒരു സ്പൈഡർ അല്ലെങ്കിൽ ഒരു റോബോട്ട് വന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇത് മൊത്തത്തിലൊന്ന് അരിച്ച് പറക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകൾ മാത്രം എടുക്കും. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് സ്ക്രോളിംഗ്. അതായത് ഒരു സ്പൈഡർ വന്നിട്ട് ഇതിങ്ങനെ മൊത്തത്തിൽ അരിച്ച് പെരക്കിയിട്ട് അതിലേതാണോ നല്ലത്, ഏതാണോ ഗൂഗിളിൻ്റെ അൽഗോരിതത്തിന് അനുസരിച്ചിട്ടുള്ള കോണ്ടന്റ് ഉള്ള സാധനം എന്ന് ഗൂഗിൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അതിനെ മാത്രം മാറ്റിയെടുക്കും. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് ക്രോളിംഗ്. അടുത്തത് എന്താ ചെയ്യുന്നത്, ഇനി അരിച്ചു പെറുക്കല്ലോ, ഇനി ഇതെല്ലാം തന്നെ കൂട്ടൊരു ഒരു സ്ഥലത്തുണ്ട്, ഇത് എന്താണ്, ഇത് മൊത്തത്തിൽ റാക്ക് ചെയ്ത് വെച്ചില്ല, അതിൽ പല രീതിയിലുള്ള സാധനങ്ങളുണ്ടാവും. അത് PDF ഉണ്ടാവാം, വീഡിയോസ് ഉണ്ടാവാം, ബ്ലോഗുകൾ ഉണ്ടാവാം, വെബ്സൈറ്റുകൾ ഉണ്ടാവാം, അങ്ങനെ ബുക്സ് ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അടുത്തതിന് എന്താ ഗൂഗിളിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് ചെയ്യേണ്ടത്, ഈ ക്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള വെബ്സൈറ്റുകളെ കാറ്റഗറൈസ് ചെയ്യണം. അപ്പോൾ ബുക്സ് ഒരു സ്ഥലത്ത്, വീഡിയോസ് ഒരു സ്ഥലത്ത്, ബ്ലോഗുകൾ ഒരു സ്ഥലത്ത്, ഇൻഫോഗ്രാഫിക്സ് ഒരു സ്ഥലത്ത്, വെബ്സൈറ്റുകൾ ഒരു സ്ഥലത്ത്, ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് അടുക്കി വെക്കണം. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡെക്സിങ്. അതായത് ഗൂഗിൾ എന്താണ്, ഗൂഗിൾ അതിൻ്റെ സ്പെസിഫിക് സ്ഥലത്ത് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റിനെ സേവ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് വൺ മോർ തിങ്, നമ്മൾക്കാണ് ഇതൊക്കെ ലാംഗ്വേജ്, മലയാളം, ഇംഗ്ലീഷ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ബാക്ക് എൻഡിൽ വർക്ക് ആവുന്ന സെർച്ച് എഞ്ചിനൊക്കെ ഇതൊക്കെ എന്താണ്, ബൈനറി കോഡ്സ്, നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ അവരുടെ ലാംഗ്വേജിലായിരിക്കും അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ എന്താണ്, സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി കോഡ്സ്, നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ഇത് പിന്നീട് ആവശ്യം വരും എന്നുള്ള രീതിയിൽ അവരെന്താ ചെയ്യുന്നത്, അവർ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്ത് വെക്കണം. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഇൻഡെക്സിങ്. അതായത് ക്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള ലോഡിൽ നിന്നും എല്ലാ സാധനങ്ങളും എടുത്ത് അടക്കി പിറക്കി വെക്കുക. ലൈബ്രറിയൻ റാക്കിൽ അതത് ജേർണലിലുള്ള ബുക്സ് അടക്കി പിറക്കി വെക്കുന്നത് പോലെ തന്നെ. ആൻഡ് ആ പ്രോസസ്സിനെ നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ആരെങ്കിലും ഒരു യൂസർ വന്നിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവർ ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യാണ്, അതായത് കാർ വാഷിംഗ് പ്രോഡക്ട്സ് എന്നുള്ളത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്പൈഡർ എന്ത് ചെയ്യും, ഇൻഡെക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ യൂസർ സെർച്ച് ചെയ്തത് എന്തോ അതിനോട് മൊത്തത്തിൽ മാച്ച് ആവുന്ന രീതിയിൽ കണ്ടന്റ് എവിടെയാണോ ഉള്ളത്, ആ റാക്കിൽ എവിടെയാണോ അല്ലെങ്കിൽ സേവ് ചെയ്ത് കോണ്ടന്റിൽ എവിടെയാണോ ഉള്ളത് അതെടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും അല്ലേ. സോ ദാറ്റ് ഈസ് റാങ്കിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ മില്ലി സെക്കൻഡ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ റാങ്കിങ്ങിലോട്ടേക്ക് എത്തുന്നത് വരെ ക്രോളിങ്ങും ഇൻഡെക്സിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്തെങ്കിലും ഒന്നും നടന്നിട്ടില്ലെങ്കിൽ റാങ്കിങ് കറക്റ്റായിട്ട് നടക്കില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നടക്കുന്നത് എന്താ, ആ വന്നിരിക്കുന്ന ലൈക്ക് ബണ്ടിൽ ഓഫ് അല്ലെങ്കിൽ ആ ലോഡിൽ നിന്നും നമുക്ക് പുറത്തോട്ടേക്ക് ചാടണം അല്ലേ. വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇൻഡെക്സിങ്ങും നടക്കൂല, റാങ്കിങ്ങും നടക്കൂല. അപ്പം ദ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ബോട്ട്സ് എന്നെ എന്താക്കണം, എന്നെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കണം. ആൻഡ് ആ ക്രോളിങ്ങിൽ ഞാൻ പെട്ടിരിക്കണം. അപ്പോൾ ക്രോളിങ്ങിൽ പെടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ്, അതായത് ഗൂഗിൾ അൽഗോരിതത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ്റെ അൽഗോരിതത്തിന് അനുസരിച്ചിട്ടായിരിക്കണം ഞാൻ എൻ്റെ വെബ്സൈറ്റിന് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എത്തിക്കൽ വേയിൽ ഞാൻ എൻ്റെ വെബ്സൈറ്റിന് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഗൂഗിൾ ബോട്ടിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, എന്നാൽ മാത്രമേ ക്രോളിംഗ് നടക്കുള്ളൂ. ഈ ക്രോളിംഗ് നടന്നു കഴിഞ്ഞാൽ ഇനി എല്ലാ പേജസിനും ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ കൂടി അല്ലേ, വൺസ് ആ വെബ്സൈറ്റിനെ ക്രോൾ ചെയ്തു, ഇനി ആ പേജസിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയി മനസ്സിലാക്കിയിട്ട് ഇവരെന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് ഗൂഗിളിന് മനസ്സിലാവണം, സെർച്ച് എഞ്ചിന് മനസ്സിലാവണം. അത് ബുക്ക് ആണോ അല്ലെങ്കിൽ അത് വീഡിയോസ് ആണോ അല്ലെങ്കിൽ വേറെ ബ്ലോഗ്സ് ആണോ ആർട്ടിക്കിൾസ് ആണോ എന്താണ് എന്നുള്ളത് മനസ്സിലാവണം. സോ ആ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ കണ്ടന്റിനെ അടുക്കി പെറുക്കി ചിട്ടയായിട്ട് ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ആ പേജിൻ്റെ ഉള്ളിൽ ലാൻഡിംഗ് പേജിൽ സെറ്റ് ആക്കണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, ഇൻഡെക്സിങ് ആവുള്ളൂ. ഇൻഡെക്സിങ് ആണെങ്കിൽ കറക്റ്റ് റാക്കിലോട്ടേക്ക് ഇത് എത്തണം അല്ലേ, കറക്റ്റ് ഇൻഫർമേഷൻ സേവ്ഡ് ആവണം അല്ലേ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഫോർമാറ്റിലായിരിക്കണം ഞാനത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കേണ്ടത്. പിന്നെ എന്താണ്, അതിൻ്റെ ഉള്ളിൽ യൂസർ എന്താണോ വന്ന് സെർച്ച് ചെയ്യുന്നത് ആ സാധനം ആ കണ്ടന്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസറിനോട്ടേക്ക്
ആ റാക്കിൽ നിന്നും ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നടന്നാൽ മാത്രമാണ് റാങ്കിങ് നടക്കുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റ് എന്താവില്ല, റാങ്കിങ്ങിൽ എത്തിപ്പെടില്ല. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നല്ലോണം മനസ്സിൽ വെക്കണം. ക്രോളിംഗ് നടക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം, ഇൻഡെക്സിങ് എന്തൊക്കെ ചെയ്യണം, ദെൻ ഫൈനലി റാങ്കിങ്ങിലേക്ക് ഫസ്റ്റിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം. സോ ഇത് നല്ലോണം മനസ്സിലാക്കണം, ഹൗ സെർച്ച് എഞ്ചിൻ വർക്ക്സ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ SEO. ഓക്കെ, so ഇവിടെ കൊടുത്തിട്ടുണ്ട് search engine works like librarians in a massive digital library helping users find exactly what they are looking for among billion of pages. ഒരുപാട് പേജസ് ഉണ്ടാവും അല്ലേ, എല്ലാ എന്താ പറയുക ലോഡുകളും നമ്മൾ അടക്കി വെക്കുവാണെങ്കിൽ അതിൽ ബില്യൺസ് ഓഫ് പേജസ് ഉണ്ടാവും. അതിൽ ഏത് പേജ് ആണ് യൂസർ നോക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് കറക്റ്റ് സാധനം എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മളുടെ സെർച്ച് എഞ്ചിന് സാധിക്കണം. സോ അതിന് വേണ്ടിയിട്ട് സ്ക്രോളിംഗ് നടക്കും. ലൈക്ക് ലൈബ്രറിയൻ ചെക്ക് ന്യൂ ബുക്സ്, സ്പൈഡേഴ്സ് ഡിസ്കവർ ആൻഡ് കളക്ട് ഇൻഫർമേഷൻ ഫ്രം വെബ്സൈറ്റ് അക്രോസ് ദ ഇൻ്റർനെറ്റിലുള്ള പല ലോഡ് ഓഫ് വെബ്സൈറ്റിൽ നിന്നും എന്തൊക്കെയാണ് വേണ്ടതെന്ന് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ക്രോളേഴ്സ് എന്ത് ചെയ്യും, ഫൈൻഡ് ഔട്ട് ചെയ്യും. പിന്നെന്താ, ഇൻഡെക്സിങ്, ഓർഗനൈസ് ആൻഡ് സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഇൻ സെർച്ചബിൾ ഡേറ്റാബേസ് ജസ്റ്റ് ലൈക്ക് ഷെൽവിങ് ദം ആൻഡ് കാറ്റലോഗിങ് ബുക്സ് ഫോർ ഈസി റിട്രീവൽ ലെറ്റർ. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് എന്ത് ചെയ്യും, ഇവർ വന്നിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റാക്കിൽ, അതായത് ഇൻഡെക്സേഷനെ സേവ് ചെയ്ത് വെക്കും. കാരണം അത് സേവ് ചെയ്ത് വെക്കുമ്പോൾ മാത്രമാണ് വേറെ ഒരു യൂസർ വന്ന് ചോദിക്കുന്ന സമയത്ത് അതെടുത്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ആ ഡേറ്റാബേസിനെ പറയുന്ന പേരാണ് നമ്മൾ ദ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അവരെന്ത് ചെയ്യും, ഒരു കാറ്റലോഗ് പോലെ സെറ്റ് ചെയ്ത് വെക്കും ആവശ്യമുള്ള സമയത്ത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി റാങ്കിങ്, someone searches algorithm determine which pages best match the query, displaying the most relevant results like a librarian recommending the best books. ഇപ്പം ഞാൻ പോയിട്ട് എനിക്കൊരു ലവ് സ്റ്റോറി വേണം എന്ന് പറയുമ്പോൾ അയാൾ കുറച്ചും കൂടി എന്താ പറയുക ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് ബെറ്റർ ആയിട്ട് ഉള്ള ബുക്ക് ഏതായിരിക്കും എന്നുള്ളത് അവർ സജസ്റ്റ് ചെയ്യും അല്ലേ. സോ അതേപോലെ തന്നെയാണ് ഇൻഡെക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത്, അതായത് ഡേറ്റാബേസിൽ നിന്നും ഗൂഗിൾ ബോട്ട് എടുത്തിട്ട് സെർച്ച് എഞ്ചിൻ എടുത്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ദ പ്രോസസ്സ്. അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടാവണം. അപ്പം ഏതൊക്കെ രീതിയിലാണ് സെർപ്പിൽ, ആൻഡ് വാട്ട് ഈസ് സെർപ്പ് എന്താണ്, ദാറ്റ് ഈസ് സെർച്ച് എൻജിൻ റിസൾട്ട് പേജ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസൾട്ടുകൾ വരും അല്ലേ. അപ്പോൾ അതിന് ആ ഒരു പേജിനെ നമ്മൾ പറയുന്നതാണ് സെർച്ച് എൻജിൻ റിസൾട്ട് പേജസ് എന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള ഔട്ട്പുട്ട് വെച്ചാൽ എന്തൊക്കെ തരത്തിൽ നമുക്ക് റിസൾട്ടുകൾ കാണാൻ വേണ്ടി പറ്റും, ഓർഗാനിക് റിസൾട്ട്സ് കാണാൻ വേണ്ടി പറ്റും. നോർമലി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ വെബ്സൈറ്റുകൾ വരും അല്ലേ. സോ ദാറ്റ് ഈസ് ഓർഗാനിക് റിസൾട്ട്. പിന്നെ എന്താണ്, ഫീച്ചേർഡ് സ്നിപ്പെറ്റ്സ് വരും. അതായത് എന്താണ് പറയുക, അതിനടുത്ത് തന്നെ ഫീച്ചേർഡ് സ്നിപ്പെറ്റ്സ്, ഫീച്ചേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കതും കാണിക്കലുണ്ട്. പിന്നെന്താണ്, നോളേജ് പാനൽസ് വരും, അതേപോലെ തന്നെ ലോക്കൽ പാക്ക് വരും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള എന്താണ് ലൈക്ക് റിസൾട്ടുകൾ നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. FAQs അതിൽ കാണാൻ വേണ്ടി പറ്റും, റിവ്യൂസ് നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പീപ്പിൾ മൈറ്റ് ഓൾസോ ആസ്ക് ഫോർ ദിസ്, അതാണ് ലോക്കൽ പാക്ക്, അത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ പല രീതിയിലുള്ള ഔട്ട്പുട്ട് റിസൾട്ടുകൾ നമ്മൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മൾ എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ നമ്മളുടെ കണ്ടന്റിനെ ഇൻഡെക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതൊക്കെ വരുന്നത്. ആൻഡ് അതെങ്ങനെ ഇൻഡെക്സ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആ കണ്ടന്റ് നിങ്ങളുടെ പേജിൽ, വെബ് പേജിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ 3 വേർഡും ഒരിക്കലും മറക്കരുത്, ക്രോളിംഗ്, ഇൻഡെക്സിങ് ആൻഡ് റാങ്കിങ്. ഓക്കെ, സോ അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ എന്തൊക്കെ ടെക്നിക്സിലാണ് അല്ലെങ്കിൽ SEOയുടെ 3 പില്ലേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം SEO ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് അൽഗോറിതംസ് അല്ലെങ്കിൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മളുടെ കണ്ടന്റിനെ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം നമ്മൾ ക്രോളിംഗ് പറഞ്ഞു, ഇൻഡെക്സിങ് പറഞ്ഞു, റാങ്കിങ് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്രോൾ ചെയ്യണമെങ്കിൽ അത് ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്, അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SEO പ്രോസസ്സിനെ നമ്മൾ 3 പില്ലറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ പില്ലറാണ് നമ്മൾ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO ആൻഡ് ടെക്നിക്കൽ
technical SEO എന്ന് പറയുന്നത്. Okay, so SEO has three main components that work together to help your website rank higher in search engines. നമ്മൾ എല്ലാം ഒറ്റയടിക്ക് ഒരേ രീതിയിൽ ഇന്നത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബെറ്റർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, SEOനെ 3 പില്ലറായിട്ട് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഈ സ്ട്രോങ് SEO ഫൗണ്ടേഷൻ, അതായത് നല്ല രീതിയിൽ SEO സക്സസ് നടക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതിൽ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓൺ പേജ് SEO, ഓൺ ദ പേജ്, അതായത് നമ്മുടെ പേജ് എന്താ, നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കാം, നമ്മുടെ വീഡിയോ ആയിരിക്കാം, നമ്മുടെ ലൈക്ക് എന്താ പറയുക, നമ്മളുടെ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പം PDF ആണെങ്കിൽ അത്, ബുക്ക് ആണെങ്കിൽ അങ്ങനെ പലതുണ്ടല്ലേ. അപ്പം നമ്മുടെ പേജിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ പറയുന്നത് ഓൺ പേജ് SEO എന്ന് പറഞ്ഞാൽ. അതായത് അത് നമ്മുടെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. കാരണം ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം അതിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത്. സോ ദാറ്റ് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. അതിൽ എന്ത് ഇമേജസ് കൊടുക്കണം, എന്ത് വീഡിയോസ് കൊടുക്കണം, എന്ത് ടൈറ്റിൽ കൊടുക്കണം, എന്ത് കണ്ടന്റ് കൊടുക്കണം, എന്ത് കീവേഡ് കൊടുക്കണം, ഇതൊക്കെ തന്നെ എങ്ങനെ URL സെറ്റ് ചെയ്യണം, ഇതൊക്കെ തന്നെ എനിക്ക് അറിയാം. ആൻഡ് എനിക്ക് അതിനനുസരിച്ച് അതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കൺട്രോളിലുള്ള നമ്മുടെ പേജിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺ പേജ് SEO എന്ന് പറയുന്നത്. ഓക്കെ, optimizing content, keywords, title and other elements on your website pages. അതാണ് ഓൺ പേജ് SEO. രണ്ടാമത്തേത് എന്താ, ഓഫ് പേജ് SEO, ബിൽഡിംഗ് റെപ്യൂട്ടേഷൻ ത്രൂ ബാക്ക്ലിങ്സ് ആൻഡ് മെൻഷനിങ് ഫ്രം അതർ വെബ്സൈറ്റ്. സോ ഓഫ് പേജ് SEO എന്ന് പറയുമ്പം വീണ്ടും ആ പേര് പറയുന്നത് പോലെ തന്നെ ഓഫ് ദ പേജ്, അതായത് നമ്മുടെ പേജിലല്ല, നമ്മുടെ വെബ്സൈറ്റിലല്ല, അതിന് പുറമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്തൊക്കെയാണ്, അത് വേറെ വെബ്സൈറ്റിൽ നിന്നും നമ്മളുടെ വെബ്സൈറ്റിലോട്ടേക്ക് വരുന്ന ലിങ്കുകളായിരിക്കാം, നമ്മൾ അതർ ദാൻ വേറെ ഓൺലൈൻ പ്രസൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം, പിന്നെ വേറെ ചില ബിസിനസ് ഡയറക്ടറീസിൽ നമ്മളുടെ ബ്രാൻഡിൻ്റെ പേരിനെ നമ്മൾ കൊടുക്കുന്നതായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ് പേജ് SEO. ബേസിക്കലി നമുക്ക് ബാക്ക് ലിങ്ക് ക്രിയേഷൻ അല്ലെങ്കിൽ ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓഫ് പേജ് SEO. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ടെക്നിക്കൽ SEO. സോ ടെക്നിക്കൽ SEO എന്ന് പറയുന്നത് ആ പേര് പറയുന്നത് ഇറ്റ് ഈസ് മോർ ടുവേർഡ്സ് ടെക്നിക്കൽ തിങ്സ്. അതായത് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളിലാണ് നമ്മൾ ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. ആൻഡ് ടെക്നിക്കൽ SEO ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ക്രോളിംഗ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് എന്തായിരുന്നു, സെർച്ച് എഞ്ചിൻ വർക്കുന്നതിന് ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ എന്താ പറഞ്ഞത്, ക്രോളിംഗ് അല്ലേ. സോ ക്രോളിംഗ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ക്രോളിംഗ് മര്യാദയ്ക്ക് നടത്തി ആ ക്രോളിംഗ് പ്രോസസ്സിൽ എൻ്റെ വെബ്സൈറ്റ് ലോഡ് ആവണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്, അത് കറക്റ്റായിട്ട് ഞാൻ അവിടെ ടെക്നിക്കൽ SEO ചെയ്തിട്ടുണ്ടാവും. വിച്ച് ഈസ് എൻ്റെ വെബ്സൈറ്റ് നല്ല രീതിയിൽ ലോഡിംഗ് സ്പീഡ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണം, മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് കാര്യങ്ങൾ നോക്കണം, എൻ്റെ ബാക്ക് എൻഡിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്താവുള്ളൂ, ക്രോളിംഗ് പ്രോസസ്സിൽ എൻ്റെ വെബ്സൈറ്റിന് ലോഡ് ആവുള്ളൂ. സോ മേക്കിംഗ് യുവർ വെബ്സൈറ്റ് ഫാസ്റ്റ്, സെക്യൂർ ആൻഡ് ഈസി ഫോർ സെർച്ച് എഞ്ചിൻസ് ടു ക്രോൾ. അതായത് ക്രോൾ ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും, എളുപ്പത്തിൽ ക്രോൾ ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കും. ഇപ്പോൾ ഫോർ സപ്പോസ് എൻ്റെ വെബ്സൈറ്റിൽ ആമസോൺ പോലെ ഒരു 1000 പേജസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതിലെല്ലാം കൂടി കയറി പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ബാക്ക് എൻഡിൽ പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പേജിന് എന്തെങ്കിലും ലോഡിങ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ലൈക്ക് സെക്യൂരിറ്റി പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ എന്തില്ല അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ എന്തില്ല, ക്രോൾ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അവിടെ ഒരു സ്റ്റോപ്പ് വന്നു, അവിടെ ഒരു തടസ്സം വന്നു. ഇനിയിപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതായിരിക്കും ഗൂഗിൾ വിചാരിക്കുന്നത്, സെർച്ച് എഞ്ചിൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി അവിടെ എന്താവില്ല, മര്യാദയ്ക്കുള്ള രീതിയിൽ അവിടെ ലോഡ് ആവില്ല, അല്ലെങ്കിൽ ക്രോളിംഗ് നടക്കില്ല. അപ്പോൾ ക്രോളിംഗ് ടെക്നിക്കൽ SEO ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യൽ ഫേസ് ഒന്നും നമുക്ക് കടന്നു കിട്ടാൻ വേണ്ടി, ദാറ്റ് ഈസ് ക്രോളിംഗ് പ്രോസസ്സ് നമുക്ക് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളുടെ എന്താണ് 3 pillars ഓഫ് SEO എന്ന് പറയുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 3 പില്ലേഴ്സും ഒരേ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് SEO സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പം ഈ സ്ട്രാറ്റജി നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ, സോ ഈ 3 pillars ആർ എസെൻഷ്യൽ ഫോർ എ സ്ട്രോങ് SEO സ്ട്രാറ്റജി. ഫോക്കസിങ് ഓൺ ജസ്റ്റ് 1 or 2 isn't enough for the best result. ഇതിലേതെങ്കിലും 1 or 2 നമ്മൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള SEO സക്സസ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. 3 ഈക്വലി അല്ലെങ്കിൽ 3
നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നും ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓരോന്നും, അതായത് 3 പ്രോസസ്സും അല്ലെങ്കിൽ 3 പില്ലേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ് ഓരോന്നായിട്ട് നോക്കാൻ വേണ്ടി പോകണം. ഓക്കെ, സോ ആദ്യം നമ്മൾ പറഞ്ഞു ഓൺ പേജ് SEO is about optimizing individual web pages to rank higher and earn more relevant traffic. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ വെബ്സൈറ്റിൽ പല പേജസ് ഉണ്ടാവും അല്ലേ. ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അസറ്റ് ഹോംസ് എന്ന് പറഞ്ഞത് ഒരു വെബ്സൈറ്റ് ആണ്. ആ അസറ്റ് ഹോംസിൻ്റെ ഉള്ളിൽ തന്നെ പല പേജസ് ഉണ്ടാവും, പല സർവീസ് പേജസ് ഉണ്ടാവും. 2 BHK 3 BHK ഫ്ലാറ്റിൻ്റെത് ഉണ്ടാവാം, അല്ലെങ്കിൽ 2 BHK 3 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി ഉണ്ടാവാം, ബാംഗ്ലൂർ ഉണ്ടാവും, ട്രിവാൻഡ്രം ഉണ്ടാവാം, അങ്ങനെ പല ലൊക്കേഷനുള്ളത് ഉണ്ടാവാം, സ്റ്റുഡിയോ ഫ്ലാറ്റ് ഉണ്ടാവാം, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സിന് ഉണ്ടാവാം, വില്ലാസിൻ്റെത് ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള സർവീസ് പേജസ് പ്രോഡക്റ്റ് പേജസും അവർക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി എന്താണ്, നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പേജസും നമ്മൾക്ക് എന്ത് ചെയ്യണം, റാങ്ക് ചെയ്യണം. അപ്പോൾ എല്ലാ പേജസിനും നമ്മൾ എന്ത് ചെയ്യണം, SEO ചെയ്യേണ്ടി വരും. അപ്പോൾ SEO ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ പേജ് SEO ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ പേജസിനും കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം ആ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുള്ള കോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ വെബ് പേജസിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന, എന്നിട്ട് നമ്മളുടെ ഓരോ പേജസിലും ഹൈ ട്രാഫിക് കൊണ്ടുവന്നിട്ട് നമുക്ക് റിസൾട്ടിൽ ഫസ്റ്റ് ലോഡിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് ചേഞ്ചസ് ടു യുവർ വെബ്സൈറ്റ് content and HTML source code that search engines and users can see directly. അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ കയ്യിലുള്ള, നമ്മുടെ കൺട്രോളിലുള്ള സാധനമാണ്. അതേപോലെ തന്നെ നമ്മളുടെ വിസിറ്റേഴ്സിനും നമ്മളുടെ യൂസേഴ്സിനും ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് മേക്കിംഗ് ചേഞ്ചസ് ടു യുവർ വെബ്സൈറ്റ് കണ്ടന്റ്. അതായത് നമ്മളുടെ വെബ്സൈറ്റ് കണ്ടന്റിനും HTML കോഡിലും കുഞ്ഞു ചേഞ്ചസ് വരുത്തിയിട്ട് അത് വിസിറ്റേഴ്സിന് വിസിബിൾ ആക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ഓൺ പേജ് SEOയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ ഹൈ ക്വാളിറ്റി റെലവൻറ്റ് കണ്ടന്റ് ദാറ്റ് ആൻസേഴ്സ് യൂസേഴ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾക്കറിയാം എപ്പോഴും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഒരിക്കലും സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടല്ല. കണ്ടന്റ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്, യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തന്നെ മാറ്റങ്ങളും എന്തൊക്കെ തന്നെ അപ്ഡേറ്റ്സും എന്തൊക്കെ തന്നെ അൽഗോരിതം ചേഞ്ചസും വന്നു കഴിഞ്ഞാലും അത് ഒരു പരിധി വരെ നമ്മൾ ബാധിക്കില്ല. കാരണം ഞാൻ കോണ്ടന്റ് ഉണ്ടാക്കുന്നത് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടല്ല, പകരം ആർക്ക് വേണ്ടിയിട്ട്, യൂസേഴ്സിന് വേണ്ടി. സോ യൂസേഴ്സ് എന്താണോ ആവശ്യപ്പെടുന്നത്, യൂസേഴ്സിന് എന്താണോ വേണ്ടുന്നത്, ആ രീതിയിലുള്ള കണ്ടന്റ് എൻ്റെ വെബ്സൈറ്റിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദേ ആർ ഹാപ്പി. അവർ ഹാപ്പി ആണെങ്കിൽ അവർ അധിക സമയം നമ്മുടെ വെബ്സൈറ്റിൽ സ്പെൻഡ് ചെയ്യും. അവർ അധിക സമയം നമ്മുടെ വെബ്സൈറ്റിൽ പല രീതിയിൽ റിസർച്ചുകൾ നടത്തും. അവരധിക സമയം എൻ്റെ വെബ്സൈറ്റിലെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യും, എൻ്റെ അടുത്ത് നിന്ന് പ്രോഡക്റ്റുകൾ മേടിക്കും. സോ ദാറ്റ് ഗൂഗിൾ എന്താ വിചാരിക്കുന്നത്, സെർച്ച് എഞ്ചിൻ എന്താ വിചാരിക്കുന്നത്, ഓക്കെ അവർ കൊടുത്ത റിസൾട്ട് ബെറ്റർ ആണ്. ലൈക്ക് അവിടെ ഗൂഗിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി എന്നല്ലേ. ഗൂഗിൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ബിസിനസ്സാണ്. അവരെപ്പോഴും അവരുടെ യൂസേഴ്സിന് നല്ല സാധനങ്ങൾ കൊടുക്കാനേ അവർ എന്ത് ചെയ്യുള്ളൂ, അവർ ശ്രമിക്കുള്ളൂ. അപ്പം നമ്മളുടെ കോണ്ടന്റിൽ, നമ്മളുടെ വെബ്സൈറ്റിൽ ഒരാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ വെബ്സൈറ്റ് കൂടുതൽ അതോറിറ്റി ഉള്ള, കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നൊരു വെബ്സൈറ്റ് ആണ് എന്ന് ഗൂഗിളിൽ തോന്നുവാണെങ്കിൽ ബാക്കി വരുന്ന ആൾക്കാർക്കൊക്കെ ഗൂഗിൾ എന്താ ചെയ്യുക, എൻ്റെ വെബ്സൈറ്റ് തന്നെയായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ടാണ് പറയുന്നത് ഓൾവേസ് ക്രിയേറ്റ് കോണ്ടന്റ്സ് ഫോർ ദ യൂസേഴ്സിന് വേണ്ടിയിട്ട് കോണ്ടന്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ അൽഗോരിതം, ശരിയാണ് അൽഗോരിതം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അൽഗോരിതം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ യൂസറിന് എന്താണോ വേണ്ടുന്നത് അതിനോട് റെലവെൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സ്ട്രാറ്റജിക് കീവേഡ് പ്ലേസ്മെൻറ്റ് ഇൻ ടൈറ്റിൽസ്, ഹെഡിങ് ആൻഡ് ബോഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ റോബോട്ട്സിന് വന്നിട്ട്, സ്പൈഡേഴ്സിന് വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതിങ്ങനെ അരിച്ച് പെറുക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും റെലവെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസേഴ്സ് എന്താണോ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണോ അവരുടെ മെയിൻ ആയിട്ടുള്ള ക്വറീസ്, അവരുടെ കീവേഡ്സ്, ആ കീവേഡ്സ് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ടൈറ്റിലും ഹെഡിങ്ങിലും ബോഡിയിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്ന് വിചാരിച്ചിട്ട് കീവേഡ്സിനെ സ്റ്റഫ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിസ് കീവേഡ്, അല്ലെങ്കിൽ കീവേഡ് സ്റ്റഫിങ് എന്താണ്, അല്ലെങ്കിൽ കീവേഡ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷൻസിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ എന്താ, ഒപ്റ്റിമൈസ്ഡ് മെറ്റാ ടാഗ്സ് ദാറ്റ് ഡിസ്ക്രൈബ് യുവർ പേജസ് ടു സെർച്ച് എഞ്ചിൻസ്. അതായത്
നമ്മളുടെ പേജ് എന്താണ് എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് മനസ്സിലാക്കി കൊടുക്കുന്നത് മെറ്റാ ടാഗുകൾ വെച്ചിട്ടാണ്. അതായത് ടാഗുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും, ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മെറ്റാ ടാഗ് എന്നുള്ളൊരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെർച്ച് എഞ്ചിന് ഇന്നതാണ് എൻ്റെ പേജ്, ഇന്നതാണ് എൻ്റെ കണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ കൊണ്ടുപോയിട്ട് മെറ്റാ ടാഗിൽ ചുമ്മാ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ. ഒരാൾ വന്നിട്ട് അയാൾക്ക് ഇപ്പം അസറ്റ് ഹോംസിൽ ഒരാൾ വന്ന് സെർച്ച് ചെയ്യുന്നത് സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണ്, സ്റ്റുഡിയോ ഫ്ലാറ്റ് ഇൻ കൊച്ചിയാന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ ജസ്റ്റ് എന്താ പറയുക, സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈക്ക് ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് പറയുകയാണെങ്കിൽ അസറ്റ് ഹോംസ് ഫ്ലാറ്റ് ഇൻ കൊച്ചി, അസറ്റ് ഹോംസ് പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ സെർച്ച് എഞ്ചിന് മനസ്സിലാവില്ല. ഇന്ന ആൾ ഇതാണ്, അയാളുടെ ആവശ്യം ഇന്നതാണ്, അല്ലെങ്കിൽ അയാൾ നോക്കുന്നത് ഇന്നതാണ് എന്നുള്ളത് സെർച്ച് എഞ്ചിനും മനസ്സിലാവില്ല. സെർച്ച് എഞ്ചിന് നമ്മളുടെ വെബ്സൈറ്റിന് ഏത് പേജ് എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കണോ എന്നുള്ളതും സെർച്ച് എഞ്ചിന് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് അതിൻ്റെ ടാഗുകൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് എന്താണോ യൂസർ സെർച്ച് ചെയ്യുന്നത്, എന്താണോ യൂസറിന് ആവശ്യമുള്ളത് കറക്റ്റായിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാഗുകൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരാൾ വന്നിട്ട് 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് അടിച്ച് നോക്കുമ്പം അത് പ്രോപ്പറായിട്ട് എൻ്റെ ഏതെങ്കിലും പേജ് ഉണ്ടാവുമല്ലോ, ഓഫ് കോഴ്സ് പേജ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ആ സാധനം മെറ്റാ ടാഗിൽ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ദാറ്റ് ക്രോളർ വന്ന് അല്ലെങ്കിൽ മറ്റേ ബോട്ട് വന്നിട്ട് അല്ലെങ്കിൽ സ്പൈഡർ വന്നിട്ട് ഇത് സെർച്ച് ചെയ്യുമ്പം അരിച്ച് പെറുക്കുമ്പോൾ ഈ സാധനം അവിടെ കാണണം. ഓക്കെ, സോ അതാണ് നമ്മൾ ഒപ്റ്റിമൈസ്ഡ് മെറ്റാ ടാഗ് എന്ന് പറയുന്നത്. ഇന്റേണൽ ലിങ്കിങ് ടു ഗൈഡ് യൂസേഴ്സ് ആൻഡ് സെർച്ച് എഞ്ചിൻസ്. പിന്നെന്താണ് അവിടെ, മാക്സിമം ലിങ്കുകൾ കൊടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ തന്നെ ചില വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു നീല കളറിലുള്ള ടെക്സ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ അവിടെ കേഴ്സർ വെക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു ലൈൻ ഉണ്ടാവും അല്ലേ, ആൻഡ് ദാറ്റ് ഈസ് ലിങ്കിങ്, ഇന്റേണൽ ലിങ്കിങ്. അപ്പം നമ്മളവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇന്റേണൽ ലിങ്കിങ് കൊടുക്കുക. ഇന്റേണൽ ലിങ്കിങ് ഉണ്ടാവാം, എക്സ്റ്റേണൽ ലിങ്കിങ് ഉണ്ടാവാം. സോ ഇന്റേണൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ എ പേജിൽ നിന്നും വെബ്സൈറ്റിൻ്റെ ബി പേജിലോട്ടേക്ക് പോകുന്ന ലിങ്കാണ്. അതായത് എൻ്റെ ഇത് അസറ്റ് ഹോംസിൻ്റെ പേജ് തന്നെയാണ്. ഓക്കെ, അസറ്റ് ഹോംസിൻ്റെ വെബ്സൈറ്റ് തന്നെയാണ്. അസറ്റ് ഹോംസിൻ്റെ 2 BHK കൊച്ചിയിൽ നിന്നും ഞാൻ എന്താ ചെയ്യുന്നത്, അസറ്റ് ഹോംസിൻ്റെ 2 BHK ബാംഗ്ലൂരിലുള്ള ഒരു വെബ്സൈറ്റിലോട്ടേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, അവരെ ലിങ്ക് ചെയ്യാണ്. അപ്പം വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ പേജസിലോട്ടേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ് ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും, ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ 2 BHK കൊച്ചി എന്നുള്ളത് ഞാൻ ഇവിടെ അവർക്ക് എന്താണ് എൻ്റെ വെബ്സൈറ്റ് അല്ല, പകരം ഞാൻ ഇപ്പം ഏതാണ്, ഇത് വെബ്സൈറ്റ് 1 ആണ്, വെബ്സൈറ്റ് 2ലുള്ള പേജിലോട്ടേക്ക് ഞാൻ ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. അതായത് എൻ്റെ വെബ്സൈറ്റിലുള്ള 2 BHK ഫ്ലാറ്റ് എന്നുള്ള ലിങ്കിൽ നിന്നും ഞാൻ വേറെ വെബ്സൈറ്റിൻ്റെ പേജിലോട്ടേക്ക് ഞാനൊരു ലിങ്ക് കൊടുക്കുകയാണ്. അത് മേ ബി എന്തെങ്കിലും ഗ്രാഫോ അല്ലെങ്കിൽ ഡേറ്റാസോ കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലുള്ളതായിരിക്കും കേട്ടോ. ഇപ്പം ഞാനൊരിക്കലും അങ്ങനെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എക്സ്റ്റേണൽ ലിങ്കിങ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് എന്താ പറയുക, ലൈക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ അപ്പുറത്തോട്ടേക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫാക്റ്റുകൾ, ഇപ്പം നിങ്ങൾ പറയാണ്, ഇപ്പം കൊച്ചിയിലെ ഒരു സ്ഥിതിഗതി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്ര % ഓഫ് ആൾക്കാരും ഒരു പ്രീമിയം രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കോണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആ ഫാക്റ്റ് കിട്ടിയത്, നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ ഫാക്റ്റ് എടുത്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ റിസർച്ച് ചെയ്ത സൈറ്റിലോട്ടേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ലിങ്കിങ്. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും അതോറിറ്റി ഉള്ള വേറെ വെബ്സൈറ്റിലോട്ടേക്ക് നിങ്ങൾ ലിങ്ക് കൊടുക്കുകയാണ്. സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓൺ പേജിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും കീ എലമെൻറ്റ്സ് ഓഫ് ഓൺ പേജ് SEO. ഒന്നെന്താണ്, പേജ് ടൈറ്റിൽ ആൻഡ് ഹെഡിങ്സ്. നമ്മളുടെ പേജിൻ്റെ ടൈറ്റിലും ഹെഡിങ്സിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് കീവേഡ്സ് കൊടുക്കണം. വാട്ട് ഈസ് H1, H2, H3 എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. പിന്നെ എന്താണ്, കോണ്ടന്റ് ക്വാളിറ്റി, വാല്യുബിൾ ഒറിജിനൽ കോണ്ടന്റ് ദാറ്റ് സെർവ്സ് യൂസേഴ്സ് നീഡ്. ഓഫ് കോഴ്സ് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോണ്ടന്റ് ഇസ് എ കിങ് ആൻഡ് കോണ്ടന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ടത് യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഡിയൻസ് ആരോ, നിങ്ങളുടെ യൂസർ ആരാണോ, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വേണ്ടി വരിക, അവരുടെ നീഡുകൾ എന്തൊക്കെയാണ്, അവർക്ക് എന്ത് സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക, അവർക്ക് എന്തൊക്കെയാണ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയായിരിക്കാം വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലുള്ള കോണ്ടന്റുകൾ, ഒറിജിനൽ കോണ്ടന്റുകളായിരിക്കണം നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതാണ് ഇമേജ് ഓൾ ടെക്സ്റ്റ്. ഇമേജ് ഓൾ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം നമ്മൾ ഇമേജസ്, ഇപ്പം ആപ്പിൾ, ഓക്കെ, ആപ്പിളിന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, എനിക്ക് നമ്മുടെ സാധാരണ ഫ്രൂട്ട് ആപ്പിളിൻ്റെ ഇമേജും കാണാം, അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൾ കമ്പനിയുടെ ലോഗോ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെയും ചാൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളത് വന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കൊടുക്കുന്ന ഇമേജസിനടക്കം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവിടെ ഒരു കീവേഡ് വെച്ചിട്ടുള്ള കോണ്ടൻറ്റ് ഞാൻ ലൈക്ക് ഒരു പേര് ഞാൻ അവിടെ കൊടുക്കും. അതിനെയാണ് നമ്മൾ ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ഫോർ ഇമേജസ്. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളൊരു പോസ്റ്റ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മോർ സെറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓൾ ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ദാറ്റ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആൾക്കാർക്ക് സെർച്ച് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇമേജസിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഓൾ ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതും റാങ്കിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് വേറൊരു സ്റ്റോറിയും കൂടി ഉണ്ട്. ലൈക്ക് മുമ്പത്തെ കാലത്ത് കണ്ണ് കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. സോ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് ഈ ഓൾ ടെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ ഇമേജിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അതായത് അവർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ആ ഇമേജ് എന്താണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ അത് പറയുമല്ലോ, അത് വോയിസിൽ പറയുമ്പം ഇയാൾക്ക് ഇമേജ് എന്താണ് എന്നുള്ളത് അവിടെ എന്ത് ഇമേജാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്. സോ ദാറ്റ് ഇമേജ് ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇമേജിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു പേര് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അത് നമുക്ക് കീവേഡ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ യൂസറിന് ആവശ്യമുള്ള രീതിയിലുള്ള സാധനം തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അതും റാങ്കിങ്ങിൽ കയറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ URL സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, URL എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പേജിൽ കയറുമ്പോൾ www.assethomes.com/ പിന്നെ ചിലപ്പോൾ നമുക്ക് 1 2 3 4 മറ്റേ കുറേ സിമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും കാണാം. അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല ക്ലിയർ ആയിട്ട് അത് എന്താ സാധനം എന്നുള്ളത്. അതിന് പകരം ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം www.assethomes.com. ഓരോ പേജസിനും, ഓരോ സർവീസ് പേജിനും ഞാൻ എന്താണ് കറക്റ്റായിട്ട് ലൈക്ക് ഇപ്പോൾ സർവീസ് പേജ് ആണെങ്കിൽ സർവീസ് പേജ്, അല്ലെങ്കിൽ 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി ആണെങ്കിൽ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ കീവേഡ്സ് വെച്ചിട്ട് തന്നെ ഞാൻ ആ URL സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഓൺ പേജിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ക്ലീൻ കീവേഡ് റിച്ച് URL, ക്ലീൻ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കീവേഡ് വെച്ചിട്ടുള്ള URLs ആയിരിക്കും ഞാൻ അവിടെ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, കമ്പലിംഗ് സമ്മറി ദാറ്റ് എൻകറേജസ് ക്ലിക്സ്. അതായത് നമ്മളിപ്പം സെർച്ച് എഞ്ചിനിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 BHK ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് അടിക്കുമ്പം എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ വരും. അപ്പോൾ റിസൾട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ റിസൾട്ടിനും ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഹെഡിങ് ഉണ്ടാവും, അതിൻ്റെ അടിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള 2 ലൈൻസ് ഉണ്ടാവും അല്ലേ. സോ ബ്ലൂ കളറിലെ ഹെഡിങ് ആണ് നമ്മൾ മെറ്റാ ഹെഡിങ് എന്ന് അല്ലെങ്കിൽ മെറ്റാ ടൈറ്റിൽ എന്ന് പറയുന്നതും, അതിൻ്റെ അടിയിൽ വരുന്നതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതും. സോ ആ ഡിസ്ക്രിപ്ഷൻ അടക്കം ഞാൻ ഓൾറെഡി ടൈറ്റിലിൻ്റെ കേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷന് ഞാൻ എന്ത് ചെയ്യണം, കീവേഡ് റിച്ച് ആയിട്ട് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ തന്നെയായിരിക്കണം അവിടെയും കൊടുക്കേണ്ടത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എന്ത് പറയുന്നത് ഓൺ പേജ് SEOയുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളിപ്പം ഓൺ പേജ് SEOയുടെ ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിർബന്ധമായിട്ട് നോക്കണം എന്ന് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ യുണീക്ക് ടൈറ്റിൽ ടാഗ്സ് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റ് ഡിസ്ക്രിപ്റ്റീവ് കീവേഡ് റിച്ച് ടൈറ്റിൽസ് അണ്ടർ 60 characters, 60 characters ആണ് ടൈറ്റിലിന് പാടുള്ളൂ. ഓക്കെ, മെറ്റാ ഡിസ്ക്രിപ്ഷൻസ്, റൈറ്റ് കമ്പലിംഗ് ഡിസ്ക്രിപ്ഷൻസ് അണ്ടർ 160 characters. ഓക്കെ, പിന്നെ ഹെഡർ സ്ട്രക്ചർ, അതായത് നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് കാർ വാഷിംഗ് പ്രോഡക്ട്സ് എന്നുള്ളതാണ് എൻ്റെ ഒരു കോണ്ടൻറ്റിൻ്റെ, എൻ്റെ ഒരു വെബ് പേജിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹെഡിങ് വെച്ചു. ആൻഡ് ദാറ്റ് ഈസ് H1. ഓക്കെ, ഹെഡിങ് 1 അല്ലെങ്കിൽ H1 ടാഗ് എന്ന് പറയുന്നത് അതാണ്. കാരണം ഞാൻ ആൾക്കാർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്തിനെ കുറിച്ചിട്ടാണ്, ബെസ്റ്റ് കാർ വാഷ് പ്രോഡക്റ്റ് ടു ചൂസ് ഫോർ യുവർ കാർ, നിങ്ങളുടെ കാറിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ബെസ്റ്റ് ആയിട്ടുള്ള കാർ വാഷ് പ്രോഡക്ട്സ്, ഇതിനെ കുറിച്ചുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ H1 എപ്പോഴും ഒന്നായിരിക്കും ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് എ മെയിൻ ഹെഡിങ്. ഓക്കെ, സോ അതാണ് H1 ടാഗ്. ഇനി H2 H3 H4 എന്നൊക്കെ പറയുമ്പം H2 എന്ന് പറയുന്നത് അതിൻ്റെ സബ്ബാണ്. അപ്പം അതിൽ തന്നെ ഞാൻ ചിലപ്പം 0.1 0.2 0.3 0.4 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാവും അല്ലേ. എന്തൊക്കെ കാർ വാഷ് പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതുള്ളത്, ഇന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ടാവും. സോ അതൊക്കെ H2 ടാഗ്സ് ആയിരിക്കാം. ഇനി H3 H4 ഒക്കെ എന്തായിരിക്കും, H3 H4 എന്നൊക്കെ പറയാം ഈ H2ൻ്റെ ഉള്ളിൽ വരുന്ന സബ്ബായിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കാം H3 ടാഗ്സ്. അപ്പം ഇപ്പം ഞാൻ കാർ വാഷ് പ്രോഡക്ട്സിന് ആദ്യം തന്നെ ഞാൻ മറ്റേ
വിൻഡോ ക്ലീനർ എന്നുള്ള രീതിയിൽ ഒരു സാധനം എടുത്തെന്ന് വെച്ചാൽ ദെൻ ദാറ്റ് ഇസ് മൈ H2. ഓക്കെ, ആ H2ൻ്റെ അണ്ടറിൽ വിൻഡോ ക്ലീനറിൽ തന്നെ ഞാൻ ഇന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് H3. ഓക്കെ, പിന്നെ എന്താണ് അടുത്തത് ഞാൻ പറയുകയാണെങ്കിൽ മറ്റേ കാർ മാറ്റ് ഉണ്ടല്ലോ, അതാണെന്ന് വിചാരിച്ചു, അത് ദാറ്റ് ഇസ് വീണ്ടും H2 ആണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് പോയിന്റുകൾ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് H3. അപ്പം H1 എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ, H2 H2 മൾട്ടിപ്പിൾ ആവാം, H3 H4 ഒക്കെ ലൈക്ക് ഭയങ്കര കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് വായിക്കില്ല അല്ലേ. അപ്പം H2ൻ്റെ അണ്ടറിലൊരു 2 to 3 H3 നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, H3ൻ്റെ അണ്ടറിലൊരു 1 H4 അങ്ങനെ കൊടുക്കാം. സോ അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പം ഇനീഷ്യൽ ഫേസസിൽ ആൾക്കാർ നിങ്ങളുടെ ബ്രാൻഡിനെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അത് മൊത്തത്തിൽ ഇത് വായിക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ അവിടെ സ്കിപ്പ് അടിച്ച് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് പുറത്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ഇതിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് H1 ഹെഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കീവേഡ് ഒപ്റ്റിമൈസേഷൻ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കോണ്ടന്റിൽ കീവേഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓർഗാനിക്കലി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നമ്മുടെ കോണ്ടന്റിൽ ഓർഗാനിക്കലി കീവേഡ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് പറയുന്നത്, കീവേഡ് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി പാടില്ല. കീവേഡ്സ് ഇട്ട് കഴിഞ്ഞാൽ, കൂടുതൽ കീവേഡ്സ് ഇട്ട് കഴിഞ്ഞാൽ റാങ്കിങ്ങിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ അവിടെ എവിടെയും കൊണ്ടിട്ട് നിങ്ങളുടെ കീവേഡ്സ് കൊടുക്കാനായിട്ട് പാടില്ല. അത് ഗൂഗിൾ ബോട്ട്സിന് മനസ്സിലാവും ആൻഡ് അത് നിങ്ങളുടെ റാങ്കിങ്ങിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഓർഗാനിക്കലി ലൈക്ക് എവിടെയൊക്കെ നിങ്ങളുടെ കീവേഡ്സ് കൊടുക്കാനായിട്ട് ആവശ്യമുണ്ടോ അവിടെ മാത്രം നിങ്ങളുടെ കീവേഡ്സ് നിങ്ങൾ കൊടുക്കുക. പിന്നെ എന്താണ് ഇമേജ് ഒപ്റ്റിമൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കുക, ഇൻറ്റേർണൽ ലിങ്കിങ്, റെലവെൻ്റ് ആയിട്ടുള്ള പേജസിലോട്ടേക്ക് ലിങ്ക് ചെയ്യുക. ഈ ലിങ്കിങ് പ്രോസസ്സ്, ഈ ഇൻറ്റേർണൽ ലിങ്കിങ് കൊടുക്കുന്ന സമയത്ത് അത്രയും സമയം നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ അവരെ നിർത്താനും നിങ്ങൾക്ക് സഹായിക്കും. ആൻഡ് ക്വാളിറ്റി കോണ്ടൻറ്റ്, നല്ല കോണ്ടൻറ്റ്, അതായത് യൂസറിന് ആവശ്യമുള്ള കോണ്ടൻറ്റ് കൊടുക്കുക. URL സ്ട്രക്ചർ, ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഓൺ പേജ് SEOയുടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓൺ പേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം തന്നെ ടൈറ്റിൽ ടാഗ്സ് ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോയിട്ട് ഒരു ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ടൈറ്റിൽ ഉണ്ടാവാം, നീല കളറിൽ ബോൾഡായിട്ട് നമുക്ക് ടൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് അതിൻ്റെ ക്യാരക്ടർ ലിമിറ്റ് എത്ര, 60 to 65 ക്യാരക്ടേഴ്സ് മാത്രം നമുക്കത് ചൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതായത് വളരെ ഷോർട്ടായിട്ട് എന്നാൽ ക്യാച്ചി ആയിട്ട് ആൾക്കാർക്ക് വേണ്ടുന്ന രീതിയിലുള്ള കോണ്ടൻറ്റ് ആയിരിക്കണം എനിക്കിതിൽ കൊടുക്കുന്നത്. ദാറ്റ് ഇസ് ഇപ്പം വാട്ട് അപ്പിയേഴ്സ് ഇൻ സെർച്ച് റിസൾട്ട്സ് ആൻഡ് ബ്രൗസർ ടാബ്സ്. സെർച്ച് റിസൾട്ട്സിൽ എന്താണ് ഒരാൾ വന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ടാഗ്സും മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ 10 SEO ടിപ്സ് ഫോർ ബിഗിനേഴ്സ് / യുവർ വെബ്സൈറ്റ്. ഓക്കെ, ഇതിൽ ക്യാരക്ടർ ലിമിറ്റ് പറഞ്ഞു. ഇൻക്ലൂഡ് മെയിൻ കീവേഡ് നിയർ ബിഗിനിങ്, മേക്ക് ഇറ്റ് കമ്പലിംഗ് ആൻഡ് ക്ലിക്കബിൾ. നിങ്ങളുടെ പ്രൈമറി കീവേഡ്, മെയിൻ ആയിട്ടുള്ള കീവേഡ് അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. ഈ SEO ടിപ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ നമ്മൾ സമ്മറൈസ് ചെയ്യണം. അപ്പം ഇതിൻ്റെ അടിയിലായിരിക്കും ഈ സാധനം കാണിക്കുന്നത്, ഈ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നത്. സോ അതിനെ നമുക്ക് 150 to 160 ക്യാരക്ടേഴ്സ് ലെങ്ത്തിൽ നമുക്ക് അതിനെ എഴുതാൻ വേണ്ടി പറ്റും. അതും അവിടെ എന്താണ്, ഇൻക്ലൂഡ് കോൾ ടു ആക്ഷൻ അതിലുണ്ടാവണം, യൂസ് കീവേഡ്സ് നാച്ചുറലി. ഇതും കീവേഡ്സ് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് SEO എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എവിടെയൊക്കെ ഓർഗാനിക്കലി നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നു, നാച്ചുറലി വരുന്നത് എവിടെയൊക്കെയാണോ അവിടെ നമ്മൾ കീവേഡ്സ് കൊടുക്കുക. ആൻഡ് അതേപോലെ തന്നെ ഒരു കോൾ ടു ആക്ഷൻ നമ്മളവിടെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ആൾക്കാർക്ക് നമ്മളുടെ വെബ്സൈറ്റിനെ കുറിച്ചോ നമ്മളുടെ ബ്രാൻഡിനെ കുറിച്ചോ എന്തെങ്കിലും രീതിയിലൊരു ഡേറ്റയും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ അതാണ് മെയിൻലി ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ്റെ കേസിൽ പറയുമ്പം. ക്യാരക്ടർ ലെങ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കീവേഡ്സ് കൊടുക്കുമ്പം ഓർഗാനിക്കലി നാച്ചുറലി കൊടുക്കാനായിട്ട് നോക്കുക. ഈച്ച് പേജ് ഷുഡ് ഹാവ് യുണീക്ക് ടൈറ്റിൽ ടാഗ്സ് ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും വെബ്സൈറ്റിൽ പല പേജസ് ഉണ്ടാവും. അപ്പോൾ പല പേജസിനും യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ ഡിഫറെൻറ്റ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. സോ ദാറ്റ് ആ ഡ്യൂപ്ലിക്കേഷൻ എന്താ പറയുക വരില്ല. അപ്പം ഒരാൾക്ക് വേണ്ടുന്നതൊന്നും നമ്മൾ കൊടുക്കുന്നതൊന്നും ആണെങ്കിൽ അതിനെക്കൊണ്ട് കാര്യം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ SEO ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൺ പേജ് SEO ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ഇൻഡിവിജ്വൽ പേജസിന് ഇൻഡിവിജ്വൽ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോണ്ടന്റിനെ സ്ട്രക്ചർ ചെയ്യണം. മെറ്റാ ടൈറ്റിൽസും ഡിസ്ക്രിപ്ഷനൊക്കെ സ്ട്രക്ചർ ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, രണ്ടാമത്തേത് നമ്മൾ നോക്കുന്നത് ഹെഡർ ടാഗ്സ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ H1 to H6 വരെ നമുക്ക് ഹെഡർ ടാഗ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൽ ഹെഡർ ടാഗ് സ്ട്രക്ചർ യുവർ കോണ്ടന്റ് ആൻഡ് ഹെൽപ്പ് സെർച്ച് എഞ്ചിൻ അണ്ടർസ്റ്റാൻഡ് യുവർ പേജസ് ഓർഗനൈസേഷൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ,
നമ്മൾ ഈ വായിക്കുന്ന പോലെയല്ല സെർച്ച് എഞ്ചിൻ വായിക്കുന്നത്, ബോട്ട് വായിക്കുന്നതല്ലേ. അവർക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ വെച്ചിട്ട് മാത്രമായിരിക്കും അവർ നോക്കുന്നത്. സോ ദാറ്റ് അവർക്ക് ചിലപ്പം H1 ഹെഡർ ടാഗ്സും കാര്യങ്ങൾക്കൊക്കെ അവർ ഉണ്ടോ, എത്ര H1 ടാഗ് അല്ലെങ്കിൽ എത്ര എന്താ പറയുക ഹെഡർ ടാഗ്സ് അതിലുണ്ട് എന്നുള്ളത് അവർ നല്ല രീതിയിൽ നോക്കുമ്പോൾ അവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അവിടെ കിട്ടും. അപ്പോൾ അത് അവരെ കുറച്ചും കൂടിയും ഇൻഡെക്സ് ചെയ്യാൻ കുറച്ചും കൂടിയും അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഹെഡർ ടാഗ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ഓൺലി 1 H1, അതായത് ഒരു H1 ആണ് ഒരു പേജിന് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് എ മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ മെയിൻ ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ ഒരു H1 ടാഗാണ്. പിന്നെ എന്താണ് സ്ട്രക്ചർ ടാഗ്സ് ഇൻ പ്രോപ്പർ ഓർഡർ H1, H2, H3. അതായത് ഞാൻ പറഞ്ഞല്ലോ H1 എന്ന് പറയുന്നത് ഒന്നാണ്, അതിൻ്റെ സബ് പോയിൻറ്റ്സ് ആണ് H2 എന്ന് പറയുന്നത്, H2ൻ്റെ ഉള്ളിലുള്ള സബ് പോയിൻറ്റ്സ് ആണ് H3 എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് സ്ട്രക്ചർ ചെയ്തിട്ട് പോവേണ്ടത്. ഓക്കെ, ഇൻക്ലൂഡ് കീവേഡ്സ് നാച്ചുറലി ഇൻ ഹെഡേഴ്സ്. ഹെഡേഴ്സിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ എന്താണ് കീപ് ഹെഡേഴ്സ് കൺസൈസ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. അതായത് വളരെ ചുരുങ്ങിയത് എന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഹെഡർ ടാഗ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. H1 എന്ന് പറയുന്നത് പേജിൻ്റെ ടൈറ്റിലാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്. ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മളത് യൂസ് ചെയ്യുള്ളൂ. H2 എന്നത് സെക്ഷൻ ഹെഡേഴ്സ് ആണ്, മേജർ സെക്ഷൻസ് വിത്തിൻ യുവർ കണ്ടന്റ്. നമ്മുടെ കണ്ടന്റിലുള്ള സബ് പോയിന്റ്സ് ആണ് നമ്മുടെ H2 എന്ന് പറയുന്നത്. സബ് സെക്ഷൻ ഹെഡേഴ്സ് ഈ H2ൻ്റെ അണ്ടറിൽ വരുന്ന സബ് സെക്ഷൻസ് ആണ് ഈ H3 എന്ന് പറയുന്നത്. H4 to H6 എന്ന് പറഞ്ഞാൽ മൈനർ ഹെഡേഴ്സ് ആണ്. സോ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ വളരെ കോമൺലി യൂസ് ചെയ്യുന്നത് ലൈക്ക് നമ്മൾ ഒന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡീപ്പായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് അത് ഭയങ്കര ഒരു വായിക്കാൻ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ H4 to H6 ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുക. അതായത് അത്രയും അതോറിറ്റിയിൽ അത്രയും വാല്യൂ ഉള്ള വെബ്സൈറ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ ആൾക്കാർ അത് വായിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനീഷ്യൽ ഫേസസിൽ ഒരിക്കലും ഈ H4 to H6 ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. സോ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഹെഡ് സെക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, H1 എന്താണ്, H2 എന്താണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കോമെൻറ്റ് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ കൂടി ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ. കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ഇവിടെ ഒരുവിധം എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, നമ്മൾ AI വെച്ചിട്ട് കോണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് അത് ഡ്യൂപ്ലിക്കേഷൻ വരുമോ അല്ലെങ്കിൽ അത് റാങ്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ AI കോണ്ടന്റ് ആണോ ഹ്യൂമൻ ചെയ്ത കോണ്ടന്റ് ആണോ എന്നുള്ളത് ആൾക്കാർക്ക് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് ബോധേഡ് അല്ല എന്നുള്ളത് സെർച്ച് എഞ്ചിൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ക്വാളിറ്റി കോണ്ടന്റ് ആണോ എന്നുള്ളത് മാത്രം. നിങ്ങൾ AI വെച്ചിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്വന്തം എഴുതിയതാണോ എന്നുള്ളത് ഡസൻറ്റ് മാറ്റർ. അവിടുത്തെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. മിക്ക സമയത്തും നമ്മൾ AI വെച്ചിട്ട് നമ്മൾ കോണ്ടന്റ് എഴുതുന്ന സമയത്ത് അതൊരു ക്വാളിറ്റി ഇല്ലാത്ത കോണ്ടന്റ് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മളൊരു റൈറ്റ് എ ബ്ലോഗ് അബൌട്ട് കൗ എന്നുള്ളത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് ChatGPT ആണെങ്കിൽ അത് വെച്ചിട്ടൊരു നോർമൽ സാധനമായിരിക്കും നമുക്ക് തരുന്നത്. പക്ഷെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം, അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിന് പകരം നമ്മൾ AIനെ ട്രെയിൻ ചെയ്യാണ്, നമുക്ക് ഇന്ന രീതിയിലുള്ള സാധനം വേണ്ടുന്നത്, ഞാൻ കോണ്ടെക്സ്റ്റ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾസ് ഞാൻ കൊടുക്കുകയാണ്. ആൻഡ് അതേപോലെ തന്നെ ഞാൻ പറയാണ് എല്ലാ ഫാക്റ്റും വെച്ചിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ കോണ്ടന്റ്. അതായത് ഫാക്റ്റുകൾ എനിക്ക് കാണിച്ചു തരണം, തെളിവ് തരണം, നിങ്ങളിത് എവിടെ നിന്നാണ് ഈ കോണ്ടന്റ് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ രീതിയിൽ ഞാൻ AIനെ ട്രെയിൻ ചെയ്തിട്ട് കോണ്ടന്റ് തരാൻ വേണ്ടി പറയുമ്പോൾ അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ കോണ്ടന്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് നമ്മൾക്ക് അധികം പ്രശ്നം വരാനായിട്ട് ചാൻസ് ഭയങ്കര കുറവായിട്ട്. സോ അത് നിങ്ങൾക്ക് പിന്നെ പോയിട്ട് ഹ്യൂമനൈസ് ചെയ്യേണ്ട ടൂളിലൊന്നും വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് നടക്കില്ല. ലൈക്ക് നിങ്ങൾ എത്ര തന്നെ AI കോണ്ടന്റിനെ ഹ്യൂമനൈസ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാലും അതിൽ വളരെ ചുരുങ്ങിയ ശതമാനം ഓഫ് കോണ്ടന്റ് മാത്രമേ നിങ്ങൾക്ക് മാറി കിട്ടുള്ളൂ. ബാക്കിയൊക്കെ അത് അതേപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത കോണ്ടന്റ് ആയിട്ട് തന്നെയാണ് മാറുക. അപ്പോൾ അത് നിങ്ങൾക്ക് ബെറ്റർ ആക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ ഫാക്റ്റുകളും കാര്യങ്ങളും വെച്ചിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾ കോണ്ടന്റ് കൊടുക്കേണ്ടത്. സോ ദാറ്റ് അതൊരു AI ക്രിയേറ്റഡ് കോണ്ടന്റ് ആണോ അല്ലേ എന്നുള്ളത് ഗൂഗിൾ നോക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. അപ്പം കോണ്ടന്റിന് എപ്പോഴും ക്വാളിറ്റി ഉള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പോഴും എന്താണ് നിങ്ങളുടെ യൂസറിന് വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. യൂസർ എന്തായിരിക്കും ആലോചിക്കുന്നത്, യൂസർ എന്തായിരിക്കും ടൈപ്പ് ചെയ്യാൻ നോക്കുന്നത്, യൂസറിൻ്റെ ആവശ്യം എന്താണ്, യൂസറിന് എന്തായിരിക്കും അറിയേണ്ടത്, അത് നിങ്ങൾ ആലോചിക്കുക. ഇപ്പം നിങ്ങളൊരു ഈ പറഞ്ഞ കാർ വാഷിംഗ് പ്രോഡക്റ്റ്സ് കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചോ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാർ വാഷിംഗ് പ്രോഡക്റ്റ്സിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. കാരണം ഈ കാർ വാഷിംഗ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലേ. ചിലപ്പം കാർ വാഷിംഗ് എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാർ വാഷിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം
കാര്യങ്ങൾ എന്തൊക്കെയാണ്, കാർ വാഷിംഗ് വീട്ടിൽ നിന്ന് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെ പല രീതിയിലും ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ ബ്രാൻഡിൽ നിന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിനെ മേടിക്കാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് നിങ്ങൾ അവിടെ എന്താണ് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാണ് നിങ്ങളുടെ യൂസറായിട്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കണ്ടന്റ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ യൂസറിൻ്റെ ഇൻറ്റൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആ ഇൻറ്റൻറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള കീവേഡ്സും കാര്യങ്ങളും കണ്ടുപിടിക്കുക. ആൻഡ് ആ കീവേഡ്സ് വളരെ നാച്ചുറലി നിങ്ങളുടെ കണ്ടന്റിൽ കൊടുക്കാനായിട്ട് നോക്കുക. സ്റ്റഫ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് അവിടെ ഇവിടെയും ചുമ്മാ വെറുതെ എന്താ പറയുക കോണ്ടന്റിൽ കീവേഡ് കൊണ്ടുപോയി കൊടുക്കരുത്. നാച്ചുറലി ആൾക്കാർക്ക് വേണ്ടുന്ന രീതിയിൽ, ആൾക്കാർക്ക് എന്താ പറയുക ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ എന്ത് ചെയ്യുക, കീവേഡ്സ് കൊടുക്കാനായിട്ട് നോക്കുക. Make it readable. Break text into short paragraph. Use headings and include images to improve readability. നമ്മളിത് പാരഗ്രാഫ് പോലെ ചുമ്മാ ടെക്സ്റ്റുകൾ മാത്രമായിട്ട് ഒറ്റ സ്ട്രക്ചറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വായിക്കാൻ തോന്നില്ല അല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. പകരം നമ്മൾക്കത് എന്താണ് പാരഗ്രാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ചിലപ്പം കുറച്ച് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ചിലത് ഇമേജസ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇവിടെ വേറൊരു കാര്യം കൂടി നോക്കേണ്ടത്, ഭയങ്കര സൈസുള്ള വീഡിയോസ് ഇമേജസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ റാങ്കിങ്ങിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വരുന്ന സെഷൻസിൽ നമുക്ക് നോക്കാം. അപ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലുള്ള അധികം സൈസൊന്നും ഇല്ലാത്ത ഇമേജസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. വീഡിയോസ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇമേജസ് എങ്കിലും നിങ്ങൾ കൊടുക്കുക. ഇൻഫോഗ്രാഫിക്സ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് ലൈൻ ബ്രേക്സ് കൊടുക്കുക. അപ്പോൾ അത് വൃത്തിക്ക് കിടക്കും, ആൾക്കാർക്കത് കറക്റ്റായിട്ട് വായിക്കാനായിട്ട് തോന്നും. സ്ട്രക്ചറൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ H1, H2, H3 പറഞ്ഞില്ലേ, അതൊക്കെ വെച്ചിട്ട് അതിനൊന്ന് സ്ട്രക്ചറൈസ് ചെയ്യുക. സോ ദാറ്റ് അത് റീഡബിൾ ആക്കി മാറ്റുക, ആൾക്കാർക്ക് അത് വായിക്കാൻ തോന്നുന്ന രീതിയിലാക്കി മാറ്റുക. സോൾവ് പ്രോബ്ലംസ്. ഓൾവേസ് സോൾവ് പ്രോബ്ലംസ്. നിങ്ങളുടെ യൂസറിന് ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ കോണ്ടന്റിന് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ആൻസർ ക്വസ്റ്റ്യൻസ് ടു യുവർ ഓഡിയൻസ്. യുവർ ഓഡിയൻസ് ഇസ് ആസ്കിങ് ടു ആൻഡ് പ്രൊവൈഡ് സൊല്യൂഷൻസ് ടു ദെയർ പ്രോബ്ലംസ്. നിങ്ങളിപ്പം ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നതായിരിക്കാം, ചില ആൾക്കാർ റിവ്യൂ നോക്കുന്നതായിരിക്കാം, ചില ആൾക്കാർ റിസർച്ച് ചെയ്യുന്നതായിരിക്കാം, ചില ആൾക്കാർ കറക്റ്റ് ഡയറക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കാം. അങ്ങനെ പല ഇൻറ്റൻഷൻസ് ഉണ്ട്. അപ്പോൾ അതും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കോണ്ടന്റുകൾ നിങ്ങൾ എഴുതേണ്ടത്. സോ ബേസിക്കലി ഹൈ ക്വാളിറ്റി കോണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ്. സോ അത് AI ആണെങ്കിലും ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ളത് എങ്ങനെയാണെങ്കിലും ബേസിക്കലി അത് ക്വാളിറ്റി കോണ്ടന്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് മാറ്റർ ചെയ്യുന്നൊരു കാര്യം. ആൻഡ് AI വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതും കോമെൻറ്റ് ചെയ്തോളൂ. നമുക്കൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കോണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മൾ പറയുന്നത് URL സ്ട്രക്ചറാണ്. സോ URL എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതാ ഇങ്ങനെ വരുന്നതാണ്. നമ്മളൊരു പെർട്ടിക്കുലർ വെബ് പേജിലോടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ നോക്കുമ്പം URL ബാറിൽ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും www.yourwebsite.com/ പിന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ചിലത് ഈ നമ്പർ പോലെ ID വെച്ചുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഇവിടെയൊക്കെ എന്താണ് മെഷീൻ ലേണിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നും ഡയറക്റ്റ് നമ്മുടെ ലാംഗ്വേജസ് ആയിരിക്കില്ല വരുന്നത്, നമ്മൾ വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ വായിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ കുറേ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾക്ക് റീകളക്ട് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾക്കത് കാണുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ലാംഗ്വേജ് രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മൾ കറക്റ്റ് URL ഈ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഈ URL എന്താണ് നമ്മളുടെ ടൈറ്റിൽ ടാഗിൻ്റെ, അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ടൈറ്റിലും ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാണാൻ വേണ്ടി പറ്റും അല്ലേ. അതിൻ്റെ മുകളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, URL കാണാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് URL ഒപ്റ്റിമൈസ് ചെയ്യുവാണെങ്കിൽ ഈ രീതിയിൽ കാണാം. സോ ദാറ്റ് പേഴ്സൺ നോസ്, അല്ലെങ്കിൽ ആ യൂസറിന് മനസ്സിലാവും അവർ എവിടെയാണ് കൊണ്ടുവന്നത്. അവർ ക്ലിക്ക് ചെയ്ത് അവർ പോകുന്നത് SEO ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ് പേജസിലാണ്, അല്ലെങ്കിൽ ബിഗിനർ ഗൈഡ് ടു SEO എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോഗിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അവർക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതും എന്താണ് ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് യൂസേഴ്സിന് അത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ വെൽ സ്ട്രക്ചർഡ് URL ഹെൽപ്പ് ബോത്ത് സെർച്ച് എഞ്ചിൻ ആൻഡ് യൂസർ അണ്ടർസ്റ്റാൻഡ് യുവർ പേജ് കോണ്ടന്റ്. URL നല്ല രീതിയിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സെർച്ച് എഞ്ചിനും അത് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ യൂസറിനും എന്ത് പേജ് കോണ്ടന്റ് ആണ് അത് എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അത് ഈസി ആയിരിക്കും. സോ അതുകൊണ്ട് URL സ്ട്രക്ചർ ചെയ്യുന്നതും
ഓൺ പേജ് SEOയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ഹൈഫൺസ് യൂസ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നതിന് പകരം ഹൈഫൺസ് യൂസ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ഇതേപോലെ ഹൈഫൺസ് യൂസ് ചെയ്യുക. കീപ് URL ഷോർട്ട് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. ഷോർട്ടാണ് ബട്ട് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇവിടെ കണ്ടില്ലേ, ഇത് ബ്ലോഗ് എന്ന് ബ്ലോഗിലോട്ടേക്ക് ബിഗിനേഴ്സ് ഗൈഡ് ടു SEO. ഇത് ഷോർട്ടാണ്, പക്ഷെ ഒരാൾക്ക് മനസ്സിലാവും എന്താണ് SEOൻ്റെ ബിഗിനർ ഗൈഡാണ് അത് എന്നുള്ള കാര്യം. ഓക്കെ, ഇൻക്ലൂഡ് റെലവൻറ്റ് കീവേഡ്സ്. ഇവിടെ റെലവൻറ്റ് ആയിട്ടുള്ള SEO എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ലോവർ കേസ് ലെറ്റേഴ്സ് ഓൺലി. ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മൾ URL സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതൊക്കെയാണ് നമ്മളുടെ ഓൺ പേജ് SEO ചെക്ക് ലിസ്റ്റും ഓൺ പേജ് SEOയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. സോ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കത് പിന്നീട് ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫ് പേജ് SEO ആണ്. ഓഫ് പേജ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് പേജ് മീൻസ് ഇംപ്രൂവിങ് യുവർ വെബ്സൈറ്റ് റെപ്യൂട്ടേഷൻ ആൻഡ് ഒത്തോറിറ്റി ത്രൂ ആക്ടിവിറ്റീസ് ഔട്ട്സൈഡ് യുവർ ഓൺ വെബ്സൈറ്റ്. അതായത് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് പുറമേ നിന്നുകൊണ്ട് നമ്മൾ എന്തെയാണ്, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ അതോറിറ്റി, ട്രസ്റ്റും വാല്യൂ ഒക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. ഓക്കെ, സോ SEOയുടെ കേസിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസർ. അതായത് യൂസറിനെ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാക്കി വെക്കുന്നോ അത്രയും തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്ത് വരാനുള്ള കാര്യം എളുപ്പമാവും അല്ലേ. അപ്പോൾ ഇവിടെ അതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുമോ, എവിടെയൊക്കെ എനിക്ക് എൻ്റെ ഓൺലൈൻ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എവിടെയൊക്കെ ഒരു ട്രസ്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എവിടെയൊക്കെ ഒരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അവിടെ എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അത് നാച്ചുറൽ വേയിൽ നോക്കാം. വെറുതെ എന്താ പറയുക, ലൈക്ക് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, വളരെ നാച്ചുറലായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതോറിറ്റീസും ട്രസ്റ്റും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എന്തുകൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ എന്താ പറയുക വീഡിയോ ചെയ്യിപ്പിക്കുന്നത്? കാരണം എന്താണ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഡേറ്റാ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ വിശ്വാസം ആ ഇൻഫ്ലുവൻസറിൻ്റെ അടുത്തുള്ള വിശ്വാസം ആ പ്രോഡക്റ്റിലും വരും അല്ലേ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മൾ ഔട്ട്സൈഡ് വെബ്സൈറ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പം വളരെ ആൾക്കാർ കൂടുതലും വായിക്കുന്ന സൈറ്റുകളിൽ നമ്മളുടെ പേരുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യും, അവർ നമ്മളെയും കൂടി വിശ്വസിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനത്തെ കേസസ്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിന് ട്രസ്റ്റും അതോറിറ്റിയും ഒക്കെ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ് പേജ് SEO എന്ന് പറയുന്നത്. സോ ഓഫ് പേജ് SEOയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ക്വാളിറ്റി ബാക്ക്ലിങ്സ് വേണം. അതായത് ലിങ്ക്സ് ഫ്രം അതർ ട്രസ്റ്റഡ് വെബ്സൈറ്റ് ദറ്റ് പോയിന്റ് ടു യുവർ കോണ്ടന്റ്. അതായത് പുറമേ ഉള്ള വെബ്സൈറ്റിൽ നിന്നും എൻ്റെ വെബ്സൈറ്റിലോട്ട് ഒരു ലിങ്ക് വേണം. അപ്പോൾ അതെന്താണ്, അതിനാണ് നമ്മൾ ക്വാളിറ്റി ബാക്ക്ലിങ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്താണ് ലൈക്ക് കോണ്ടന്റുകൾ വായിക്കലുണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് വാങ്ങിക്കലുണ്ട്, അല്ലെങ്കിൽ സർവീസസ് എടുക്കലുണ്ട്. അവിടെ എൻ്റെ വെബ്സൈറ്റിന് ഒരു ലിങ്ക് കാണുവാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ എൻ്റെ വെബ്സൈറ്റിൽ കയറാൻ ചാൻസസ് കൂടുതലാണ്. അവിടെ വിശ്വസിക്കുന്ന ആൾക്കാരും എൻ്റെ വെബ്സൈറ്റിനെ വിശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഓട്ടോമാറ്റിക്കലി എൻ്റെ വെബ്സൈറ്റിൻ്റെ ട്രസ്റ്റ് അതോറിറ്റി കൂടാനായിട്ടുള്ള ചാൻസസും ഉണ്ട് അല്ലേ. സോ അതാണ് ക്വാളിറ്റി ബാക്ക്ലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ സിഗ്നൽസ്, ഷെയർസ് ആൻഡ് മെൻഷൻസ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതും എന്താണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ലിങ്കുകൾ, നമ്മൾ വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും എന്താണ്, അവിടെ നിന്നും കൂടുതൽ ആൾക്കാർ അവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് എൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസിലും കോണ്ടന്റിലും പോസ്റ്റേഴ്സിലൊക്കെ എൻ്റെ വെബ്സൈറ്റിനെ ഞാൻ പറയുന്ന സമയം അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ തന്നെ എൻ്റെ വെബ്സൈറ്റിന് ഒരു നല്ല അതോറിറ്റി, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ, കൂടുതൽ ട്രാഫിക് ആൾക്കാർ വരും അല്ലെ, കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് അവിടെ നിന്നും എൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. സോ അതും ഒരു ട്രസ്റ്റും ഒരു അതോറിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെന്താണ്, ഓൺലൈൻ റെപ്യൂട്ടേഷൻ, റിവ്യൂസ്, മെൻഷൻസ് ആൻഡ് ബ്രാൻഡ് സൈറ്റേഷൻസ് അക്രോസ് ദ വെബ്. അതായത് ഓൺലൈൻ റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. നല്ല നല്ല റിവ്യൂസ് എൻ്റെ വെബ്സൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിനെ കുറിച്ചുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ആൾക്കാർ എൻ്റെ ബ്രാൻഡിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, ഒരുപാട് ബിസിനസ് ഡയറക്ടറീസിലൊക്കെ എൻ്റെ ബ്രാൻഡിൻ്റെ പേര് മെൻഷനാണ്. സോ അതൊക്കെ തന്നെ എന്താണ്, എൻ്റെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രാൻഡിൻ്റെ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓഫ്ലൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ഇനി ഓഫ് പേജ് SEOയുടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുക, റിലേഷൻ
റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, കണക്ട് വിത്ത് ഇൻഫ്ലുവൻസർ, ബ്ലോഗേഴ്സ് ആൻഡ് അതർ വെബ്സൈറ്റ് ഓണേഴ്സ്. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർഗാനിക്കലി ആൾക്കാർ നമ്മളുടെ വെബ്സൈറ്റിനെ മെൻഷൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് സംസാരിക്കണം, നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ അവിടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് പല പ്ലാറ്റ്ഫോംസ് ത്രൂ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എനിക്കൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാം, എനിക്ക് വെബിനാർസ് കണ്ടക്ട് ചെയ്യാം, എനിക്ക് ലിങ്ക്ഡിൻ ത്രൂ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഞാൻ നെറ്റ്വർക്ക്, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം അവർക്ക് എൻ്റെ ബ്രാൻഡിനെയും എൻ്റെ കോണ്ടൻറ്റിനെയും ട്രസ്റ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഞാൻ പോലും ആവശ്യപ്പെടാണ്ട് അവർ എൻ്റെ ബ്രാൻഡിൻ്റെ പേരും എൻ്റെ വെബ്സൈറ്റിൻ്റെ പേരും മെൻഷൻ ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ അതാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ പ്രസൻസ്, മെയിൻറ്റെയിൻ ആക്റ്റീവ് പ്രൊഫൈൽസ് ആൻഡ് ഷെയർ കോണ്ടന്റ് റെഗുലർലി. നമ്മളെപ്പോഴും പറയേണ്ടത്, നമ്മൾ SEO ചെയ്യുമ്പം നമ്മൾക്ക് ഓൺലൈൻ പ്രസൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു വെബ്സൈറ്റ് മാത്രം വെച്ചിട്ട് കാര്യമില്ല, അതർ ദാൻ വെബ്സൈറ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി യോജിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SEO എന്ന് പറയുന്ന പ്രോസസ്സ് നല്ല രീതിയിൽ സക്സസ് ആവുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്രസൻസ് മാക്സിമം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡയറക്ടറി ലിസ്റ്റിംഗ്, അതായത് ബിസിനസ് ഡയറക്ടറീസിൽ എൻ്റെ പേരുകൾ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. റിവ്യൂസ് ആൻഡ് മെൻഷൻസ്, എൻകറേജ് ജെന്യൂൻ കസ്റ്റമർ റിവ്യൂസ് ആൻഡ് ബ്രാൻഡ് മെൻഷൻസ്. പിന്നെ എന്താണ്, ഗസ്റ്റ് ബ്ലോഗിങ്, അതായത് വേറെ വെബ്സൈറ്റ്, അതായത് നമ്മളുടെ ഒരേ നീഷിലുള്ള വേറെ വെബ്സൈറ്റുകൾക്ക് വേണ്ടി നമ്മൾ ബ്ലോഗുകൾ എഴുതി കൊടുക്കുക. സോ ബ്ലോഗുകൾ എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ വെബ്സൈറ്റിലോട്ടേക്ക് ഒരു ലിങ്ക് കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു വെബ്സൈറ്റ് എഴുതി കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ നമ്മൾ ചിലപ്പോൾ എഴുതും പ്രൊമോട്ടഡ് ബൈ ഇന്ന ബ്രാൻഡ്, അല്ലെങ്കിൽ ദിസ് ഈസ് റിട്ടൺ ബൈ ഇന്ന ബ്രാൻഡ്, അല്ലെങ്കിൽ ക്രിയേറ്റഡ് ബൈ ഇന്ന ബ്രാൻഡ്. അപ്പോൾ അത് എഴുതുമ്പം അവിടെ എന്താണ്, അവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. എന്താ ലിങ്കാണ് വന്നിട്ടുള്ളത്, എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ആൾക്കാർ അത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ വെബ്സൈറ്റിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. സോ അങ്ങനത്തെ രീതിയിൽ ഗസ്റ്റ് ബ്ലോഗിങ്ങും എനിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓഫ് പേജ് SEOയുടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതർ ദാൻ ദിസ് നമ്മൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ബാക്ക് ലിങ്ക്സിൻ്റെ നമുക്കൊന്ന് നോക്കാം. ബാക്ക് ലിങ്ക്സ് ആർ ലിങ്ക്സ് ഫ്രം അതർ വെബ്സൈറ്റ് പോയിന്റിംഗ് ടു യുവർ site. They act like words of confidence to tell search engines your content is valuable and trustworthy. അതായത് മറ്റുള്ള സ്ഥലത്തു നിന്നും എൻ്റെ വെബ്സൈറ്റിലോട്ട് ഒരു ലിങ്ക് വരുമ്പം അത് എൻ്റെ സെർച്ച് എഞ്ചിന് എൻ്റെ വെബ്സൈറ്റിന് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് അല്ലേ. അപ്പം നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, എനിക്ക് ലിങ്ക് തരുന്ന വെബ്സൈറ്റ് ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കണം, കൂടുതൽ അതോറിറ്റി ഉള്ള വെബ്സൈറ്റുകളായിരിക്കണം. എന്നാൽ മാത്രമാണ് അതിനെക്കൊണ്ട് എനിക്ക് ഉപകാരമുള്ളൂ. അത് വളരെ മോശം വെബ്സൈറ്റാണ്, ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു വെബ്സൈറ്റാണ്, സെക്യൂർഡ് അല്ലാത്തൊരു വെബ്സൈറ്റാണ്. അവിടെ നിന്നുമാണ് എനിക്കൊരു ലിങ്ക് വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള പ്രശ്നങ്ങൾ മൊത്തം എനിക്ക് വരും. എൻ്റെ വെബ്സൈറ്റും ട്രസ്റ്റ് ഇല്ലാത്ത വെബ്സൈറ്റായിട്ട് മാറും, സെക്യൂർഡ് അല്ലാത്ത വെബ്സൈറ്റായിട്ട് മാറും. മൊത്തത്തിൽ റാങ്കിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സും നല്ലതാണോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതാണ് നമ്മുടെ വെബ്സൈറ്റ് ഹയർ അതോറിറ്റി ആൻഡ് ബെറ്റർ റാങ്കിങ്. സോ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ന്യൂസസ്, അല്ലെങ്കിൽ സൈറ്റുകൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി, ബിസിനസ് ബ്ലോഗ്, ഇവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വെബ്സൈറ്റിലോട്ടേക്ക് ഒരു ലിങ്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. മോർ ക്വാളിറ്റി ലിങ്ക്സ് ഫ്രം റെലവൻറ്റ് അതോറിറ്റീവ് സൈറ്റ്സ് ഇസ് ഈക്വൽ ടു ഹയർ സെർച്ച് റാങ്കിങ്സ്. നമ്പർ റെപ്രസെൻറ്റ്സ് the relative SEO value each type of backlink may provide. അതായത് കൂടുതൽ ബാക്ക് ലിങ്ക്സ്, ക്വാളിറ്റി ബാക്ക് ലിങ്ക്സ് റെലവൻ്റ് ആയിട്ടുള്ള അതോറിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ നമ്പേഴ്സ് ഓഫ് ബാക്ക് ലിങ്ക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹയർ സെർച്ച് റാങ്കിങ്സ്. അതായത് അപ്പം അത് സെർച്ച് എഞ്ചിനിൽ എനിക്ക് റാങ്കിങ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ പക്ഷേ വീണ്ടും ഞാൻ പറയാം, നമ്പേഴ്സ് അല്ല ഇവിടെ മാറ്റേഴ്സ്. വാട്ട് മാറ്റേഴ്സ് ഇസ് ക്വാളിറ്റി ബാക്ക് ലിങ്ക്സ് ആയിരിക്കണം എനിക്ക് വേണ്ടുന്നത്. ക്വാളിറ്റി ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. നമ്പർ ഓഫ് ബാക്ക് ലിങ്ക്സ് കൂടിയിട്ട് കാര്യമില്ല, ക്വാളിറ്റി ബാക്ക് ലിങ്ക്സ് തന്നെ എനിക്ക് വേണം സെർച്ച് എഞ്ചിനിൽ ബെറ്റർ ആയിട്ട് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് രണ്ടാമത്തത് ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജീസ്, എങ്ങനെയൊക്കെയാണ് എനിക്ക് ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. കോമൺ അപ്രോച്ചസ് ടു ഏൺ ബാക്ക് ലിങ്ക്സ് ദാറ്റ് ബൂസ്റ്റ് യുവർ സൈറ്റ്സ് അതോറിറ്റി. ഒന്ന്, ഗസ്റ്റ് പോസ്റ്റിംഗ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മളുടെ
നീഷിനോട്, അതായത് എൻ്റെ അതേ ഇൻഡസ്ട്രിയിലുള്ള നീഷിലുള്ള ആൾക്കാർക്ക് ഞാൻ ഗസ്റ്റ് പോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുക, അതായത് ബ്ലോഗുകൾ എഴുതി കൊടുക്കുക. അപ്പോൾ എന്താണ്, എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ വെബ്സൈറ്റിലോട്ടേക്ക് എനിക്കൊരു ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് പറ്റും, നാച്ചുറലി കൊടുക്കാനായിട്ട് സാധിക്കും. സോ അതെന്താണ് എൻ്റെ SEOനെ ഹെൽപ്പ് ചെയ്യാൻ, എനിക്കൊരു ബാക്ക്ലിങ്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്യും. ഓഫ് കോഴ്സ് ഞാൻ അതോറിറ്റി ഉള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനായിരിക്കുമല്ലേ ഞാൻ ബ്ലോഗ് പോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എൻ്റെ വെബ്സൈറ്റിലൊരു ലിങ്കിന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അത് ട്രസ്റ്റബിൾ ആയിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ എന്താ, ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. നല്ല രീതിയിൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല ആൾക്കാരുടെ അടുത്തുമായിട്ട് നമ്മളൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക. ഇനി നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവൻറ്റുകൾ നടത്തുക, വെബിനാർസ് നടത്തുക, ലിങ്ക്ഡിനിൽ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ഇതൊക്കെ തന്നെ എന്താണ്, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ബിൽഡ് ചെയ്യാനായിട്ട് തന്നെ സഹായിക്കുന്ന കാര്യമാണ്. സോ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളുടെ വെബ്സൈറ്റിനെ മെൻഷൻ ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ക്രിയേറ്റിംഗ് ഷെയറബിൾ കോണ്ടന്റ്. മാക്സിമം ആൾക്കാരെ ഷെയർ ചെയ്യാനും ആൾക്കാർക്ക് വാല്യുബിൾ ഉള്ള രീതിയിലുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് എക്സാമ്പിൾ ഇപ്പോൾ ഇൻഫോഗ്രാഫിക്സ് ആയിക്കോട്ടെ, റിസർച്ച് പേപ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള കോണ്ടന്റുകൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പം ലിങ്ക്ഡിനിലൊക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോഗ് സൈറ്റുകളിൽ ഷെയർ ചെയ്യുക. സോ ദാറ്റ് അവിടെ എല്ലാം വാല്യുബിൾ കോണ്ടന്റുകൾ കൊടുക്കുമ്പോൾ ഇത് ആരാ ക്രിയേറ്റ് ചെയ്തത്, ഇത് ആരുടെ ഐഡിയ ആണെങ്കിൽ ഇത് ആരുടെ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ആരുടെ ഇൻഫർമേഷൻ ആണ് എന്നുള്ളത് ആൾക്കാർ നോക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താ വരുന്നത്, എൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് ആൾക്കാരുടെ മനസ്സിലോട്ടേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഷെയറബിൾ കോണ്ടന്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ബാക്ക്ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഓഫ് പേജ് SEO സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെന്താ, ഔട്ട്റീച്ച്. പൊളൈറ്റ്ലി റിക്വസ്റ്റ് ലിങ്ക്സ് ഫ്രം സൈറ്റ്സ് ദാറ്റ് മെൻഷൻ യുവർ ബ്രാൻഡ്സ് ബട്ട് ഡോണ്ട് ലിങ്ക് ടു യു. അതായത് politely request links from sites that mention your brand but don't, അതായത് എൻ്റെ പേര് പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു ലിങ്ക് തരാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. ലൈക്ക് അതായത് ഇന്ന ബ്രാൻഡ് ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് പറയുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് എൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ലൈക്ക് പൊളൈറ്റ്ലി നമുക്ക് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം. സോ അവിടെയാണ് ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മടിയില്ലാണ്ട് നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാനായിട്ട് സാധിക്കും അല്ലേ. സോ ആ രീതിയിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ലിങ്ക് ബിൽഡിംഗ് നമ്മൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓൾവേസ് ഫോക്കസ് ഓൺ ഏർണിംഗ് ലിങ്ക്സ് ഫ്രം ട്രസ്റ്റ്വർത്തി റെലവൻറ്റ് വെബ്സൈറ്റ്. ക്വാളിറ്റി മാറ്റേഴ്സ് മോർ ദാൻ ക്വാണ്ടിറ്റി. ക്വാളിറ്റി മാറ്റേഴ്സ് മോർ ദാൻ ക്വാണ്ടിറ്റി. നമ്പർ ഓഫ് ലിങ്ക്സ് അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്, ക്വാണ്ടിറ്റി ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് 2 ലിങ്കാണ് കിട്ടുന്നെങ്കിൽ ആ 2 ലിങ്ക് ക്വാളിറ്റി ഉള്ള ലിങ്ക് ആണെങ്കിൽ ദാറ്റ് മാറ്റേഴ്സ് അതർ ദാൻ നമ്പർ 5 ലിങ്ക്സ് നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത 5 ലിങ്ക്സ് കിട്ടുന്നതിനേക്കാൾ. ഓക്കെ, സോ always focus on earning links from trustworthy ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള അതോറിറ്റി ഉള്ള വെബ്സൈറ്റിൽ നിന്നും ലിങ്കുകൾ കിട്ടാനായിട്ട് ശ്രമിക്കുക. വെറുതെ പറയാമെന്ന് പറഞ്ഞിട്ട് ലിങ്കുകൾ നിങ്ങൾ ഇപ്പം സെറ്റ് ചെയ്തിട്ട് കാര്യം, ഇതൊക്കെ മേ ബി കുറച്ച് കാലം മുമ്പ് വർക്ക് ആയിട്ടുണ്ടാവും. ലൈക്ക് കീവേഡ് സ്റ്റഫ് ചെയ്യുക, ഒരുപാട് ലിങ്ക് ബിൽഡ് ബാക്ക് ലിങ്ക്സ് ഉണ്ടാക്കിയെടുക്കുക. ബാക്ക് ലിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോസസ്സൊക്കെ ഉണ്ട്. ലൈക്ക് നമ്മൾക്കതൊക്കെ അതിനുള്ള സൈറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളതൊക്കെ നോക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ അങ്ങനെ കുറേ വെറുതെ അനാവശ്യമായിട്ട് ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അടുത്തത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡു ഫോളോ ആൻഡ് നോ ഫോളോ ലിങ്ക്സ്. സോ ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറയുമ്പം നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഡു ഫോളോ ആൻഡ് നോ ഫോളോ ലിങ്ക്സ് ആണ്. അതായത് ചില വെബ്സൈറ്റുകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇവിടെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്, ഇതൊക്കെ വേറൊരു സൈറ്റ്സ് ആണ് അല്ലേ, നമ്മുടെ വെബ്സൈറ്റ് അല്ല. ലൈക്ക് വേറെ തന്നെ ഒരു സോഴ്സ് ആണ്, സെർച്ച് എഞ്ചിൻ അല്ല, ലൈക്ക് വേറെ തന്നെ ഒരു സോഴ്സ് ആണ് അല്ലേ. അപ്പോൾ അവിടെ നിന്നും നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ആക്ച്വലി എന്താണ് ഒരു ലിങ്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ലിങ്ക്ഡിൻ ആണെങ്കിലും അവർ പറയുന്നത് അത് നോ ഫോളോ ലിങ്ക് ആയിട്ടാണ് അവർ സെർച്ച് എഞ്ചിനോട് പറയുന്നത്. അതായത് ഞാൻ എൻ്റെ പേജിൽ നിന്നും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബട്ട് ഞാൻ അതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരവിടെ പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നോ ഫോളോ ലിങ്ക്, സ്പെഷ്യൽ ലിങ്ക് ദാറ്റ് ഡസ് നോട്ട് പാസ് ലിങ്ക് യൂസ് ഓർ SEO വാല്യൂ ടു ദ ലിങ്ക്ഡ് സൈറ്റ്. അപ്പോൾ അവിടെ എന്താണ് ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പം ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ട്രാഫിക്കും സാധനങ്ങളൊന്നും ഒരിക്കലും ഞാൻ ഈ വെബ്സൈറ്റിലേക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇൻസ്റ്റഗ്രാം അവിടെ പറയുന്നത് അല്ലേ. നമ്മൾ ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിനൊക്കെ അൽഗോരിതം പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇവർ ബാക്കിയുള്ള വെബ്സൈറ്റിനെ പുഷ് ചെയ്യില്ല,
അത് എന്തുകൊണ്ടാണ്? കാരണം അവരൊരിക്കലും അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും വേറൊരു സ്ഥലത്തോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസേഴ്സ് ഇറങ്ങി പോകാനായിട്ട് അവർ ആഗ്രഹിക്കില്ല അല്ലേ? അപ്പോൾ അത് ലോജിക്കലി തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ കൊടുക്കുന്നത് എന്താണ്? ഈവൻ ദോ നമ്മൾ നമ്മുടെ സ്റ്റോറീസിലാണെങ്കിലോ നമ്മൾ നമ്മളുടെ ലൈക്ക് മറ്റേ ബയോയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഇൻസ്റ്റാഗ്രാം അത് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അത് കൊടുക്കുന്നത് എന്താണ്? നോ ഫോളോ ലിങ്ക്സ് ആയിട്ടാണ്. അതായത് അവരുടെ ട്രാഫിക്കും അവരുടെ അതോറിറ്റിയും ഞാൻ ഇന്ന വെബ്സൈറ്റിലേക്ക് പാസ് ചെയ്യില്ല. ദാറ്റ് ഈസ് ലിങ്ക് ജ്യൂസ് എന്ന് പറയുന്നത് അതിനെയാണ്. ആ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന വെബ്സൈറ്റിലേക്ക് പാസ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് ഈ നോ ഫോളോ ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ HTML എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് relevant REL is equal to no follow, click here. അതെങ്ങനെയാണ്, ഇതാണ് ഒരു ഫോർമാറ്റ്. നിങ്ങളത് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സോ സെർച്ച് എഞ്ചിൻ എന്താണ്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് സെർച്ച് എഞ്ചിന് വരുന്നത്? ടെൽസ് ഗൂഗിൾ ഐ ആം ലിങ്കിങ് ബട്ട് നോട്ട് എൻഡോസിങ് ദിസ് സൈറ്റ്. ഞാൻ ലിങ്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ എൻഡോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനതിനെ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവരിത് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത കേസിൽ ഡു ഫോളോ ലിങ്ക് ആയിരിക്കും എന്താ? ഓഫ്കോഴ്സ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഞാൻ എൻ്റെ ലിങ്ക് ജ്യൂസും അവർക്ക് പാസ് ചെയ്യാണ്. അതായത് ഒരു വെബ്സൈറ്റിൽ നിന്നും ഇപ്പം എക്സാമ്പിൾ വെറുതെ പറയാം, ലിങ്ക്ഡിനിൽ എൻ്റെ വെബ്സൈറ്റിൽ ലിങ്ക്ഡിൻ അല്ല, വിക്കിപീഡിയയിൽ എൻ്റെ വെബ്സൈറ്റിന് ഞാൻ വിക്കിപീഡിയയിൽ നിന്നും എനിക്കൊരു ലിങ്ക് വന്നിട്ടുണ്ട്, ഒരു ബാക്ക് ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വിക്കിപീഡിയ അവിടെ എനിക്കൊരു ഡു ഫോളോ ലിങ്ക് തരുവാണെങ്കിൽ വിക്കിപീഡിയയിൽ വരുന്ന അതോറിറ്റി, വിക്കിപീഡിയൻ്റെ അതോറിറ്റി, ലൈക്ക് വിക്കിപീഡിയയുടെ ട്രാഫിക് എല്ലാം തന്നെ എന്നിലോട്ടേക്കും പാസ്സാവും, എൻ്റെ വെബ്സൈറ്റിലോട്ടേക്കും പാസ്സാവാനുള്ള ഒരു എന്താ പറയുക സമ്മതമാണ് ഞാൻ കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡു ഫോളോ ലിങ്ക്. ഡിഫോൾട്ട് ലിങ്ക് ടൈപ്പ് ദാറ്റ് പാസസ് ലിങ്ക് ജ്യൂസ്, അതായത് അതോറിറ്റി റെപ്യൂട്ടേഷൻ ഫ്രം വൺ സൈഡ് ടു അനദർ. എന്നെ ലിങ്ക് ചെയ്യുന്ന സൈറ്റിൻ്റെ ട്രസ്റ്റബിലിറ്റിയും അതിൻ്റെ അതോറിറ്റിയും അതിൻ്റെ റെപ്യൂട്ടേഷനും അതിൻ്റെ ട്രാഫിക്കും എല്ലാം തന്നെ അവരെനിക്കും പാസ് ചെയ്ത് തരുന്നുണ്ട്. ദാറ്റ് ഈസ് അവരെന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് ഡു ഫോളോ ലിങ്ക്സ്. അപ്പോൾ അതിന് കൊടുക്കേണ്ട രീതി ഇങ്ങനെയാണ്. എന്താണ് ലൈക്ക് ഇവിടെ നോ ഫോളോൻ്റെ കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഗൂഗിളിൻ്റെ അടുത്ത് പറയണത് എന്താ? ഐ ട്രസ്റ്റ് ദിസ് സൈസ് ആൻഡ് ഐ റെക്കമെൻഡ് ഇറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ലിങ്ക് ഏതാണ്? ഓഫ്കോഴ്സ് നമ്മൾക്ക് കൂടുതലും വേണ്ടുന്നത് ഡു ഫോളോ ലിങ്കാണ്. കാരണം അവരുടെ അതോറിറ്റിയും കൂടി നമ്മൾക്ക് പാസ് ചെയ്തെങ്കിൽ അവരുടെ ലിങ്ക് ജ്യൂസും കൂടി നമ്മൾക്ക് പാസ് ചെയ്ത് കിട്ടണം. അപ്പം നിങ്ങൾ മാക്സിമം ശ്രമിക്കേണ്ടത് ഡു ഫോളോ ലിങ്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഡു ഫോളോ ലിങ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കൂടുതൽ നല്ല നല്ല സൈറ്റുകളിൽ നമ്മൾക്ക് എൻഡോഴ്സ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഗസ്റ്റ് പോസ്റ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ള സൈറ്റുകൾ അപ്രോച്ച് ചെയ്തിട്ട് ലൈക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ നിന്നൊരു ബാക്ക് ലിങ്ക് വാങ്ങിക്കുക, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡു ഫോളോ ലിങ്ക് കിട്ടുള്ളൂ. കൂടുതൽ ഡു ഫോളോ ലിങ്ക് നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സെർച്ച് എഞ്ചിനിൽ റാങ്ക് ചെയ്യാനുള്ളതും ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വാളിറ്റി മാറ്റേഴ്സ് ആൻഡ് നോട്ട് ക്വാണ്ടിറ്റി. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ അതാണ് ഡു ഫോളോ ആൻഡ് നോ ഫോളോ ലിങ്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് ഓഫ് പേജ് SEO നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമൻറ്റിൽ പറയാം. സോ ദാറ്റ് നമ്മൾക്ക് അതിന് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനും പറ്റും. അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ സെക്ഷൻസ് കാര്യങ്ങൾ നമുക്ക് വീഡിയോസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. സോ നൗ കമ്മിങ് ടു ദ ടെക്നിക്കൽ SEO പാർട്ട്. അപ്പം ടെക്നിക്കൽ SEO എന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി കുറച്ച് ബാക്ക് എൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. സോ ഇതാണ് നമ്മളുടെ വെബ്സൈറ്റ് ക്രോൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്ന ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. സോ നമ്മൾക്കറിയാം ക്രോളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് റാങ്കിങ്ങിലോട്ടേക്ക് എത്തുള്ളൂ. കാരണം ക്രോളിംഗ് ചെയ്താൽ മാത്രമാണ് ഇൻഡെക്സിങ് നടക്കുള്ളൂ. ഇൻഡെക്സിങ് സെറ്റായിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ്, അതായത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അവിടെ നമുക്ക് ഓൺ പേജ് കാര്യങ്ങൾ സെറ്റാണ്. ബിക്കോസ് അവിടെ കണ്ടന്റ് സ്ട്രക്ചർ ചെയ്യുമ്പോഴാണ് ബോട്ടിന് മനസ്സിലാവും ഇന്ന സാധനങ്ങളാണ് ഇത് എന്നുള്ളത്. അപ്പോൾ അവിടെ അതിനനുസരിച്ചിട്ടാണ് കണ്ടന്റുകൾ സേവ് ആവുള്ളൂ, അതിനനുസരിച്ചിട്ടാണ് റാങ്കിങ്ങിലോട്ടേക്ക് അത് വരുള്ളൂ അല്ലേ. അപ്പം ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ ക്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ ടെക്നിക്കൽ SEO പാർട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ടെക്നിക്കൽ SEOയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആൻഡ് വൺ മോർ തിങ്, ചില കേസസിൽ നമ്മൾക്ക് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത് ഓൺ പേജ് SEO പാർട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാം.
അതായത് ഓൺ പേജ് എസ്സിൽ നമ്മൾ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്, ലൈക്ക് സ്ട്രക്ചറൈസ് ചെയ്യുന്നതാണ് ബേസിക്കലി നമ്മുടെ കോണ്ടന്റിന്. അതിൻ്റെ തന്നെ ഒരു എക്സ്ട്രാ ലൈക്ക് ബാക്ക് ആൻഡ് വേർഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ടെക്നിക്കൽ ആസ്പെക്ട്സിൽ പറയുന്ന ഒരു വേർഷനാണ് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെക്നിക്കൽ SEO optimizes your website infrastructure so search engine can easily access, crawl and index your site. അതായത് എൻ്റെ വെബ്സൈറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് അതിൻ്റെ ഒരു ആംബിയൻസിൻ്റെ മൊത്തത്തിൽ ഞാൻ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാണ്, സോ ദാറ്റ് സെർച്ച് എൻജിൻ ക്യാൻ ക്രോൾ ആൻഡ് ഇൻഡെക്സ് ആൻഡ് ഫൈനലി ഹെൽപ്പ് ഇൻ റാങ്കിങ്. ക്രോൾ ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും സെർച്ച് എൻജിനെ ഞാൻ ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വെബ്സൈറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് ആ ഒരു സ്ട്രക്ചറിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഫൗണ്ടേഷൻ എൻഷുർ സെർച്ച് എൻജിൻ ക്യാൻ ഫൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ കോണ്ടന്റ് ബിഫോർ എനി അതർ SEO വർക്ക് ക്യാൻ ബി എഫക്റ്റീവ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്ത് തന്നെ സാധനങ്ങൾ വർക്ക് ആവുന്നതിന് മുമ്പ് ആദ്യം നടക്കേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് എൻ്റെ വെബ്സൈറ്റിനെ കണ്ടുപിടിക്കുക, എൻ്റെ വെബ്സൈറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സാധന, ദാറ്റ് ഈസ് ക്രോൾ ചെയ്യുക എന്നുള്ളൊരു സാധന. അപ്പോൾ ക്രോൾ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ സെർച്ച് എൻജിന് എന്താ പറയുക, എൻ്റെ കണ്ടൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ്റിനെ മനസ്സിലാക്കണം. അപ്പം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അവിടെ ടെക്നിക്കൽ SEO ബെസ്റ്റായിട്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്രോളബിലിറ്റി, മേക്കിംഗ് ഇറ്റ് ഈസി ഫോർ സെർച്ച് എൻജിൻ ടു ഫൈൻഡ് ഓൾ ദ പേജസ്. ഓക്കെ, സോ ക്രോളബിലിറ്റി ഉണ്ടായിരിക്കണം എൻ്റെ വെബ്സൈറ്റിന്, ദാറ്റ് ഈസ് ആൾക്കാർക്ക് അല്ലെങ്കിൽ സെർച്ച് എൻജിന് എൻ്റെ കണ്ടൻറ്റുകൾ കണ്ടുപിടിക്കാനും എൻ്റെ കണ്ടൻറ്റ് ലൈക്ക് എല്ലാ പേജസും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വെബ്സൈറ്റിനെ സെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് ദാറ്റ് ഈസ് ക്രോളബിലിറ്റി. രണ്ടാമത്തത് മൊബൈൽ ഫ്രണ്ട്ലി, എൻഷുറിങ് യുവർ സൈറ്റ് വർക്ക്സ് വെൽ ഓൺ ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വെബ്സൈറ്റ് നമ്മുടെ മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ, ഞാനാണെങ്കിൽ കൂടി ഞാൻ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് ഞാൻ ഡയറക്റ്റ് പോയിട്ട് ലാപ്ടോപ്പിൽ നോക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ടായിരിക്കും ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പം എൻ്റെ ഫോണിൽ ആ വെബ്സൈറ്റ് എനിക്ക് എങ്ങനെ കാണാൻ വേണ്ടി പറ്റും, ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ. ഞാനോ ഇതിലിങ്ങനെയാണ്, എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വെബ്സൈറ്റിൽ ലൈക്ക് ലാപ്ടോപ്പിൽ പോയി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പോയിട്ട് ചെയ്ത് നോക്കുക എന്ന് വിചാരിക്കാൻ നിൽക്കില്ല. എൻ്റെ ഇംപ്രഷൻ എന്ന് പറയുന്നത്, എനിക്ക് ആ വെബ്സൈറ്റിനോട് എല്ലാ കോണ്ടന്റിനുള്ള ഇംപ്രഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം എവിടെയാണ് നോക്കുന്നത് അവിടെ കിട്ടുന്ന സാധനമാണ്. അപ്പം മൊബൈൽ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. AMP പേജസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്, അതായത് മൊബൈൽ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മൊബൈലിൽ നോക്കുമ്പം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ എന്നുള്ളതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ എന്താണ് സൈറ്റ് സ്പീഡ്, മേക്കിംഗ് യുവർ വെബ്സൈറ്റ് ലോഡ് ക്വിക്ക്ലി ഫോർ ബെറ്റർ യൂസർ എക്സ്പീരിയൻസ്. ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറി അതിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, കറങ്ങിക്കൊണ്ടേയിരിക്കുക, നമ്മൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമുണ്ടോ? ഇല്ല അല്ലേ. നമ്മളതിനെ സ്കിപ്പ് ചെയ്ത് വേറെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. സോ അവിടെ സൈറ്റ് സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൈറ്റിന് വളരെ ലോ ആയിട്ട് ലോഡ് ചെയ്താണെങ്കിൽ നമ്മുടെ സൈറ്റ് അത് ഭയങ്കരമായിട്ട് മോശം എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ സൈറ്റ് സ്പീഡ് നമ്മൾ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യണം. പെട്ടെന്ന് തന്നെ എൻ്റെ വെബ്സൈറ്റ് ലോഡാവുന്ന രീതിയിൽ, വെബ്സൈറ്റ് മാത്രമല്ല അതിലുള്ള എല്ലാ കോണ്ടൻറ്റും പെട്ടെന്ന് ലോഡാവുന്ന രീതിയിൽ ഞാൻ അതിനെ സ്ട്രക്ചറൈസ് ചെയ്യണം. സെക്യൂരിറ്റി, പ്രൊട്ടക്റ്റിംഗ് യുവർ വെബ്സൈറ്റ് വിത്ത് HTTPS. ഈ HTTPS എന്ന് പറയുന്ന ലേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. HTTPS എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ സെക്യൂർഡ് ആക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈ ഒരു S എന്ന് പറയുന്നത്. ഓക്കെ, SSL സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനെ പറയുക. അപ്പോൾ നമ്മളൊരു ഹോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ SSL സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ വെബ്സൈറ്റ് എന്താവുന്നത്, സെക്യൂർഡ് ആവുന്നത്. ഓക്കെ, സോ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്കൽ SEOയുടെ ടേമിൽ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ വെബ്സൈറ്റിനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് HTTPS ഇമ്പോർട്ടൻ്റ് ആണ്, ദാറ്റ് ഈസ് SSL സർട്ടിഫിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ സെക്യൂർഡ് ആക്കി വെക്കുക എന്നുള്ളത്. ഫാസ്റ്റ് ലോഡിങ് വേണം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡ് ആവണം, സ്പീഡ് എൻഹാൻസ് ചെയ്യണം, റെസ്പോൺസീവ് ആവണം. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും URL മിസ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ അത് ലോഡ് ആവാണ്ടിരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. പിന്നെ Robot.txt, അതായത് Robot.txt എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിൽ എന്തൊക്കെ പേജസ്
എന്താ പറയുക ക്രോൾ ചെയ്യണം, ഇൻഡെക്സ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. സെർച്ച് എഞ്ചിന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് നമ്മൾ Robot.txt എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വെബ്സൈറ്റിൽ ഒരു 1000 പേജസ് ഉണ്ട് അല്ലേ, അതിൽ മേ ബി എൻ്റെ ലോഗിൻ പേജ് ഉണ്ടാവാം, എൻ്റെ എന്താ പറയുക പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് പേജസ് അതിലുണ്ടാവാം, എൻ്റെ ലൈക്ക് എന്താ പറയുക ഇപ്പോൾ പർച്ചേസ് ഇ-കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ടുള്ള പേജസ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ലോഡ് ആവേണ്ട ആവശ്യമുണ്ടോ? ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ. സോ ദാറ്റ് എനിക്ക് സെർച്ച് എഞ്ചിൻ്റെ അടുത്ത് പറയാം എനിക്ക് ഇന്ന പേജസ് എനിക്ക് ലോഡ് ചെയ്യേണ്ട, ഡിസ്അലൗ ചെയ്യുക, അതായത് ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നില്ല എന്ന് എനിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ Robot.txt എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഇതിന് സൈഡിനൊരു സ്ട്രക്ചർ ഉണ്ടാവണം. ഇവിടെ നിങ്ങൾക്ക് XML എന്ന് കാണാൻ വേണ്ടി പറ്റും. XML എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. സോ XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 1000 പേജസ് ഉണ്ടല്ലേ, ഈ 1000 പേജസും ഉണ്ട് എന്നുള്ളത് ഞാൻ വെബ്സൈറ്റിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു ബോട്ട് വന്നിട്ട് ഓരോന്നും ഇൻഡിവിജ്വലി ഇങ്ങനെ 1000 പേജസ് നോക്കുന്നതിന് പകരം 1000 പേജസ് ഉണ്ട് എൻ്റെ വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആ 1000 പേജസിനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് XML എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്നതാണ് നമ്മളുടെ വെബ്സൈറ്റിൽ. ഇപ്പോൾ വേർഡ്പ്രസ്സിലൊക്കെ ആണെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കലി XML ആണെങ്കിലും Robot.txt ആണെങ്കിലൊക്കെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് നിങ്ങളിത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേർഡ്പ്രസ്സിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യോസ് പ്ലഗിൻസ് ഒക്കെ പറഞ്ഞിട്ട് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്നതാണ്. അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും SEO അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രാക്ടിക്കലി പഠിക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ്. നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ലൈക്ക് എൻട്രിയുടെ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് ഒരു വേർഡ്പ്രസ് സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് അതാണ് നിങ്ങൾ റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. സോ അതിൽ നിങ്ങൾക്ക് പക്കാ പ്രാക്ടിക്കലി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. സോ അത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ കൗൺസിലടുത്ത് സംസാരിക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഇവിടെ XML മാപ്പ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. നമ്മൾ സെർച്ച് എഞ്ചിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത്രയും പേജസ് ഉണ്ട് എന്നുള്ളത്. ഇത് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല, യൂസറിന് കാണാൻ വേണ്ടി പറ്റില്ല, ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യമാണ്. സെർച്ച് എഞ്ചിനാണ് അത് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി അതല്ല, നമ്മൾ എന്താണ് ഇതിൻ്റെ തന്നെ HTML എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പും കൂടിയുണ്ട്, ഒരു സൈറ്റ് മാപ്പും കൂടിയുണ്ട്. ഇതിനെ സൈറ്റ് മാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണെങ്കിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി അത് യൂസറിൻ്റെ ഒരു റോഡ് മാപ്പ്, ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ HTML എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ആമസോണിൻ്റെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിയിൽ HTML മാപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ലൈക്ക് അതിൻ്റെ ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ അവർ കുറേ വെബ് പേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ HTML മാപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആമസോണിൽ എന്തോരം വെബ് പേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ അതാണ് ബേസിക്കലി HTML എന്ന് പറയുന്നത്. XML എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡിൽ സെർച്ച് എഞ്ചിന് ക്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യാൻ എളുപ്പത്തിന് എന്തോരം പേജസ് എൻ്റെ എന്താ പറയുക ലൈക്ക് എൻ്റെ വെബ്സൈറ്റിൽ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആൻഡ് Robot.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 പേജസിൽ എന്തൊക്കെ പേജസ് അലൗ ചെയ്യണം, എന്തൊക്കെ പേജസ് അലൗ ചെയ്യേണ്ട എന്നുള്ളത് പറയുന്നതാണ്. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാനൊരു ഇ-കൊമേഴ്സ് സൈറ്റാണ്, എനിക്കൊരു മെൻസിൻ്റെ ടീഷർട്ടിൻ്റെ പേജിൽ പക്ഷേ പോളോ ടീഷർട്ട് എനിക്ക് സ്റ്റോക്ക് ഔട്ട് ആയി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. അപ്പം മെൻസിൻ്റെ ടീഷർട്ടിൻ്റെ ഉള്ളിലാണ് ഈ പോളോ ടീഷർട്ട് ഉള്ളത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എനിക്ക് സെർച്ച് എഞ്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം മെൻസിൻ്റെ ടീഷർട്ടിൻ്റെ പേജ് ഫോളോ ചെയ്തോ, അതായത് അലൗ ചെയ്തോ, ഇൻഡെക്സ് ചെയ്യാൻ അലൗ ചെയ്തോ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്ത് അലൗ ചെയ്യേണ്ട, പോളോ ടീഷർട്ടിൻ്റെ പേജ് ഇൻഡെക്സ് ചെയ്യാനായിട്ട് അലൗ ചെയ്യേണ്ട എന്നുള്ളത് എനിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ Robot.txt ഫയൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് പക്ക ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നുള്ളത് സ്ട്രക്ചർ ഡേറ്റ അല്ലെങ്കിൽ സ്കീമ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ വെബ്സൈറ്റിനെ സ്ട്രക്ചറൈസ് ചെയ്യണത്. നിങ്ങൾ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില റിസൾട്ട് ഇപ്പം ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. പക്ഷേ ചില കേസസിൽ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ആ വെബ്സൈറ്റിൽ തന്നെ മൾട്ടിപ്പിൾ വെബ്സൈറ്റിലോട്ടേക്കുള്ള വേറെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു സ്കീമയാണ്. ഇനി അതിൽ റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, FAQs നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം തന്നെ എന്താണ് എക്സ്ട്രാ ബെനിഫിറ്റ് നിങ്ങളുടെ പേജിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ
സ്കീമ മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഡേറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ ഇതെല്ലാം തന്നെ ഞാൻ വെബ്സൈറ്റിനെ സ്ട്രക്ചറൈസ് ചെയ്യാണ്, അതിൻ്റെ ആംബിയൻസ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞാൻ ബെറ്റർ ആക്കാണ്. സോ ദാറ്റ് ബേസിക്കലി ഒരു ക്രോളർ വന്നിട്ട് ഒരു സ്പൈഡർ വന്നിട്ട് എൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇന്ന കാര്യങ്ങൾ അടുക്കി ചിട്ടപ്പെടുത്തിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടാവും. സോ അതിനെയാണ് ഞാൻ ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് ഒരു ഓൺ പേജ് SEOയുടെ ഒരു ഫോർമാറ്റും കൂടി തന്നെയാണ് ഇത്. ലൈക്ക് ഇത് നമ്മൾ എന്താണ് കോണ്ടന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെക്നിക്കൽ SEOയുടെ എന്താ പറയുക ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി ഡിസൈൻ ആയിരിക്കണം. ഓഫ്കോഴ്സ് നമ്മൾ പറഞ്ഞു HTTPS സെക്യൂരിറ്റി, അതായത് SSL സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കണം, SSL സർട്ടിഫിക്കറ്റ്. ഓക്കെ, പിന്നെ എന്താണ് ഫിക്സ് ബ്രോക്കൺ ലിങ്ക്സ്, അതായത് ചില സമയത്ത് നമ്മൾ 404 എററൊക്കെ നമുക്ക് വരുന്നുണ്ടാവും അല്ലേ. അതായത് ചിലപ്പം ചില ലിങ്കുകൾ ബ്രോക്കൺ ആയിരിക്കും, ചിലപ്പം മേ ബി അത് പല റീസൺസും ആയിരിക്കാം. മേ ബി അതിന് ഇൻഡെക്സ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ലോഡ് ആവാത്തതായിരിക്കും, അല്ലെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ 404 എററൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനൊരു പ്രിവെൻഷനായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം. സോ അതിനാണ് നമ്മൾ റീഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 404 എറർ വന്നു കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ വേറെ ഏത് ടെമ്പററി ലിങ്ക് നമ്മൾ എന്താണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. സോ അതിന് നമ്മൾ റീഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. സോ ഫിക്സ് ബ്രോക്കൺ ലിങ്ക്സും ടെക്നിക്കൽ SEOയിൽ വരുന്ന ഒരു കാര്യമാണ്. സൈറ്റ് സ്പീഡ് എൻഹാൻസ് ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ലോഡ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഒപ്റ്റിമൈസ് ലോഡിംഗ് ടൈംസ് ഫോർ ബെറ്റർ യൂസർ എക്സ്പീരിയൻസ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ വെബ്സൈറ്റിൽ കയറി പെട്ടെന്ന് തന്നെ ലോഡായി വെബ്സൈറ്റിൽ കയറി നമ്മളത് സ്ക്രോൾ ചെയ്ത് താഴെ വന്ന് എന്തെങ്കിലും ഇമേജ് ലോഡാവാൻ ടൈം എടുക്കാം. നമ്മൾ വീണ്ടും താഴത്തോട്ടേക്ക് പോയി അവിടെയുള്ള അടുത്ത ഇമേജ് ലോഡാവാൻ ടൈം എടുക്കാം. അവിടെ ഒരു ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു, ഇൻറ്റേർണൽ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു, അത് ലോഡാവാൻ ടൈം എടുക്കാം. ഇതെല്ലാം തന്നെ യൂസറിൻ്റെ എക്സ്പീരിയൻസിനെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്താനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ ആ വെബ്സൈറ്റ് ലീവ് ചെയ്തിട്ട് അടുത്ത വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ അതെന്താണ് ഭയങ്കരമായിട്ട് നമ്മുടെ റാങ്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് അതൊരിക്കലും പാടില്ല. XML Sitemap ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണത്. ക്രിയേറ്റ് ആൻഡ് സബ്മിറ്റ് എ മാപ്പ് ഓഫ് യുവർ പേജസ് ടു സെർച്ച് എൻജിൻസ്. അതായത് സെർച്ച് എൻജിൻസിന് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് XML Sitemap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ബേസിക്കലി സെർച്ച് എൻജിൻ്റെ അടുത്ത് ഞാൻ പറയാണ് ഇന്ന കാര്യങ്ങൾ ഇന്ന പേജസ് ആണ് നിങ്ങൾ അതായത് എൻ്റെ വെബ്സൈറ്റിലുള്ളത്, ഇതൊക്കെ തന്നെ നിങ്ങൾ ക്രോൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ സ്ട്രക്ചർ ഡേറ്റ, അതാണ് നമ്മൾ പറഞ്ഞ സ്കീമ. ഓക്കെ, സ്കീമ മാർക്കപ്പ്. സോ ആഡ് സ്കീമ മാർക്കപ്പ് ടു ഹെൽപ്പ് സെർച്ച് എൻജിൻസ് അണ്ടർസ്റ്റാൻഡ് കോണ്ടന്റ്. അതായത് വീണ്ടും ഇത് FAQs ആണ്, അല്ലെങ്കിൽ ഇവിടെ FAQs ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ റിവ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ലൈക്ക് ലൊക്കേഷൻസ് ഉണ്ട്, ഇവിടെ മാപ്പ് ഉണ്ട്, അങ്ങനത്തെ രീതിയിൽ ഞാൻ ഇത് റെസിപ്പീസ് ആണ് ലൈക്ക് അങ്ങനെ ഞാൻ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്ത് ഇതാണ് എൻ്റെ കോണ്ടന്റ് ഈസ് ഓൾ അബൌട്ട് എന്നുള്ള രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കീമ ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ടെക്നിക്കൽ SEOയുടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്, ഓരോന്നായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. അത് പേജ് സ്പീഡ്. വൈ ഇറ്റ് മാറ്റേഴ്സ്. ഫാസ്റ്റർ വെബ്സൈറ്റ്സ് ഇസ് ഈക്വൽ ടു ഹാപ്പിയർ വിസിറ്റേഴ്സ് പ്ലസ് ബെറ്റർ റാങ്കിങ്സ്. എപ്പോഴും ലോഡിങ് കൂടുതലുള്ള വെബ്സൈറ്റുകളാണ് എന്താ പറയുക കൂടുതൽ ഹാപ്പി കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുന്നതും അത് ത്രൂ ബെറ്റർ എന്താ പറയുക ലൈക്ക് റാങ്കിങ്സ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന നിങ്ങളുടെ യൂസർ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഗൂഗിളും ഹാപ്പി ആവും. ബിക്കോസ് ഗൂഗിൾ എങ്ങനെയാണ് ഹാപ്പി ആവുന്നത്, കാരണം സെർച്ച് എൻജിൻ വിചാരിക്കുന്നത് ഞാൻ നല്ല ഒരു റിസൾട്ടാണ് സെർച്ച് എൻജിൻ്റെ യൂസറിന് കൊടുത്തത് എന്നുള്ളതാണ്. സോ ഓട്ടോമാറ്റിക്കലി അത് റാങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ Google consider page speed a ranking factor and users tend to leave sites that take more than 3 seconds to load. 3 സെക്കൻഡിന് കൂടുതൽ സമയം ആൾക്കാർ അതിൻ്റെ മുകളിൽ ഇരിക്കില്ല. 3 സെക്കൻഡിന് കൂടുതലായിട്ട് സമയം എടുക്കുകയാണ് നിങ്ങളുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യാനെങ്കിൽ ഉറപ്പായിട്ടും യൂസേഴ്സ് അവിടെ ലീവ് ചെയ്ത് വേറെ വെബ്സൈറ്റിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗൂഗിളും വിചാരിക്കുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിൽ റെലവൻറ്റ് കോണ്ടന്റ് ഇല്ല, ആൾക്കാർക്ക് അവരുടെ യൂസറിന് വേണ്ട റെലവൻറ്റ് കോണ്ടന്റ് ഇല്ല എന്നാണ്. അപ്പം പിന്നീട് റാങ്കിങ് ചെയ്യാനായിട്ട് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് നല്ല രീതിയിൽ എന്താ പറയുക റാങ്കിങ്ങിനൊരു വലിയ ഫാക്ടർ തന്നെയാണ്. ഓക്കെ, then a 1 second delay in page load time can lead up to 7% reduction in conversions and 11% fewer page views.
1 സെക്കൻഡ് ഡിലേ ആണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. 1 സെക്കൻഡ് ഡിലേ വന്നു കഴിഞ്ഞാൽ 7% കൺവേർഷൻ റേറ്റിൽ റിഡക്ഷൻ വരുന്നത്. അതായത് 7% ആൾക്കാർ നിങ്ങൾക്ക് കൺവേർട്ട് ആവുന്നതിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമാവും. അതുമാത്രമല്ല 11% വരെ പേജ് വ്യൂസ് നിങ്ങൾക്ക് നഷ്ടം. പേജിലോട്ടേക്ക് വന്നു കഴിഞ്ഞാലാണ് കൺവേർട്ട് ആവുള്ളൂ അല്ലേ. അപ്പോൾ ആ പേജ് വ്യൂസിലോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ കൺവേർഷൻ നിങ്ങൾക്ക് നടക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ പേജ് സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഹൗ ടു ഇംപ്രൂവ് പേജ് സ്പീഡ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് പേജ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഒപ്റ്റിമൈസ് ഇമേജസ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നിങ്ങൾ കോണ്ടന്റ് ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ട്രക്ചറൈസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി കോണ്ടന്റ് കൊടുക്കുമ്പോൾ സ്ട്രക്ചർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റീഡബിലിറ്റി ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇമേജസും വീഡിയോസും ഒക്കെ കൊടുക്കുമ്പോൾ ആ ഇമേജസും വീഡിയോസും ഒക്കെ ലോഡ് ചെയ്യാൻ സമയം എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലിയും അത് നിങ്ങളുടെ പേജ് സ്പീഡിനെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ ആ ഇമേജസും, കാരണം ഈ ഇമേജസും വീഡിയോസും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ജാവാ സ്ക്രിപ്റ്റും അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ തന്നെ വലിയ ഹ്യൂജ് സൈസ് ഉള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പം ഇമേജസ് കംപ്രസ് ചെയ്തിട്ട് വേണം എന്താണ് അതിൽ കൊടുക്കുന്നത്. ലൈക്ക് WebP എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ ഇമേജസ് കംപ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലോട്ടൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇമേജസ് ലോഡ് ആവാൻ ടൈം എടുക്കും വിചാരിച്ചിട്ട് ഇമേജസ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ റീഡബിലിറ്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസിനും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആഡ് ചെയ്യണം. പക്ഷേ ആഡ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ കംപ്രസ് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിൽ, അതായത് WebP എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ മിനിമൈസ് കോഡ്, റിമൂവ് അൺനെസസറി ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് CSS. അതായത് നിങ്ങളുടെ ബാക്ക് എൻഡിൽ വരുന്ന കോഡുകൾ, അനാവശ്യമായിട്ടുള്ള കോഡുകളൊക്കെ അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്കൊരു പക്കാ ടെക്നിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ വെബ്സൈറ്റ് ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് തന്നെ ചെയ്തു തരുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, പിന്നെ ഗുഡ് ഹോസ്റ്റിംഗ്, അതായത് നല്ലൊരു ഹോസ്റ്റിംഗ് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് നോക്കുക. അതായത് ഫാസ്റ്റ് സെർവർ റെസ്പോൺസ് ടൈംസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹോസ്റ്റിംഗ് സർവീസ് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ എനേബിൾ കാച്ചിങ്, അതായത് യൂസ് ബ്രൗസർ കാച്ചിങ് ടു സ്റ്റോർ റിസോഴ്സസ് ലോക്കലി. ബ്രൗസർ കാച്ചിങ് എനേബിൾ ചെയ്യുക സോ ദാറ്റ് ലോക്കലി കുറേ ഡേറ്റാസും കാര്യങ്ങളൊക്കെ അതിൽ റിസോഴ്സസ് സ്റ്റോർ ആയിട്ട് പൊയ്ക്കോളും. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേജ് സ്പീഡിനെ ഒന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് പക്ക ഡെവലപ്പർ സൈഡിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെവലപ്പർ സൈഡിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെന്താണ് മൊബൈൽ ഫസ്റ്റ് ഇൻഡെക്സിങ്. ഗൂഗിൾ നൗ പ്രൈമർലി യൂസസ് ദ മൊബൈൽ വേർഷൻ ഓഫ് യുവർ വെബ്സൈറ്റ് ഫോർ ഇൻഡെക്സിങ് ആൻഡ് റാങ്കിങ്. അതായത് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റിനാണ് കൂടുതലായിട്ട് പ്രയോറിറ്റി ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ മൊബൈൽ വേർഷനാണ് ഗൂഗിൾ പെട്ടെന്ന് ഇൻഡെക്സ് ചെയ്യുന്നതും റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതും. സോ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫ്രണ്ട്ലി ഇൻഡെക്സിങ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഓവർ 60% ഓഫ് ഗൂഗിൾ സെർച്ചസ് നൗ കം ഫ്രം മൊബൈൽ ഡിവൈസസ്. നമ്മൾ ആദ്യം പറഞ്ഞു 93% ഓഫ് ആൾക്കാർ ഓൺലൈൻ പ്രസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെർച്ച് എഞ്ചിനിൽ നിന്നാണ്. അതിൽ തന്നെ 60% ആൾക്കാരും ഗൂഗിൾ യൂസ് ചെയ്യുന്നത് ഫോൺ ത്രൂ, അതായത് ഫോൺ ത്രൂ ആണ് ആ ഒരു ഗൂഗിൾ സെർച്ചസ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ വെബ്സൈറ്റിന് നമ്മൾ മൊബൈൽ ഫ്രണ്ട്ലി ആക്കണം. അതുമാത്രമല്ല ഗൂഗിൾ പ്രയോറിറ്റി കൊടുക്കുന്നത് മൊബൈൽ വേർഷനാണ്. സോ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിരിക്കണം നമ്മളും ക്രിയേറ്റ് ചെയ്യുന്നത്. റെസ്പോൺസീവ് ഡിസൈൻ എൻഷുർസ് യുവർ വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ടു എനി സ്ക്രീൻ സൈസ്, പ്രൊവൈഡിങ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ദി യൂസേഴ്സ്. സോ ഗൂഗിൾ സ്മാർട്ട് ഫോൺ ബോട്ട് വിൽ ക്രൗൾ your site as a mobile user would see it. അതായത് ഒരു മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ വെബ്സൈറ്റിന് എങ്ങനെയാണോ കാണുന്നത് അതേ കണ്ണുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ ബോട്ടും നമ്മളുടെ ഗൂഗിൾ സ്മാർട്ട് ഫോൺ ബോട്ടും നമ്മളുടെ സൈറ്റിന് ക്രോൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ടിപ്പിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് നമ്മൾ മൊബൈൽ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗൂഗിൾ ബോട്ട് ഫസ്റ്റ് തന്നെ അല്ലെങ്കിൽ ഗൂഗിൾ ബോട്ട് പ്രയോറിറ്റി കൊടുക്കുന്നതും മൊബൈൽ വേർഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം ഞാൻ എൻ്റെ മൊബൈലിൻ്റെ എക്സ്പീരിയൻസും മൊബൈലിൻ്റെ ഡിസൈനും വെബ്സൈറ്റിൻ്റെ എക്സ്പീരിയൻസും വെബ്സൈറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ് HTTPS ആൻഡ് സെക്യൂരിറ്റി. സോ HTTPS ഇസ് എ സെക്യൂർ വേർഷൻ ഓഫ് HTTP ആഡിങ് എൻക്രിപ്ഷൻ ടു പ്രൊട്ടക്ട് ഡേറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ HTTPക്ക് ഒരു സെക്യൂർ വേർഷൻ കൊടുക്കുന്നതിനാണ് ഞാൻ HTTPS എന്ന് പറയുന്നത്. സെക്യൂർ വെബ്സൈറ്റ് ബിൽഡ്സ് ട്രസ്റ്റ് ഹെൽപ്പ് SEO ബിക്കോസ് ഗൂഗിൾ പ്രയോറിറ്റൈസ് സെക്യൂർ സൈറ്റ്സ് ഇൻ സെർച്ച് റിസൾട്ട്സ്. അതായത് എപ്പോഴും സെർച്ച് എഞ്ചിൻ എന്താ ചെയ്യുന്നത്, സെക്യൂർ ആയിട്ടുള്ള
സൈറ്റുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ വെബ്സൈറ്റിന് നമ്മൾ HTTPS ആക്കി മാറ്റാനായിട്ട് നോക്കണം. വിച്ച് ഇസ് HTTPS എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ലോക്ക് ബട്ടൺ അതിലുണ്ടാവും, വിച്ച് ഇൻഡിക്കേറ്റ്സ് സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്, നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. HTTP ആണെങ്കിൽ യുവർ സൈറ്റ് ഡോട്ട് ഇങ്ങനെയാണത് കാണിക്കുക, വിച്ച് ഇസ് നോട്ട് സെക്യൂർ. ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റെഡ് കളറിലാണ് ഈ ഒരു ലോക്ക് ബട്ടൺ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇതിന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല, ലൈക്ക് അതോറിറ്റി ഇല്ല, വിശ്വസിക്കാനായിട്ട് പറ്റില്ല, സെക്യൂർഡ് ആയിട്ടുള്ള സൈറ്റാണ് എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് ഈ HTTPS എന്നുള്ളത് കാണിക്കുന്നത്. മേക്ക് ഷുവർ യുവർ സൈറ്റ് ഹാസ് SSL സർട്ടിഫിക്കറ്റ്. സോ SSL സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ വെബ്സൈറ്റിന് ഈ HTTPS ആയിട്ട് മാറുന്നത്. ഓക്കെ, സിൻസ് 2014 Google has used HTTPS ranking signal giving secure website a slight advantage in search results. അതായത് 2014 തൊട്ടിട്ട് ഗൂഗിൾ എന്താണ് HTTPS ഉള്ള വെബ്സൈറ്റിനൊരു സെർച്ച് റാങ്കിങ്ങിനൊരു എന്താ പറയുക ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതും ഒരു ഫാക്ടറാണ് നമ്മളുടെ റാങ്കിങ്ങിൽ. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് XML Sitemaps. And XML Sitemap is a file that lists all the pages on your website that you want search engines to find. നമ്മളുടെ സെർച്ച് എഞ്ചിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ വെബ്സൈറ്റിൽ ഇന്ന പേജസ് ഉണ്ട്, അതൊരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് സെർച്ച് എഞ്ചിന് ഈസി ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പേജസിലും ക്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബെനിഫിറ്റ്സ് ഓഫ് XML Sitemaps വെച്ചാൽ ഫാസ്റ്റർ ഡിസ്കവറി ഓഫ് ന്യൂ കോണ്ടൻറ്റ്സ്. ഞാൻ എന്തെങ്കിലും പുതിയൊരു കോണ്ടൻറ്റ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പുതിയൊരു പേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെർച്ച് ബോട്ടിന് മനസ്സിലാവും, ഓക്കെ ഇന്നൊരു കോണ്ടൻറ്റ് അതിൽ ഇന്നൊരു പേജ് അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ബെറ്റർ ക്രോളിംഗ് ഓഫ് യുവർ എൻറ്റയർ വെബ്സൈറ്റ്. എൻ്റെ വെബ്സൈറ്റിൽ ഇത്രയും പേജസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു റോഡ് മാപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെർച്ച് എഞ്ചിന് ക്രോൾ ചെയ്യാനായിട്ട് എളുപ്പമാക്കി കൊടുക്കും. പിന്നെന്താണ്, ഹെൽപ്പ് ഗൂഗിൾ അണ്ടർസ്റ്റാൻഡ് യുവർ സൈറ്റ് സ്ട്രക്ചർ. എൻ്റെ സൈറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുമ്പം അതിനനുസരിച്ച് ഈ ക്രോളിംഗ് ഇൻഡെക്സിംഗ് ഒക്കെ എളുപ്പത്തിൽ നടക്കും. ഓക്കെ, സോ മോസ്റ്റ് വെബ്സൈറ്റ് പ്ലാറ്റ്ഫോംസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് സൈറ്റ് മാപ്പ്. അതായത് WordPress, Shopify പോലുള്ള വെബ്സൈറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി XML ക്രിയേറ്റ് ചെയ്യും. യു ഷുഡ് സബ്മിറ്റ് യുവർ സൈറ്റ് മാപ്പ് ടു ഗൂഗിൾ സെർച്ച് കൺസോൾ ടു ഇംപ്രൂവ് ഇൻഡെക്സിങ്. അപ്പം ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റ് മാപ്സ് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് കൺസോൾ, അത് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. സോ അത് നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ടൂളിൽ നമ്മൾ ഇട്ട് കൊടുക്കണം ഇൻഡെക്സിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടെക്നിക്കൽ SEOയുടെ കേസിൽ നമ്മൾ നോക്കുമ്പം. XML Sitemap ദാറ്റ് ഈസ് റോഡ് മാപ്പ് കൊടുക്കുകയാണ് സെർച്ച് എഞ്ചിന്, ഇത്രയും വെബ് പേജസ് ഉണ്ട് എൻ്റെ വെബ്സൈറ്റിൽ എന്നുള്ളത്. സോ അതിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. വേർഡ്പ്രസ്സും ഷോപ്പിഫൈയിലൊക്കെ ഓട്ടോമാറ്റിക്കലി സൈറ്റ് മാപ്പ് നമുക്ക് കിട്ടും. അത് നമ്മൾ സെർച്ച് കൺസോളിൽ ഇട്ട് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുക്കണം. സോ ദാറ്റ് എന്താണ് നമ്മുടെ ലൈക്ക് ഇൻഡെക്സിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഞാൻ മുമ്പേ നിങ്ങളടുത്ത് പറഞ്ഞു, ക്രോളിംഗ് ഇൻഡെക്സിങ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ട വരും എന്നുള്ളത്. ഓക്കെ, സോ ഇൻഡെക്സിങ് എന്താണ് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെയാണ് സൈറ്റ് മാപ്പിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കീമ. സോ സ്കീമ എന്ന് പറയുമ്പം പല രീതിയിലുള്ള സ്കീമാസ് ഉണ്ട്. സ്കീമ മാർക്കപ്പ് ഇസ് കോഡ് ദാറ്റ് ഹെൽപ്സ് സെർച്ച് എഞ്ചിൻ ടു അണ്ടർസ്റ്റാൻഡ് വെബ് പേജ് കണ്ടന്റ്, എൻഹാൻസിങ് ഇൻഡെക്സിംഗ് accuracy and improving rich snippet visibility which boosts site traffic and SEO performance. So basically സ്കീമ എന്ന് പറയുമ്പോൾ നമ്മളുടെ റിസർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസിൽ നമ്മൾ റിസൾട്ടുകൾ കാണുമ്പം ഈ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ വരുന്ന എക്സ്ട്രാ ആഡഡ് ഓൺ സ്ട്രക്ചറാണ്, കോണ്ടൻറ്റിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. അത് പല രീതിയിലുണ്ട്. റിവ്യൂസ് ഉണ്ട്, ഡിസ്പ്ലേ സ്റ്റാർ റേറ്റിംഗ്സ്, നമുക്ക് സ്റ്റാർ റേറ്റിംഗ്സ് ഒക്കെ നമ്മളുടെ റിസൾട്ടിൻ്റെ അടിയിൽ നമുക്ക് കാണും. റെസിപ്പീസ്, FAQ, ഇവൻറ്റ്, പ്രോഡക്റ്റ്, ലോക്കൽ ബിസിനസ്, ആർട്ടിക്കിൾ, വീഡിയോ, ഇങ്ങനെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സ്കീമാസ് ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾക്ക് സ്കീമ മാർക്കപ്പ് എന്താ പറയുക ഒരു ജനറേറ്റർ ഉണ്ട്, ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ വെച്ചിട്ട് നമ്മൾക്ക് ഇതിൽ എന്ത് സ്കീമയാണോ വേണ്ടുന്നത് ആ സ്കീമ നമ്മൾക്ക് അതിൽ സെറ്റപ്പ് ചെയ്തിട്ട് ആ കോഡ് എടുത്തിട്ട് നമ്മൾ ബാക്ക് എൻഡിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ദാറ്റ് ഇസ് എ പ്രോസസ്സ്, ഒരു പ്രാക്ടിക്കൽ പ്രോസസ്സാണ്. സോ ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സസിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് അതല്ല ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക, നമ്മൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി അതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് എൻ്റെ വെബ് പേജ് എന്തൊക്കെ കോണ്ടന്റ് ആണ് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ വെബ് പേജിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് ഞാൻ സെർച്ച് എഞ്ചിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. പിന്നെന്താണ് canonical tags and duplicate content. Canonical tag prevent duplicate content issues by specifying the preferred URL for indexing, ensuring search engines prioritize the correct page and improve overall site ranking efficiency. അതായത്
കാനോണിക്കൽ ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗുകളുണ്ട്. അത് ഞാൻ എന്താണ് ഇപ്പോൾ ചില കേസസിൽ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റുകൾ വരും അല്ലേ, അതായത് ഒരേ പേരിൽ തന്നെയുള്ള 2 വെബ് പേജസ് ഒക്കെ വരും. അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ കോണ്ടന്റ് അല്ലെങ്കിൽ ഏതാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ആരുടെ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് യൂസ് ചെയ്തിട്ട്? കാനോണിക്കൽ ടാഗുകൾ യൂസ് ചെയ്തിട്ട്. സോ അതും എന്താണ് ടെക്നിക്കൽ എസ്ഇഒയുടെ ഒരു പ്രോസസ്സാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സൈറ്റ് മാപ്പ് നമ്മുടെ സെർച്ച് എഞ്ചിൻ ഇത്രയും ഒരുപാട് പേജസിന് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് ക്രോൾ ചെയ്യണം, ഇൻഡെക്സ് ചെയ്യണം അല്ലേ. സോ അത് പ്രോപ്പറായിട്ട് നടത്തണമെങ്കിൽ പല രീതിയിലുള്ള വെബ് പേജസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. പല രീതിയിലുള്ള വെബ് പേജസ്, അതായത് അത് വേണ്ടുന്നത് യൂസർ കാണേണ്ടതും കാണേണ്ടാത്തതും ചില സമയത്ത് നമ്മൾ 2 പേജസ് എക്സ്ട്രാ നമ്മൾ സെയിം ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല റീസണിൽ പല പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലെല്ലാം തന്നെ അനാവശ്യമായിട്ട് നമ്മുടെ സെർച്ച് എഞ്ചിൻ ബോട്ട് ക്രോൾ ചെയ്യുമ്പം അത് അത്രയും സമയം അവർക്ക് എടുക്കുവാണ്. അപ്പോൾ നമ്മൾക്ക് ആ സമയം റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയാണ് ഇത്രയും പേജസ് ഉണ്ട്, സൈറ്റ് മാപ്പ് വെച്ചിട്ട് ഇത്രയും പേജസ് ഉണ്ടെന്ന് പറയാണ്. Robot.txt വെച്ചിട്ട് ഇതിൽ ഇന്ന പേജസ് എനിക്ക് ഇൻഡെക്സ് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. കാനോണിക്കൽ ടാഗ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഇതാണ്, സോ ഇത് മാത്രം എന്ത് ചെയ്താൽ മതി, ഇൻഡെക്സ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ ആക്ച്വലി റോബോട്ടിനെ ഹെൽപ്പ് ചെയ്യാണ് ബെറ്റർ ആയിട്ട് എൻ്റെ വെബ്സൈറ്റിനെ ക്രോൾ ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റാങ്കിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ് ഹാൻഡ്ലിങ് എറേഴ്സ് ആൻഡ് റീഡയറക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പം ബ്രോക്കൺ ലിങ്ക്സും കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനത്തെ കേസസിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അടുത്ത ആക്ടിവിറ്റി എടുക്കേണ്ടത്? ബ്രോക്കൺ ലിങ്കിൻ്റെ ഒരു വെബ് പേജിലാണ് ഒരു യൂസർ കയറുന്നതെങ്കിൽ അപ്പോൾ അയാൾക്ക് എന്താണ് ഞാൻ കാണിക്കേണ്ടത്, എന്ത് മെസ്സേജാണ് കാണിക്കേണ്ടത്, എവിടത്തേക്കാണ് ഞാൻ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് എഞ്ചിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ത്രൂ ഈ എന്താ പറയുക റീഡയറക്ഷൻ മെത്തേഡ് ത്രൂ. ഓക്കെ, സോ ഇതൊക്കെ തന്നെ നമ്മളുടെ ടെക്നിക്കൽ എസ്ഇഒ പ്രോസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ടെക്നിക്കൽ എസ്ഇഒ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ക തിയോററ്റിക്കൽ പാർട്ടാണ്. ഐ നോ ദാറ്റ് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. സോ ദാറ്റ് നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അവിടെ തിയോററ്റിക്കൽ പാർട്ട് കുറവായിരിക്കും. തിയോററ്റിക്കലി നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. പ്രാക്ടിക്കലായിരിക്കും അവിടെ കൂടുതലായിട്ട് വരുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്ത് SEO ഫസ്റ്റ് ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സസ് ത്രൂ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ കമ്മിങ് ബാക്ക്, അടുത്ത് നമ്മൾ പറയുന്നത് SEO ടെക്നിക്സ് ആണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞത് SEO പില്ലേഴ്സ് ആയിരുന്നു. പ്രോസസ് ഓഫ് SEOs ആണ്. 3 പ്രോസസ്സ് ഉണ്ട്. ഓൺ പേജ് SEO, ഓഫ് പേജ് SEO ആൻഡ് ടെക്നിക്കൽ SEO. ഇവിടെ നമ്മൾക്ക് ആ പ്രോസസ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ടൈപ്പ് ഓഫ് ടെക്നിക്കുകൾ ഉണ്ട്. ദാറ്റ് ഈസ് white hat, black hat and grey hat. Okay, so ഈ white hat, black hat and grey hat എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SEO techniques are typically categorized into 3 types based on how closely they follow search engine guidelines. ഓക്കെ, സെർച്ച് എഞ്ചിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഇന്ന കാര്യങ്ങളായിരിക്കണം വേണ്ടത്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. സോ ആ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന എല്ലാ ടൈപ്സ് ഓഫ് SEO എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിൽ ആദ്യം തന്നെ വൈറ്റ് ഹാറ്റ് SEO നമുക്ക് നോക്കാം. ഫോളോ സെർച്ച് എഞ്ചിൻ ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി, സേഫ് ആൻഡ് അപ്രൂവ്ഡ് മെത്തേഡ്സ് ആണ്. വൈറ്റ് ഹാറ്റ് SEO ആണ് ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് എഞ്ചിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ട് വളരെ എത്തിക്കൽ വേയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റ് ഹാറ്റ് SEO എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ അത് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ബിക്കോസ് നമ്മൾ എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത്. ഓക്കെ, കോമൺ പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ക്വാളിറ്റി കോണ്ടന്റ് ഉണ്ട്, നാച്ചുറൽ ലിങ്ക് ബിൽഡിംഗ് ഉണ്ട്, മൊബൈൽ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, യൂസർ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ക സേഫ് ആണ്, റെക്കമെൻഡഡ് ആണ്. ഓക്കെ, കാരണം ഇവിടെ ഒന്നും തന്നെ നമ്മൾ എത്തിക്സിന് പുറമേ ചെയ്യുന്നില്ല, ഒന്നും തന്നെ നമ്മൾ സെർച്ച് എഞ്ചിനെ പറ്റിക്കുന്നില്ല, ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അതായത് പെട്ടെന്ന് നമുക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാഡായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല, എല്ലാം നാച്ചുറലി ആണ് ചെയ്യുന്നത്. ആൻഡ് ആ മെത്തേഡിനെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേത് ഗ്രേ ഹാറ്റ് SEO ആണ്. ഗ്രേ ഹാറ്റ് SEO എന്ന് പറയുമ്പം അതിന് മുമ്പ് നമുക്ക് ബ്ലാക്ക് ഹാറ്റ് SEO നോക്കാം. ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുന്നത് വയലേറ്റ് സെർച്ച് എഞ്ചിൻ ഗൈഡ് ലൈൻസ്, ക്യാൻ ഗെറ്റ് യുവർ സൈറ്റ് പേഴ്സണലൈസ്ഡ് ഓർ ബ്രാൻഡ്. ഓക്കെ, സോ ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഗൈഡ് ലൈൻസിനെ വയലേറ്റ് ചെയ്യാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ നമ്മൾ കോണ്ടന്റിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് മേ ബി ചിലപ്പോൾ കീവേഡ് സ്റ്റഫ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ലിങ്ക് ബിൽഡിംഗ് ഇതൊക്കെ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അതൊക്കെ ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ
റാങ്കിങ്ങിലോട്ടേക്ക് നമ്മുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ അൽഗോറിതംസ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പാടില്ല. അവിടെയൊക്കെ എന്തൊക്കെ അൽഗോറിതം മാറി, ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് അൽഗോറിതത്തിൽ കണ്ടന്റ് റീച്ച്, അതായത് കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് യൂസറിന് വേണ്ടുന്ന കോണ്ടന്റിന് ക്വാളിറ്റി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അൽഗോറിതം പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുക, ഇതിൻ്റെ ഗൈഡ് ലൈൻസ്, സെർച്ച് എഞ്ചിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ എതിരെ പ്രവർത്തിച്ച് പെട്ടെന്ന് റാങ്ക് ചെയ്യിപ്പിക്കാൻ നോക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കോമൺ പ്രാക്ടീസ് എന്താ? കീവേഡ് സ്റ്റഫിങ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കീവേഡ്സ് ഇട്ട് കൊടുക്കുക. ഹിഡൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിങ്കുകൾ, അതായത് ഇവിടെ ലിങ്ക് ഉണ്ട് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഹിഡൻ ആയിട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഒരു ടെക്സ്റ്റിനൊരു ലിങ്ക് കൊടുക്കുമ്പോൾ അതിന് ആങ്കർ ടെക്സ്റ്റ് എന്നാണ് പറയുക. അതായത് ലിങ്ക് ഉള്ള ടെക്സ്റ്റ് നമ്മൾ ആങ്കർ ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കേഴ്സർ കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് അതൊരു ബ്ലൂ കളറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവിടെ ഒരു ലിങ്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് അവിടെ ലിങ്കുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതെന്തിനാണ്? ലൈക്ക് അവിടെ ലിങ്ക്സ് ഉണ്ട് എന്നുള്ള രീതിയിലും ആൾക്കാരത് റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ്. അതും എന്താണ്, ഒരു ബാഡ് പ്രാക്ടീസാണ്. ക്ലോക്കിംഗ് ആൻഡ് റീഡയറക്റ്റ് ഓർ സ്പാം, അതായത് സ്പാം ആയിട്ടുള്ള, അത് നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റ് ഒന്ന് പക്ഷെ അവർക്ക് കിട്ടുന്ന കോണ്ടന്റ് ഒന്ന്, ആ രീതിയിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്ലോക്കിംഗ് അല്ലെങ്കിൽ റീഡയറക്റ്റ് സ്പാം എന്ന് പറയുന്നത്. ബൈയിങ് ബൾക്ക് ബാക്ക് ലിങ്ക്സ്, അതായത് പൈസ കൊടുത്ത് ഒരുപാട് ബാക്ക് ലിങ്കുകൾ നമ്മൾ മേടിക്കുക, അതൊക്കെ എന്താണ്, ബ്ലാക്ക് ഹാറ്റ് SEO മാറ്ററാണ്. ഇതൊക്കെ മേ ബി ചിലപ്പം ഒരു ടൈമിൽ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ റാങ്കിങ്ങിലോട്ടേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചേക്കാം. പക്ഷേ അത് ഗൂഗിൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈക്ക് വെബ്സൈറ്റ് തന്നെ ബാൻ ചെയ്ത് പോകാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്, ഡേഞ്ചറസ് ആണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഗ്രേ ഹാറ്റ് SEOയിലേക്ക് വരുമ്പം ഇൻ ബിറ്റ്വീൻ ആണ്, അതായത് സംവാട്ട് റിസ്കി പ്രാക്ടീസസ് ദാറ്റ് ബെൻഡ് ദ റൂൾസ് ബട്ട് ഡോണ്ട് ബ്രേക്ക് ദം. അതായത് റൂളുകളൊന്ന് തിരുത്തി എഴുതുക അല്ലെങ്കിൽ അതിനൊന്ന് വളച്ചൊടിക്കുക എന്നുള്ളത് നമ്മൾ നോക്കും, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ റൂളുകൾ നമ്മൾ ബ്രേക്കും ചെയ്യുന്നില്ല. ഇൻ ബിറ്റ്വീൻ വൈറ്റ് ആൻഡ് എന്താ പറയുക, ബ്ലാക്ക് ഹാറ്റ് SEO എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം ഗ്രേ ഹാറ്റ് SEOൻ്റെ കേസിൽ. ഓക്കെ, സോ ഇവിടെ എന്താണ് കോമൺ പ്രാക്ടീസ്? സ്ലൈറ്റ്ലി എക്സസീവ് ലിങ്കിങ്, ഇച്ചിരി കൂടി കൂടുതൽ ലിങ്കിങ് സ്ട്രാറ്റജീസ് നമ്മളതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബൈയിങ് എക്സ്പയർഡ് ഡൊമൈൻസ്, ക്ലിക്ക് ബൈ ടൈറ്റിൽസ്, ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റ് വിത്ത് ട്വിക്സ്. അപ്പോൾ ഇതൊക്കെ കേസിൽ നമുക്ക് ഗ്രേ ഹാറ്റ് SEO നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. റിസ്ക്കിയാണ്. ഇതെപ്പോഴും ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഗ്രേ ഹാറ്റ് SEO കൂടുതലായിട്ടും ചെയ്യുന്നത്. ആസ് എ ബിഗിനർ ഫ്രണ്ട്ലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് വൈറ്റ് ഹാറ്റ് SEO തന്നെയാണ്. സോ ഇവിടെ കുറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളും നമ്മൾ പഠിക്കാനും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനും ഉണ്ട്. എന്നാൽ മാത്രമാണ് ഇതിൽ നമ്മൾ രക്ഷപ്പെട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. ഓൾവേസ് അവോയ്ഡ് ദിസ്. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഹാറ്റ് SEOനെ മാത്രം നിങ്ങൾ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങളുടെ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ഗൂഗിളിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും ബ്ലാക്ക് ഹാറ്റ് SEOയിലോട്ടേക്ക് പോവാണ്ടിരിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ 3 SEO ടെക്നിക്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് ആൻഡ് ഗ്രേ ഹാറ്റ്. ഓക്കെ, സോ അടുത്തത് നമ്മൾ പറയുന്നത് കീവേഡ് റിസർച്ചിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ്. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ കീവേഡിൻ്റെ കേസസ് നമ്മൾ പറഞ്ഞു, കീവേഡ് കൊടുക്കണം, കീവേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, മെറ്റാ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനിൽ, കോണ്ടൻറ്റിൽ, H1 ടാഗിൽ, ഇവിടെ എല്ലാം തന്നെ കീവേഡ്സ് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ദിസ് കീവേഡ്സ്? കീവേഡ്സ് എന്താണ്? കീവേഡ്സ് ആണ് നമ്മളുടെ SEOയുടെ അടിത്തറ എന്ന് പറയുന്നത്. അതായത് ആ അടിത്തറ തെറ്റിക്കഴിഞ്ഞാൽ, കീവേഡ്സ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതും കീവേഡ്സ് കണ്ടുപിടിക്കുന്നതും തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മൊത്തത്തിലെല്ലാം പണി കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കീവേഡ്സ് കണ്ടുപിടിക്കുമ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര സൂക്ഷ്മതയിൽ വേണം നമ്മൾ കീവേഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ keyword research is like figuring out what topics your audience is interested in and how they search for them online. It is a foundation of all successful strategies. Okay, so what is a keyword എന്ന് പറയുമ്പം it is like എന്താണ് നിങ്ങളുടെ യൂസറിന് വേണ്ടുന്നത്, യൂസർ എന്താണ് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇപ്പം കീവേഡ്സ് ആൻഡ് ക്വറി എന്ന് നമുക്ക് പറയാം. ക്വറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെർച്ച് എഞ്ചിനിൽ വന്നിട്ട് ഒരാൾ വന്ന് ടൈപ്പ് ചെയ്യാണ് ഹൗ ടു ഫൈൻഡ് ബെസ്റ്റ് കാർ വാഷിംഗ് പ്രോഡക്ട്സ് എന്നുള്ളത് സെർച്ച് ചെയ്യണം. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ബെസ്റ്റ് കാർ വാഷിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വറിയാണ്. അതായത് ആൾക്കാരെ പല രീതിയിലും സെർച്ച് ചെയ്യാം. ഇത് ഹൗ ടു ഫൈൻഡ്, ഇത് ഗ്രാമറ്റിക്കലി സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് സെർച്ച് ചെയ്യാം. ഹൗ ടു ഗെറ്റ്
കാർ വാഷ് പ്രോഡക്റ്റ്സ് എന്നുള്ളത് സെർച്ച് ചെയ്യാം, കാർ വാഷിംഗ് പ്രോഡക്റ്റ്സ് എന്നുള്ളത് സെർച്ച് ചെയ്യാം, കാർ വാഷിംഗ് പ്രോഡക്ട്സ് ബെസ്റ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. അങ്ങനെ പല രീതിയിലും ആൾക്കാർ സെർച്ച് ചെയ്യാം അല്ലേ. സോ ഇതൊക്കെ ക്വറീസ് ആണ്. അപ്പം അവിടെ എന്താണ് കീവേഡായിട്ട് വരുന്നത്? അപ്പോൾ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് വരുന്ന സാധനം, അല്ലെങ്കിൽ ആൾക്കാർ എന്തിനെക്കുറിച്ചാണ് തപ്പുന്നത്, എന്തിനെക്കുറിച്ചാണ് തിരയുന്നത് എന്നത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? കാർ വാഷിംഗ് പ്രോഡക്റ്റ് ആണ്. സോ ദാറ്റ് ഇസ് ദ കീവേഡ്. ഓക്കെ, സോ അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ കോണ്ടന്റ് നമ്മൾ ഫ്രേസ് ചെയ്യേണ്ടത്. അപ്പം കീവേഡ് മനസ്സിലാക്കി കഴിഞ്ഞ് കീവേഡിനെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കീവേഡ്സിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കീവേഡിനെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഒരു സക്സസ്ഫുൾ SEO സ്ട്രാറ്റജീസിന് ബെസ്റ്റ് ആയിട്ടുള്ള കീവേഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിത്തറയായിട്ടുള്ള കാര്യം, ബേസിക് ഫൗണ്ടേഷൻ ആണത്. ആ ഫൗണ്ടേഷൻ തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോസസ്സും തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ ഫൗണ്ടേഷൻ നമ്മളെപ്പോഴും ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ആദ്യം തന്നെ ഐഡൻറ്റിഫൈ യുവർ ടോപ്പിക്സ്. നിങ്ങൾക്ക് start with brainstorming what your audience want to know about, what problems do they need to be solved and what questions might they ask. അതായത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഓഡിയൻസിനെയാണ്. നിങ്ങളുടെ ഓഡിയൻസ് എന്തൊക്കെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് അവർ നോക്കുന്നത്, അവർ ഏതൊക്കെ രീതിയിൽ അവർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എവിടെയൊക്കെ അവർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ടോപ്പിക്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഓഡിയൻസിന്, നിങ്ങളുടെ യൂസേഴ്സിന് അറിയേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ടോപ്പിക്സ് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ നിന്നും കീവേഡ്സ് പിക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെന്താണ്? ഡിസ്കവർ കീവേഡ്സ്. യൂസ് കീവേഡ് റിസർച്ച് ടൂൾസ് ടു ഫൈൻഡ് സ്പെസിഫിക് ടേംസ് പീപ്പിൾ സെർച്ച് ഫോർ. ലുക്ക് അറ്റ് ദ സെർച്ച് വോളിയം. അതായത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, വൺസ് ആ ടോപ്പിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഓക്കെ ഇന്ന ആൾ ഇന്നതിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അടുത്തത് കീവേഡ് റിസർച്ച് ടൂൾസ് വെച്ചിട്ട് നമ്മൾ ആ കീവേഡ്സ് ബെറ്ററായിട്ട് കണ്ടുപിടിക്കുക. അതായത് ഇപ്പം കാർ വാഷിംഗ് പ്രോഡക്റ്റ്, അതിന് തന്നെ പല രീതിയിലും ആൾക്കാർ എന്ത് ചെയ്യേണ്ടത്? സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് സെർച്ച് വോളിയം ഉണ്ടോ? സെർച്ച് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എത്രത്തോളം ആൾക്കാർ അതിനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഒരാൾ സെർച്ച് ചെയ്യാത്തൊരു സാധനം കൊണ്ടുപോയിട്ട് നമ്മൾക്ക് റാങ്ക് ചെയ്യിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് വലിയ കാര്യമില്ല. ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സാധനം നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ സെർച്ച് വോളിയം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കീവേഡ്സിനെ ഡിസ്കവർ ചെയ്യണം. പിന്നെ അനലൈസ് ആൻഡ് പ്രയോറിറ്റൈസ്. സോർട്ട് കീവേഡ്സ് ബൈ പൊട്ടൻഷ്യൽ വാല്യൂ ആൻഡ് ഗ്രൂപ്പ് റിലേറ്റഡ് ടേംസ് ടുഗെദർ. ഫോക്കസ് ഓൺ കീവേഡ്സ് വിത്ത് ഗുഡ് സെർച്ച് വോളിയം ബട്ട് മാനേജബിൾ കോമ്പറ്റീഷൻ. അതായത് നമ്മൾ ഒരുപാട് കീവേഡ്സ് ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പിക്കപ്പ് ചെയ്യണം, നമ്മൾ ഫിൽറ്റർ ഔട്ട് ചെയ്യണം. അതിൻ്റെ സെർച്ച് വോളിയം, അതിൻ്റെ കോമ്പറ്റീഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതിനെ അനലൈസ് ചെയ്തിട്ട് ഏതാണ് ബെറ്ററായിട്ട് വർക്ക് ആവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പല രീതിയിൽ, ഇപ്പം ഞാനൊരു ട്രിപ്പ് പോവാണ്, ലക്ഷദ്വീപിലോടേക്ക് ഞാനൊരു ട്രിപ്പ് പോവാണ്. അപ്പം പല രീതിയിൽ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പ് ഉണ്ടാവും, ഫാമിലി ട്രിപ്പ് ഉണ്ടാവും, സോളോ ട്രിപ്പ് ഉണ്ടാവും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെല്ലാം കീവേഡ്സ് ആണ്. പക്ഷേ ഇതിനങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കീവേഡ്സ്, അല്ലെങ്കിൽ കപ്പിൾസ് റിലേറ്റഡ് കീവേഡ്സ്, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് കീവേഡ്സ്, അല്ലെങ്കിൽ സോളോ ട്രിപ്പ് റിലേറ്റഡ് കീവേഡ്സ്, ഇങ്ങനത്തെ രീതിയിൽ. അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, ആ സ്ഥലങ്ങൾ വെച്ചിട്ടുള്ള കീവേഡ്സ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? അങ്ങനെ എനിക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്രിയേറ്റ് കണ്ടന്റ് സ്ട്രാറ്റജി. ഈ കീവേഡ്സിനൊക്കെ അനുസരിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യുക? കണ്ടന്റ് ഐഡിയാസും കാര്യങ്ങളും എനിക്ക് കണ്ടന്റ് സ്ട്രാറ്റജീസ് എനിക്ക് ബിൽഡപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിളാണ്. ഇപ്പം ബിഗിനർ SEO ഗൈഡ് കീവേഡ് വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ സെർച്ച് ഇൻറ്റൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ പ്രയോറിറ്റി എന്താണ്, അതിൻ്റെ വോളിയം എന്താണ്, ഇങ്ങനത്തെ കേസ് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ടൈപ്സ് ഓഫ് കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ടൈപ്സ് ഓഫ് കീവേഡ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീവേഡ്സ് serve different purposes in your SEO strategy. Understanding when to use each term will help you to reach the right audience. അപ്പം കീവേഡ്സ് എന്ന് പറയുമ്പം പല രീതിയിലുള്ള കീവേഡ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഷോർട്ട് ടെയിലും ലോങ് ടെയിൽ കീവേഡ്സുമാണ്. LSI കീവേഡ്സ് ജസ്റ്റ് അറിഞ്ഞു വെക്കുക, പക്ഷേ ഇപ്പം അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഷോർട്ട് ടെയിൽ കീവേഡ്സ് നോക്കാം. ഷോർട്ട് ടെയിൽ കീവേഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുന്നത് പോലെ തന്നെ ഷോർട്ടായിട്ടുള്ള കീവേഡ്സ്, അതായത് 1 to 2 letters. ഇപ്പം ഞാനൊരു കാർ വാഷിംഗ് പ്രോഡക്റ്റ്സ് നോക്കുവാണ്, ഓക്കെ, പക്ഷെ ഞാൻ പോയിട്ട് കാർ വാഷിംഗ് എന്നടിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെ റിസൾട്ടുകൾ എനിക്ക് വരാം?
ഇനി പോട്ടെ, ഞാൻ കാർ എന്ന് അടിക്കുവാണ്, എന്തൊക്കെ റിസൾട്ടുകൾ എനിക്ക് വരാം? കാറിനെ പറ്റിയിട്ടുള്ള ഇമേജസ് വരാം, കാറിനെ പറ്റിയിട്ടുള്ള ബ്ലോഗുകൾ വരാം, കാറിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക, അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ എനിക്ക് വരാം അല്ലേ. കാർ വാഷിംഗ് എന്ന് അടിക്കുമ്പോഴോ കാർ വാഷിംഗ് റിലേറ്റഡ് ബ്ലോഗുകൾ വരാം, ഇമേജസ് വരാം, അങ്ങനെ പല രീതിയിലുള്ള സാധനം എനിക്ക് വരാം. സോ അവിടെ പ്രോപ്പറായിട്ട് കാർ വാഷിംഗ് പ്രോഡക്റ്റ്സ് ആണ് വേണ്ടുന്നത് ഞാൻ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര ബ്രോഡായിട്ടുള്ള റിസൾട്ടായിരിക്കും എനിക്ക് അവിടെ വരുന്നത്. ആൾക്കാരുടെ ഇൻറ്റൻറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടോപ്പിക്സിനെ അല്ലെങ്കിൽ അങ്ങനത്തെ കീവേഡ്സിനെയാണ് ഞാൻ ഷോർട്ട് ടെയിൽ കീവേഡ്സ് എന്ന് പറയുന്നത്. വിത്ത് ഹൈ സെർച്ച് വോളിയം ബട്ട് ഹൈ കോമ്പറ്റീഷൻ. ഒരുപാട് ആൾക്കാർ സെർച്ച്, ഇപ്പോൾ കാർ എന്ന് പറയുന്നത് പല ആവശ്യക്കാരും സെർച്ച് ചെയ്യുന്നുണ്ടാവും അല്ലേ. പക്ഷെ അവിടെ എന്താണ്, അവിടെ കാർ വാഷിംഗ് പ്രോഡക്റ്റിൻ്റെ എൻ്റെ വെബ്സൈറ്റ് കയറി വരുന്നത് ഇച്ചിരി മെനക്കേടാണ്. കാരണം അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ സെർച്ച് വോളിയം ഭയങ്കര ഹ്യൂജാണ്, ഭയങ്കര ഹൈ ആണ്. ആൾക്കാർ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഷോർട്ട് ടെയിൽ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലോങ് ടെയിൽ കീവേഡ്സ് എന്താണ്? 3+ വേർഡ്സ്, സ്പെസിഫിക് ഫ്രേസസ് വിത്ത് ലോവർ വോളിയം ബട്ട് ഹയർ കൺവേർഷൻ പൊട്ടൻഷ്യൽ. അതായത് കാർ വാഷിംഗ് പ്രോഡക്ട്സ്, ബെസ്റ്റ് കാർ വാഷിംഗ് പ്രോഡക്ട്സ് ടു ബൈ അല്ലെങ്കിൽ ടു ചൂസ്, അല്ലെങ്കിൽ ബെസ്റ്റ് കാർ വാഷിംഗ് പ്രോഡക്ട്സ് ഫോർ ഇന്ന കാർ, പോളോ കാർ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുമ്പം അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ലൈക്ക് അയാൾ എന്താണ് നോക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ അതിന് നമ്മൾ 3+ വേർഡ്സ് ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് ടെയിൽ കീവേഡ്സ് എന്ന് പറയുന്നത്. സോ അത് സ്പെസിഫിക് ഫ്രേസസ് കൊടുക്കുമ്പോൾ അവിടെ സെർച്ച് വോളിയം കുറവായിരിക്കും. അതായത് ഇയാൾക്കാണ് ഈ ആവശ്യം അല്ലേ, ഈ ആവശ്യമുള്ള ആൾക്കാർ ഭയങ്കര കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ ആ ആവശ്യമുള്ള ആൾക്കാർ മാത്രമായിരിക്കും അങ്ങനെ സെർച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സെർച്ച് വോളിയം കുറവായിരിക്കും, കൺവേർഷൻ പൊട്ടൻഷ്യൽ ഹൈ ആയിരിക്കും. കാരണം അവരെന്താണോ സെർച്ച് ചെയ്യുന്നത് എക്സാക്ട്ലി ആ സാധനം വെച്ചിട്ടുള്ള കണ്ടന്റ് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ കൺവേർഷൻ നടക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എക്സാമ്പിൾ, ദ ബെസ്റ്റ് റണ്ണിങ് ഷൂസ് ഫോർ ഫ്ലാറ്റ് ഫീറ്റ്, ഹൗ ടു ലേൺ SEO ഫോർ ബിഗിനേഴ്സ്. ഇവിടെയൊക്കെ എന്താണ് 3+ വേർഡ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ സെർച്ച് വോളിയം എന്തായിരിക്കും അവിടെ, മീഡിയം ആയിരിക്കും. ഇനി അടുത്ത LSI കീവേഡ്സ് നമുക്ക് നോക്കാം. LSI കീവേഡ്സ് സെമാൻറ്റിക്കലി റിലേറ്റഡ് ടേംസ് ആൻഡ് ഹെൽപ്പ് സെർച്ച് എഞ്ചിൻ അണ്ടർസ്റ്റാൻഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് റെലവൻസ്. അതായത് ഫോർ എക്സാമ്പിൾ, ഫോർ ആപ്പിൾ, ഫ്രൂട്ട്, ന്യൂട്രീഷൻ, ഓർക്കിഡ്, റെസിപ്പീസ്. ഓക്കെ, അപ്പം ഇവിടെ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫ്രൂട്ട് എന്നും അടുത്ത മീനിങ് വരുന്ന സാധനമാണ് അല്ലേ. ന്യൂട്രീഷൻ എന്നുള്ളത് അടുത്ത മീനിങ് വരുന്നതാണ്, ലൈക്ക് ആപ്പിൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് എന്നുള്ള രീതിയിൽ. ഓർക്കിഡ്, റെസിപ്പീസ്, അങ്ങനെ പല രീതിയിലും ഇതിന് എന്താണ് സെമാൻറ്റിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് കൊടുക്കുന്നതിനാണ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ LSI കീവേഡ്സ് എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പം നടക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ LSI കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഇപ്പം വരുന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് മനസ്സിലാക്കുക, ഇതിൽ നമ്മളിപ്പോൾ ടു സ്റ്റാർട്ട് വിത്ത് ബിഗിനർ ഫ്രണ്ട്ലി ആണെങ്കിൽ നമ്മളിപ്പോൾ ലോങ് ടെയിൽ കീവേഡ്സ് കൊടുക്കുന്നതായിരിക്കും. കൺവേർഷൻ ബേസിസിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ, നമ്മുടെ സമയം കുറവാണെങ്കിലൊക്കെ നമ്മൾക്ക് ലോങ് ടെയിൽ കീവേഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അതല്ല നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം സമയമുണ്ട്, അങ്ങനെ നമ്മൾക്ക് നല്ല രീതിയിൽ നമുക്ക് റാങ്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ടെയിൽ കീവേഡ്സിലോട്ടേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ കീവേഡ്സ് എപ്പോഴും നിങ്ങൾ ഡിസ്കവർ ചെയ്ത് കീവേഡ്സിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് കീവേഡ്സിൽ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കീവേഡുകളും കൂടി ടൈപ്സ് ഓഫ് കീവേഡ്സ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക, വിച്ച് ഇസ് മെയിൻലി ഷോർട്ട് ടെയിൽ ആൻഡ് ലോങ് ടെയിൽ കീവേഡ്സ്. ഓക്കെ, ഷോർട്ട് ടെയിൽ കീവേഡ്സ് എപ്പോഴാണ് ബ്രാൻഡ് അവയർനെസ് ആൻഡ് ബ്രാൻഡ് ടോപ്പിക് ടാർഗറ്റിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് ടെയിൽ കീവേഡ്സ് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സ്മൈൽ ദന്തൽ ക്ലിനിക്. ഓക്കെ, സ്മൈൽ ദന്തൽ ക്ലിനിക് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം അറിയുന്ന ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അവിടെ എനിക്ക് ആ സ്മൈൽ ദന്തൽ ക്ലിനിക് എന്ന രീതിയിൽ എനിക്ക് എൻ്റെ കണ്ടൻറ്റ് കാണിക്കണമെങ്കിൽ എനിക്ക് അവിടെ സ്മൈൽ ദന്തൽ ക്ലിനിക് എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഷോർട്ട് ടെയിൽ കീവേഡ്സ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സ്മൈൽ എന്നുള്ള രീതിയിൽ എനിക്ക് ബ്രാൻഡ് ചെയ്യാനായിട്ട് എനിക്ക് നോക്കാം. ലോങ് ടെയിൽ ആണെങ്കിൽ ടാർഗറ്റിംഗ് യൂസേഴ്സ് റെഡി ടു കൺവേർട്ട് വിത്ത് സ്പെസിഫിക് നീഡ്സ്. പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഒരാവശ്യമുണ്ട്, ആ ആവശ്യം വെച്ചിട്ട് അവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കോണ്ടൻറ്റുകൾ കാണിക്കണം. എന്നിട്ട് അത് കാണിക്കുന്ന സമയത്ത് അവിടെ കൺവേർഷൻ കൂടി നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനത്തെ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം, ലോങ് ടെയിൽ കീവേഡ്സ് യൂസ് ചെയ്യാം. പിന്നെ LSI കണ്ടന്റ് എൻറിച്ച്മെൻറ്റ് ആൻഡ് ടോപ്പിക് റീഎൻഫോഴ്സ്മെൻറ്റ്, അതായത് കോണ്ടൻറ്റ്സ് റിച്ച് ആക്കാൻ, അതായത് കോണ്ടൻറ്റിന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് LSI കീവേഡ്സ് എനിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ഷോർട്ട് ടെയിലും ലോങ് ടെയിലും ആണ് നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്തിട്ട് നോക്കേണ്ടത്. ആൻഡ് ആസ് എ ബിഗിനർ ഫ്രണ്ട്ലി ലോങ് ടെയിൽ കീവേഡ്സ് നിങ്ങൾ നോക്കാം. ഓക്കെ,
പിന്നെ നമ്മൾ പറയുന്നത് സെർച്ച് ഇൻറ്റൻറ്റ് ആൻഡ് കീവേഡ് ഇൻറ്റൻറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു പല ആവശ്യമുള്ള ആൾക്കാർ പല രീതിയിൽ ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യും അല്ലേ. ചില ആൾക്കാർക്ക് ഇൻഫോർമേഷന് വേണ്ടിയിട്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത്, ചില ആൾക്കാർ ഇപ്പം സാധനം കിട്ടി ഇപ്പം വാങ്ങിക്കും എന്നുള്ള രീതിയിലായിരിക്കും സെർച്ച് ചെയ്യുന്നത്, ചില ആൾക്കാർ വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് റിവ്യൂ എടുക്കാനായിട്ട് സെർച്ച് ചെയ്യും. അങ്ങനെ പല ഇൻറ്റൻഷൻ ഉണ്ടല്ലേ. അപ്പോൾ ആ ഇൻറ്റൻഷനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കാറ്റഗറൈസ് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഈ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കീവേഡ്സിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യൂസേഴ്സ് ആർ ലുക്കിംഗ് ഫോർ help you create the right content. There are 4 main types. Okay, so intention basically Google അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ SEO ആയിക്കോട്ടെ ഇതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷനാണ്. ലൈക്ക് ആൾക്കാർ ഇൻറ്റൻഷനോട് കൂടി വന്നിട്ട് സെർച്ച് എഞ്ചിനിൽ വന്നിട്ട് സെർച്ച് ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ച് അതിന് റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് അവർക്ക് കിട്ടുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് ഒക്കെ വർക്ക് ആവുന്നത് അല്ലേ. അപ്പോൾ ആ ഇൻറ്റൻഷൻ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റൻഷൻ 4 രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻഫോർമേഷണൽ, പിന്നെ നാവിഗേഷണൽ, പിന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് ട്രാൻസാക്ഷണൽ. ഓക്കെ, സോ ഇൻഫോർമേഷണൽ എന്ന് പറയുമ്പം നമ്മൾക്ക് പേര് പോലെ തന്നെ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ആൾക്കാർ സെർച്ച് ചെയ്യണം. എന്താ പറയുക, വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ഈസ് SEO, അല്ലെങ്കിൽ ഹൗ ടു എന്താ പറയുക ഡു റൂട്ട് കനാൽ, അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്നതാണ് എന്താണ് ഇൻഫോർമേഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി യൂസർ വോണ്ട് ടു ലേൺ സംതിങ് ഓർ ഫൈൻഡ് ആൻസേഴ്സ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഹൗ, വാട്ട്, വിച്ച്, വൈ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വന്ന് സെർച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫോർമേഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ. ഹൗ ടു ബേക്ക് കുക്കീസ്, സിംറ്റംസ് ഓഫ് ഫ്ലൂസ്, വാട്ട് ഇസ് SEO, ഇതൊക്കെ തന്നെ എന്താണ് ഇൻഫോർമേഷണൽ ഇൻറ്റൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നാവിഗേഷണൽ ഇൻറ്റൻറ്റ് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്മൈൽ എന്ന് പറഞ്ഞിരിക്കുന്ന ദന്തൽ ക്ലിനിക്കിന് ആൾക്കാർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഒരാൾ വന്നിട്ട് സ്മൈൽ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എൻട്രി ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ലൈക്ക് എന്താ ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ GST ഫയലിംഗ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ കൊടുക്കുകയാണ്. സോ ഇങ്ങനെ കൊടുക്കുമ്പം അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ദാറ്റ് ദേ നീഡ് ദ ലിങ്ക്, അവർക്ക് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വേണം. കാരണം ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവർക്ക് അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് അവർ വന്നിട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ആ ബ്രാൻഡിനെ അറിഞ്ഞ് വന്ന് അവിടത്തോട്ടേക്ക് നാവിഗേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവിടത്തോട്ടേക്ക് പോകാനുള്ള വഴിയാണ് അവർ ചോദിക്കുന്നത്. ദാറ്റ് ഈസ് URL ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് അങ്ങനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ അറിഞ്ഞ് വരുന്ന ആൾക്കാർ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സാധനത്തിന് നമ്മൾ നാവിഗേഷണൽ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റൻഷനെയാണ് നമ്മൾ നാവിഗേഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. യൂസർ വോണ്ട് ടു ഫൈൻഡ് എ സ്പെസിഫിക് വെബ്സൈറ്റ് ഓർ വെബ് പേജ്, ഫേസ്ബുക്ക് ലോഗിൻ, ആമസോൺ, യൂട്യൂബ് മ്യൂസിക്, ഇത് പക്ക അവർക്ക് അതിൻ്റെ URL ആണ് വേണ്ടുന്നത്, ലോഗിൻ ചെയ്യാനുള്ള പേജ് വെബ്സൈറ്റ് ആണ് വേണ്ടുന്നത്. അപ്പോൾ അത് അറിഞ്ഞ് തന്നെ വന്ന് അവർ സെർച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാവിഗേഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരാൾ വന്ന് ഫേസ്ബുക്ക് എന്ന് അടിച്ച് നോക്കുമ്പം നമ്മളവിടെ കൊടുക്കുന്നത് ആദ്യം നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഫേസ്ബുക്ക് എന്ന് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ലോഗിൻ പേജ് ആയിരിക്കുമല്ലേ കാണുന്നത്, യൂട്യൂബിൽ നിന്ന് അടിച്ച് നോക്കുമ്പോൾ ലോഗിൻ പേജ് ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പേര് അടിച്ച് നോക്കുമ്പോൾ ലോഗിൻ പേജാണ് കാണുന്നത്. അപ്പോൾ അവിടെ ബ്രാൻഡിനെ കുറിച്ച് അറിയാനോ പിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി അറിയാനോ ഒന്നുമല്ല വരുന്നത്. അവിടെ അവർക്ക് ആ URL കയറണം, മെജോറിറ്റി ഓഫ് ആൾക്കാരും URL കയറണം. സോ നമ്മളവിടെ കൊടുക്കേണ്ട റിസൾട്ട് എന്താണ്, URL തന്നെയാണ്. അപ്പോൾ അവിടെ അതാണ് നാവിഗേഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അതാണ് കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ്. യൂസർ ഇസ് റിസർച്ചിങ് ബിഫോർ മേക്കിംഗ് എ പർച്ചേസ്. അതായത് ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് 2025, ഐഫോൺ വേഴ്സസ് ആൻഡ്രോയിഡ്, പ്രോഡക്റ്റ് റിവ്യൂസ്, ഇതൊക്കെ തന്നെ കൊമേഴ്ഷ്യലാണ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എടുക്കുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പം ദന്തൽ ക്ലിനിക്സ്, ബെസ്റ്റ് ദന്തൽ ക്ലിനിക്സ് ഇൻ കൊച്ചിയിലുള്ള ബെസ്റ്റ് ദന്തൽ ക്ലിനിക്സ് അറിയാം. സോ വൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ റൂട്ട് കനാൽ ഓർ റൂട്ട് ക്യാപ്പിങ്ങോ അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ എന്താണ് ലൈക്ക് ആൾ കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ ഏതാ ചെയ്യേണ്ടത്, ബെസ്റ്റ് ഏതാണോ കിട്ടിക്കഴിഞ്ഞാൽ അവരത് ചൂസ് ചെയ്യും. സോ അങ്ങനത്തെ കേസസിലാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. യൂസർ ഈസ് ആക്ച്വലി റിസർച്ചിങ് ബിഫോർ മേക്കിംഗ് എ പർച്ചേസ്. ഒരു പർച്ചേസ് നടത്തുന്നതിന് മുമ്പ് റിസർച്ച് ചെയ്യുന്ന ഫേസിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ട്രാൻസാക്ഷണൽ ഇൻറ്റൻറ്റ് പക്ക ഡയറക്റ്റ് ടു പർച്ചേസ്. അയാൾക്ക് ഇപ്പം കിട്ടിയാൽ ഇപ്പം അയാൾ വാങ്ങിക്കും. അതായത് ബെസ്റ്റ് ഡെന്റൽ ക്ലിനിക് നിയർ മീ എന്നടിക്കുമ്പം അയാൾക്കത് അവിടെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയോമിയാണ് അവർ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നിയോമി സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ
ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അവിടെ ഡയറക്റ്റ് പോയിട്ട് പിച്ച് ചെയ്യും. അപ്പം ഈ ലൈക്ക് നിയോമി എന്നുള്ള കീവേഡ്സ് വരുമ്പോൾ നമ്മൾ കൂടുതലും ലോക്കൽ SEO ആണ് ചെയ്യുന്നത്. സോ ലോക്കൽ SEO എന്താണ്, ലൈക്ക് വാട്ട് ഈസ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കിക്കോളൂ. ഓക്കെ, സോ അപ്പോൾ ട്രാൻസാക്ഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയ ഇപ്പം പർച്ചേസ് ചെയ്യും എന്നുള്ള സ്ഥിതിയാണ്. ഫോർ എക്സാമ്പിൾ ബൈ iPhone 15, ഡിസ്കൗണ്ട് ഷൂസ് ഓൺലൈൻ, സബ്സ്ക്രൈബ് ടു നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെ തന്നെ എന്താണ് ഇപ്പം തന്നെ റിസൾട്ട് എടുക്കും, അല്ലെങ്കിൽ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി വരുന്ന ആൾക്കാരാണ് ട്രാൻസാക്ഷൻ ഇൻറ്റൻറ്റ്. സോ മോസ്റ്റ്ലി ഇൻ മോസ്റ്റ് കേസസ് നമ്മളെപ്പോഴും ഈ 2 സാധനത്തിനെയായിരിക്കും നമ്മളെപ്പോഴും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മൾക്ക് എന്താണ് കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് ഉള്ള ആൾക്കാർ നമുക്ക് വേണം, ട്രാൻസാക്ഷണൽ ഇൻറ്റൻറ്റ് ഉള്ള ആൾക്കാർ നമുക്ക് വേണം. അതായത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ആ പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് വേണം, ആ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷണൽ ഇൻറ്റൻറ്റും വേണം. സോ ദാറ്റ് എനിക്ക് അറിയണം, എനിക്ക് മനസ്സിലാവണം എൻ്റെ ഓഡിയൻസ് ഇതിൽ എന്ത് ടൈപ്പ് ഓഫ് രീതിയിലൊക്കെ ആയിരിക്കാം ആലോചിക്കുന്നത്, എന്ത് ഇൻറ്റൻഷനോടായിരിക്കാം അവർ വരുന്നത്. സോ അതിനനുസരിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇവിടെയൊക്കെ എൻ്റെ കീവേഡ്സിനെ എനിക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പം നമ്മൾ എന്താണ് ലൈക്ക് നമ്മൾ കീവേഡ് റിസർച്ചും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുറേ കീവേഡ്സ് നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ കീവേഡ്സ് ഒക്കെ തന്നെ നമ്മൾക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റൻഷൻ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. സോ ദാറ്റ് നമ്മൾക്ക് ഇച്ചിരി കൂടിയും എളുപ്പമായിരിക്കും, നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോണ്ടൻറ്റുകൾ ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് കോണ്ടൻറ്റുകൾ ബിൽഡ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഈ ഇൻറ്റൻഷൻ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വിൽ ഗിവ് യു പ്രാക്ടീസ്. നിങ്ങളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റൻഷൻസ് ഉണ്ടാക്കുക. അതായത് ഇൻഫോർമേഷണൽ ഇൻറ്റൻറ്റിൽ എന്തായിരിക്കും അവർ നോക്കാൻ വേണ്ടി പോകുന്നത്, നാവിഗേഷണൽ ഇൻറ്റൻറ്റിൽ എന്തായിരിക്കും നോക്കുന്നത്, കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റിൽ എന്താണ്, ട്രാൻസാക്ഷണൽ ഇൻറ്റൻറ്റിൽ എന്താണ്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ ഇടാം. ഓക്കെ, സോ നമുക്കത് നോക്കാമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇൻറ്റൻഷൻ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് കീവേഡ് റിസർച്ച് ടൂൾസ് ആണ്. സോ ഈ ടൂൾസ് പറയുന്നതിന് മുമ്പ് ഐ ടെൽ യു വൺ തിങ്. നമ്മൾക്ക് ടു സ്റ്റാർട്ട് വിത്ത് നമ്മളെപ്പോഴും നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൈ വെച്ച് കുടിക്കാനും എന്താ പറയുക ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ ദാറ്റ് നമ്മൾക്ക് ആ ഒരു മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് ശേഷം നിങ്ങൾക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. സോ നിങ്ങൾ ആദ്യം കീവേഡ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു എക്സൽ ഷീറ്റ് എടുക്കുക. ആദ്യത്തെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെയാണ്. ഗൂഗിൾ തന്നെ നിങ്ങൾക്കൊരു ലോഡ് കീവേഡ്സ് നിങ്ങൾക്ക് പറയാം. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ദന്തൽ ക്ലിനിക് എന്ന് അടിച്ച് നോക്കുമ്പോൾ അതിനോട് റിലേറ്റഡ് ഒരുപാട് ക്വറീസ് നിങ്ങൾക്ക് അതിലുണ്ടാവും. അത് ഒരുപാട് കീവേഡ് ലൈക്ക് ക്വറീസ് ഉണ്ടാവും. ആ ക്വറീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സൽ ഷീറ്റിൽ എടുക്കുക. പിന്നെ അതിൽ ഓരോ റിസൾട്ടുകൾ നിങ്ങൾ അടിച്ച് നോക്കുമ്പോഴും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കീവേഡ്സ് വീണ്ടും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ അതിലെടുക്കുക. പിന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കീവേഡ് പ്ലാനറിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടൂൾസ്, അതായത് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞാൽ ഫ്രീ ടൂളാണ്. സോ ഫ്രീ ടൂളിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ലൈക്ക് നിങ്ങൾക്ക് കീവേഡ്സ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഗൂഗിൾ കീവേഡ് പ്ലാനറിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ഗൂഗിൾ ആഡ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഗൂഗിൾ കീവേഡ് പ്ലാനർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആൻഡ് ഗൂഗിൾ കീവേഡ് പ്ലാനറിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതായത് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഗൂഗിൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ കീവേഡ് റിസർച്ച് ടൂളാണ്. പക്ഷേ SEO ചെയ്യുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കീവേഡ്സ് നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്കിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് നിങ്ങളുടെ സീഡ്, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു കീവേഡ് വെച്ചോ, ദാറ്റ് ഇസ് സീഡ് കീവേഡ് എന്ന് നമ്മൾ പറയുന്നത്. ആ സീഡ് കീവേഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം ലൊക്കേഷൻ, ഇപ്പം നിങ്ങൾക്ക് കേരളയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയാണോ നോക്കേണ്ടത്, ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സീഡ് കീവേഡ് വെച്ചിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കീവേഡ്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതിൽ സെർച്ച് വോളിയം നോക്കാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് കോമ്പറ്റീഷൻ നോക്കാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സെംറേഷോ ഉണ്ട്, വിച്ച് ഈസ് എക്സ്പെൻസീവ്, പേ ടൂളാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് അനാലിസിസ് നടത്താം,
കീവേഡ് ഡിഫിക്കൽട്ടി സ്കോഴ്സ് നിങ്ങൾക്ക് നോക്കാം, റിലേറ്റഡ് കീവേഡ് സജഷൻസ് നിങ്ങൾക്ക് എടുക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കാം. ഇപ്പം കീവേഡ് ഡിഫിക്കൽട്ടി സ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇപ്പം ചില കീവേഡ് എന്താ പറയുക ലൈക്ക് ഭയങ്കര ലോ കോമ്പറ്റീഷൻ ആയിരിക്കും, ചിലത് ഭയങ്കര ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്താണ് ഈ കീവേഡ് റാങ്ക് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. ഇപ്പം ആരും യൂസ് ചെയ്യാത്തൊരു കീവേഡിന് റാങ്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ, കാരണം അവിടെ സെർച്ച് വോളിയം ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കീവേഡ് ഡിഫിക്കൽട്ടി സ്കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതും മനസ്സിലാക്കാം. ഇനിയിപ്പോൾ അതിൽ ഭയങ്കര ഹ്യൂജ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് റാങ്ക് ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കീവേഡ് ഡിഫിക്കൽട്ടി സ്കോഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്ത് കോമ്പറ്റീറ്റീവ് റിസർച്ച് നടത്താൻ വേണ്ടി നിങ്ങൾക്ക് സെംബ്രഷ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ AHREF ഇതും എന്താണ് പവർഫുൾ ടൂൾ ഷോയി കീവേഡ് ഡിഫിക്കൽട്ടി, ക്ലിക്ക് മെട്രിക്സ് ആൻഡ് പാരന്റ് ടോപ്പിക് ഇതൊക്കെ തന്നെ എന്താണ് നിങ്ങൾക്ക് കീവേഡ്സ് കണ്ടുപിടിക്കാനുള്ള പെയ്ഡ് ടൂൾസ് ആണ്. ഫ്രീ വേർഷൻ കിട്ടും, പക്ഷെ വളരെ കുറവാണ്, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ ഗൂഗിൾ കീവേഡ് പ്ലാനർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സൽ ഷീറ്റിൽ എടുക്കുക. അതിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നേരത്തെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, ആ ഇൻറ്റൻഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കീവേഡ്സ് ഒക്കെ ഗ്രൂപ്പ് ചെയ്യാം, വേണ്ടാത്തതൊക്കെ ഫിൽറ്റർ ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാനുവലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോണ്ടൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഇതിലൊക്കെ കയറിയിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ ആ ലിസ്റ്റ് അങ്ങനെ ബൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത കീവേഡ്സ് വെച്ചിട്ട് നിങ്ങൾ കണ്ടൻറ്റുകൾ പ്ലാൻ ചെയ്യരുത്. എപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്തോളൂ, പക്ഷേ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനൊക്കെ കീവേഡ്സ് എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ട് ആ ഇൻറ്റൻഷൻ മനസ്സിലാക്കി ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. സോ അപ്പോഴാണ് നിങ്ങളുടെ കീവേഡ് റിസർച്ച് എന്താ പറയുക ബെറ്റർ ആയിട്ട് നടക്കുള്ളൂ, സക്സസ് ആയിട്ട് SEO സ്ട്രാറ്റജിയിൽ നിങ്ങൾക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ പെർഫെക്റ്റ് കീവേഡ്സ് ഹാവ് ഹയർ സെർച്ച് വോളിയം ബട്ട് ലോ കോമ്പറ്റീഷൻ. എപ്പോഴും ഹയർ സെർച്ച് വോളിയം ഉള്ള പക്ഷെ എന്നാൽ കോമ്പറ്റീഷൻ കുറവായിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിപ്പെൻഡ്സ് അപ്പോൺ ലൈക്ക് നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ സർവീസ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് സ്ലൈറ്റ്ലി വേരി ചെയ്യും. നിങ്ങൾ ലോജിക്കലി നിങ്ങൾ തിങ്ക് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്ക് ചെയ്ത് വരാം എന്നുള്ളത് ഇച്ചിരി പാടാണ്. ബിക്കോസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് എ വെരി ബ്രോഡ് ആയിട്ടുള്ളൊരു കീവേഡാണ്. അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ഒരുപാട് കോണ്ടന്റ് സാധനങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ ബ്രാൻഡിനെ ലിസ്റ്റ് ചെയ്യുന്നുള്ളത് ഇച്ചിരി മെനക്കേടാണ്, ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അവിടെ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല രീതിയിൽ അതിൻ്റെ ബാക്കിൽ നമ്മൾ SEO പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവിടെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉള്ള കീവേഡ്സ് നമ്മൾ വിട്ടുപോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ലോജിക്കലി തിങ്കും കൂടി ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ കീവേഡ്സ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദിസ് SEO ഈസ് ഓൾസോ അബൌട്ട് ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി അവിടെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കീവേഡ് എഫക്റ്റീവ്നെസ് ഇൻഡെക്സ് KI സ്കോർ നമ്മൾ നോക്കണം, വിച്ച് ഇസ് വോളിയം ഡിവൈഡഡ് ബൈ കോമ്പറ്റീഷൻ. ദ ഹയർ ദ KI വാല്യൂ ദ ബെറ്റർ ദ കീവേഡ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നിങ്ങളുടെ KI വാല്യൂ എത്രത്തോളം കൂടുതലാണോ അത്രയും തന്നെ നിങ്ങൾക്ക് ആ കീവേഡിൽ റാങ്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ഫൈൻഡ് ലോ കോമ്പറ്റീഷൻ കീവേഡ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? ലോങ് ടൈം കീവേഡ്സ് യൂസ് ചെയ്യുക, keywords with high volume but low competition, target questions people ask, how to, what is like നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കാം, അവരുടെ മനസ്സിലുള്ള ഡൗട്ട്സ് എന്തൊക്കെയായിരിക്കും, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് ടാർഗറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ KI വാല്യൂ നിങ്ങൾക്ക് കൂട്ടാനും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള കീവേഡ്സ് ചൂസ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് കീവേഡ് സ്ട്രാറ്റജി, പിക്കിംഗ് ദ ബെസ്റ്റ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ലൈക്ക് നമ്മളുടെ കീവേഡ് സ്ട്രാറ്റജി. സോ കീവേഡ് എന്താണ്, എങ്ങനെ കീവേഡ് കണ്ടുപിടിക്കണം, എങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്യണം, എന്താണ് കീവേഡ് ഇൻറ്റൻഷൻ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കീവേഡ് റിസർച്ചിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ കീവേഡ് റിസർച്ച് മാത്രം വെച്ചിട്ടുള്ള നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്തത് നമ്മൾ വരുന്നത് ലോക്കൽ SEO പാർട്ടിലാണ്. ഓക്കെ, സോ ലോക്കൽ SEO ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നിയോമി എന്നൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ പേജ് നമുക്ക് ഫസ്റ്റ് തന്നെ റാങ്ക് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ലോക്കൽ SEO ചെയ്യുന്നതാണ്. വിച്ച് ഈസ് ലൈക്ക് നമ്മളുടെ ബിസിനസ്സിനെ മാപ്പിൽ വെരിഫൈ ചെയ്യുക, ഗൂഗിൾ മാപ്പിൽ വെരിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ലോക്കൽ ബിസിനസ് ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ലോക്കൽ സൈറ്റുകളുള്ള ആൾക്കാരാണ്, അതായത് നിങ്ങൾക്കൊരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ, ഒരു ഓഫ്ലൈൻ സ്റ്റോർ നിങ്ങൾക്കുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ലോക്കൽ SEOയിൽ നിങ്ങൾ പ്രൈമറി
നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകണം. നമ്മൾക്ക് വളരെ ഫ്രീ ആയിട്ട് പൈസയൊന്നും ഇല്ലാണ്ട് ഒന്നും ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടു സ്റ്റാർട്ട് വിത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ലോക്കൽ SEO അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ലോക്കൽ SEO ഹെൽപ്സ് യുവർ ബിസിനസ് അപ്പിയർ വെൻ പീപ്പിൾ സെർച്ച് ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ, അതായത് നിയമി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കൊച്ചി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലൈക്ക് തോപ്പുംപടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക തലശ്ശേരി, കാലിക്കറ്റ്, മലപ്പുറം, ഇങ്ങനത്തെ രീതിയിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ബിസിനസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ലോക്കൽ SEO എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ലോക്കൽ ബിസിനസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്, ഷോപ്സ് ആൻഡ് സർവീസസ് ദാറ്റ് റിലൈ ഓൺ കസ്റ്റമേഴ്സ് ഫ്രം നിയർ ബൈ ലൊക്കേഷൻസിൽ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്ന കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി നോക്കുന്ന ബിസിനസ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ലോക്കൽ SEO എന്ന് പറയുന്നത്. ഒപ്റ്റിമൈസസ് ഫോർ ലൊക്കേഷൻ ബേസ്ഡ് സെർച്ചസ് ലൈക്ക് കോഫി നിയർ മീ. പിന്നെന്താണ്, ഹെൽപ്സ് ലോക്കൽ കസ്റ്റമേഴ്സ് ഫൈൻഡ് യുവർ ഫിസിക്കൽ ബിസിനസ്. നിങ്ങളുടെ ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവിടത്തോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫുഡ് ഫോൾസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ലോക്കൽ SEOക്ക് ബിസിനസ് പ്രൊഫൈലിന് സാധിക്കും. ഇനി അതല്ല, ലൊക്കേഷൻ ബേസ്ഡ് സെർച്ചസ് ലൈക്ക് കോഫി നിയർ മീ, ദന്തൽ ക്ലിനിക് നിയർ മീ, കാർ വാഷിംഗ് സെൻറ്റർ നിയർ മീ എന്നുള്ള രീതിയിൽ അടിക്കുമ്പോഴും അവിടെ ലിസ്റ്റ്, അതായത് കുറേ കുറേ സ്ഥലങ്ങൾ ലിസ്റ്റ് ആയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് SEO ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫസ്റ്റിലോട്ടേക്ക് തന്നെ എത്താനായിട്ട് പറ്റും. സോ ദാറ്റ് ആൾക്കാർ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ മാപ്പിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടത്തോട്ടേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇംപ്രൂവ് വിസിബിലിറ്റി ഇൻ ഗൂഗിൾ മാപ്സ് ആൻഡ് ലോക്കൽ ലിസ്റ്റിങ്സിലും ഗൂഗിൾ മാപ്സിലൊക്കെ നിങ്ങളുടെ വിസിബിലിറ്റി നിങ്ങളെ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. ഗൂഗിൾ മൈ ബിസിനസ് ഇസ് ക്രിട്ടിക്കൽ ഫോർ ലോക്കൽ SEO സക്സസ്. അതായത് ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗൂഗിളിൽ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നോർമലി നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത്, ലൊക്കേഷൻ ബേസിസിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ലോക്കൽ SEO അല്ലെങ്കിൽ മാപ്പ് ലിസ്റ്റിംഗ് ആയിരിക്കും ആദ്യം തന്നെ റിസൾട്ടിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഒരു ബോക്സിൽ നിങ്ങൾക്ക് എന്തെയാണ്, അതായത് നിങ്ങൾക്ക് ഇപ്പം സ്മൈൽ ദന്തൽ ക്ലിനിക് അല്ലെങ്കിൽ ബെസ്റ്റ് ദന്തൽ ക്ലിനിക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോരോ ക്ലിനിക്സിൻ്റെ ഒക്കെ ലൊക്കേഷൻ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ബേസിക്കലി ലോക്കൽ SEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഗൂഗിൾ മൈ ബിസിനസ് അല്ല ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലാണ് ഇപ്പോഴത്തെ പേര്. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്നാണ്. സോ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം ടു ഇംപ്രൂവ് ലോക്കൽ സെർച്ച് വിസിബിലിറ്റി ആൻഡ് അട്രാക്ട് നിയർ ബൈ കസ്റ്റമേഴ്സ്. അതായത് ലോക്കൽ സെർച്ചിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുവരാനും നിയർ ബൈ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലോട്ടേക്ക് പുഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ബേസിക്കലി നിങ്ങൾ മാപ്പിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ലിസ്റ്റിംഗ് വരുന്നത്. ബേക്കേഴ്സ് കോർണർ കഫേ എന്ന് അടിക്കുമ്പം അതിൻ്റെ റിവ്യൂസ്, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ വർക്കിംഗ് ഹവേഴ്സ്, അതിൻ്റെ വെബ്സൈറ്റ്, പിന്നെന്താണ് ഫോൺ നമ്പർ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മളിതിൽ കൊടുക്കണം. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എത്രത്തോളം നല്ല റിവ്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നു അത്രയും തന്നെ നിങ്ങളുടെ ബിസിനസ് ഫസ്റ്റിൽ തന്നെ കാണിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ അവിടെ നിങ്ങൾ എപ്പോഴും ഇതിനും ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പം ഇവിടും ആക്ച്വലി ഒരു ലോക്കൽ SEO ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടൻറ്റുകൾ നിങ്ങൾ കൊടുക്കണം, ഫോട്ടോസ് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ആഡ് ചെയ്യണം, റിവ്യൂസ് നിങ്ങൾ ആഡ് ചെയ്യണം. ആ റിവ്യൂസിന് ആഡ് ചെയ്യാൻ മാത്രമല്ല, റിവ്യൂസ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതൊരു SEO പ്രോസസ്സിലോട്ടേക്ക് വരുന്നത്. സോ അവിടെ ലോക്കൽ വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. ബിസിനസ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ്, ലൈക്ക് ഡിസ്പ്ലേ യുവർ ഹൗസ് ലൊക്കേഷൻ, ഫോൺ നമ്പർ, വെബ്സൈറ്റ് ആൻഡ് പ്രോഡക്റ്റ് സർവീസസ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ എന്താ, കസ്റ്റമർ റിവ്യൂസ് കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ നല്ല കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കോൺഫിഡൻ്റ് ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവിടുത്തെ റിവ്യൂസ് ഇടാൻ വേണ്ടി പറയാം. അപ്പോൾ ആ റിവ്യൂസ് നിങ്ങൾ എന്താ പറയുക, ആ റിവ്യൂസ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ SEOനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ അതിന് നിങ്ങൾക്ക് ഫീഡ്ബാക്കിന് നിങ്ങൾ റെസ്പോണ്ടും ചെയ്യണം. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, ആ ഒരു എൻഗേജ്മെൻറ്റ് ആൾക്കാർക്ക് കാണിക്കാനും പുറമേ വരുന്ന ആൾക്കാർക്ക് അതൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളുടെ ബ്രാൻഡിലോട്ടേക്ക് ആൾക്കാർ വരാനുള്ള ചാൻസസ് കൂടുള്ളൂ. സോ ആ കസ്റ്റമർ റിവ്യൂസിൻ്റെ പാർട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തന്നെ ഇപ്പം എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അല്ലേ ലൈക്ക് ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിവ്യൂസ് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ
ഇടിപ്പിക്കാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും നിങ്ങൾ നോക്കണം. പിന്നെ എന്താ ഫോട്ടോസ്, പോസ്റ്റേഴ്സ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ എന്താണ് SEO ഫ്രണ്ട്ലി ആയിട്ട് തന്നെ, കീവേഡ് റിച്ച് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. അതായത് നമ്മളുടെ ആൾക്കാർ, നമ്മുടെ പ്രോഡക്റ്റ്, ആൾക്കാരുടെ ആവശ്യങ്ങൾ, ഇതിനൊക്കെ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അബൌട്ടസും അതേപോലെ തന്നെ ഫോട്ടോസും പോസ്റ്റേഴ്സും ഇവിടെയൊക്കെ കീവേഡ്സ് കൊടുക്കാനായിട്ട് നോക്കുക. വീണ്ടും പറയാം, കീവേഡ് സ്റ്റഫിംഗ് അല്ല, നാച്ചുറൽ ആയിട്ട് കീവേഡ്സ് കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ലോക്കൽ SEOയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാപ്പിൽ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് വിസിബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അതാണ് ലോക്കൽ SEO. അപ്പോൾ ലോക്കൽ SEOയുടെ ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടു നോക്കുക, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അഡ്വാൻസ്ഡ് SEO കോൺസെപ്റ്റുകളാണ്, വിച്ച് ഇസ് AEO, GEO ആൻഡ് SXO. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SEO ഇപ്പം ഇല്ല, അല്ലെങ്കിൽ SEOന് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് ഒക്കെ തന്നെ ഇൻ്റർലിങ്ക്ഡ് ആണ്. നമ്മളുടെ ടെക്നോളജീസ് മാറുന്നതിനനുസരിച്ചിട്ട്, നമ്മളുടെ പുതിയ പുതിയ കാര്യങ്ങൾ എവല്യൂഷൻ വരുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രോസസ്സിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ AEO, GEO അല്ലെങ്കിൽ SXO, AIO ഇതൊക്കെ തന്നെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് തന്നെയാണ്. സോ എത്രത്തോളം ക്വാളിറ്റി കോണ്ടന്റ് നിങ്ങൾ കൊടുക്കുന്നോ, എവിടെയൊക്കെ നിങ്ങൾ ക്വാളിറ്റി കോണ്ടന്റുകൾ കൊടുക്കുന്നോ, എവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ്, നിങ്ങളുടെ കോണ്ടന്റിനെ കുറിച്ചുള്ള സ്ട്രക്ചർ നിങ്ങൾ കൊടുക്കുന്നോ, അതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ കോണ്ടന്റും നിങ്ങളുടെ വെബ്സൈറ്റും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് സ്ഥലങ്ങളിൽ ഇതൊക്കെ തന്നെ ലിസ്റ്റഡ് ആവും. സോ അതാണ് ബേസിക്കലി പറഞ്ഞിരിക്കുന്ന AEO, GEO, SXO എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആദ്യത്തേൽ നമ്മൾ കോൺസെപ്റ്റ് നോക്കുമ്പം AEO എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം, വിച്ച് ഇസ് ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ChatGPTയിൽ, നമ്മൾ ജെമിനിയിൽ, നമ്മൾ പെർപ്ലെക്സിറ്റിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ബ്രാൻഡുകളുടെ പേര് അവിടെ കാണലുണ്ട് അല്ലേ. അപ്പോൾ ആ ബ്രാൻഡുകളുടെ പേരിലോട്ടേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ ആ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AEO അല്ലെങ്കിൽ ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ആൾക്കാർ ചോദ്യം ചോദിക്കുമ്പം അതിൻ്റെ ആൻസറിൽ നമ്മളുടെ ബ്രാൻഡിനും കൂടി നമുക്ക് ലിസ്റ്റ് ചെയ്യണം. ChatGPT പോലത്തെ AI ഇൻറ്റിഗ്രേറ്റഡ് അല്ലെങ്കിൽ ChatGPT പോലത്തെ AI ടൂൾസിൽ ആൾക്കാർ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പം അവിടെ എൻ്റെ ബ്രാൻഡിനെ ലിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് AEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കൂടുതലും ഇപ്പം ChatGPTs ആണല്ലോ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാട്ട് ഇസ് AEO? ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ helps your content become the source that AI systems like ChatGPT, Google Bard and voice assistants use to answer questions. അതായത് നമ്മളുടെ കോണ്ടന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ChatGPTയിൽ, ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ എന്താ പറയുക ചോദ്യങ്ങൾ ചോദിക്കുമ്പം ആൻസർ ചെയ്യുന്നത് നമ്മളുടെ കോണ്ടന്റ് സോഴ്സ് എടുത്തിട്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്ന സമയത്ത് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ലിങ്കുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ആ ലിങ്കുകളിലോട്ടേക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ എത്തിക്കുക, നിങ്ങളുടെ കോണ്ടന്റിനെ എത്തിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ why it matters, as more people use AI for answers, traditional SEO isn't enough. AEO helps your brand stay visible when users skip traditional research. കാരണം ഇന്ന് നമുക്കറിയാം സെർച്ച് എൻജിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിലും കൂടി കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ChatGPT പോലത്തെ AI ടൂൾസാണ്. സോ അവിടെ നമ്മളുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ AEOയിലും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ട്രഡീഷണൽ SEOയിൽ നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, ആസ് സോഴ്സസ് ആയിട്ട് നമുക്ക് നമ്മുടെ കോണ്ടന്റിന് ഈ പറഞ്ഞിരിക്കുന്ന ടൂൾസിലൊക്കെ നമുക്ക് എത്തിക്കണം. സോ എങ്ങനെയാണ് ഈ AEO സ്ട്രാറ്റജീസ് വർക്ക് ആവുന്നത്? ക്രിയേറ്റ് കൺസൈസ് ഫാക്ച്വൽ കോണ്ടന്റ് ദാറ്റ് ഡയറക്ട്ലി ആൻസർ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ വിത്ത് ക്ലിയർ ഹെഡ്ലൈൻസ്, ലിസ്റ്റ് ആൻഡ് സ്കീമ മാർക്കപ്പ് ടു ഹെൽപ്പ് AI അണ്ടർസ്റ്റാൻഡ് യുവർ എക്സ്പെർട്ടൈസ്. ഓക്കെ, സോ സെർച്ച് എൻജിൻ ബോട്ടുകൾ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്രോളിങ്ങും ഇൻഡെക്സിങ്ങും ചെയ്യുന്നത് പോലെ തന്നെ AI ബോട്ടുകൾക്കും വന്നിട്ട് കോണ്ടന്റ് എന്താണ്, ഇവരെങ്ങനെയാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഹെഡ്ലൈൻ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കും എന്താ പറയുക കംപ്ലീറ്റ്ലി തെരഞ്ഞു പിടിച്ച് എടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ കോണ്ടന്റിന് എന്ത് ചെയ്യണം, സ്ട്രക്ചർ ചെയ്യണം. അപ്പം ക്ലിയർ ആയിട്ടുള്ള ഫാക്റ്റുകൾ അടങ്ങിയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കോണ്ടന്റിന്
ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൂൾസിലൊക്കെ വന്നിട്ട് ആൾക്കാർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനോട് അടിസ്ഥാനപരമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സോഴ്സിലുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോണ്ടന്റിലുള്ളത് എന്ന് AI ബോട്ടിന് മനസ്സിലാവുള്ളൂ. AI ബോട്ട് അതിനനുസരിച്ചിട്ട് അതെടുത്തിട്ട് ഈ പറഞ്ഞ യൂസറിന് ആൻസർ കൊടുക്കുള്ളൂ. സോ അവിടെ നമ്മൾ ക്ലിയർ ഹെഡിങ്സ് കൊടുക്കണം, ലിസ്റ്റുകൾ കൊടുക്കണം, സ്കീമ മാർക്കപ്പുകൾ കൊടുക്കണം. സ്കീമ മാർക്കപ്പ് എന്തായാലും സ്ട്രക്ചേർഡ് ഡേറ്റ അല്ലേ. അപ്പോൾ അത് FAQs ആണെങ്കിൽ അത്, റെസിപ്പീസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇവൻറ്റുകളാണെങ്കിൽ അത്, അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ അത്, അങ്ങനെ സ്കീമ മാർക്കപ്പ് നമുക്ക് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന AI ടൂൾസിന് AI ബോട്ടിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ യൂസറിന് റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ദ ഫ്യൂച്ചർ ഓഫ് സെർച്ച് AEO is becoming essential as AI answers replace traditional search engine, being the source behind AI responses, build authority and trust. Of course, എന്താണ് ട്രഡീഷണൽ SEOനേക്കാളും കൂടുതൽ ആൾക്കാർ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് AEO ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ AI ടൂൾസ് ആയതുകൊണ്ട് തന്നെ AEO നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പം നമ്മൾ പ്രോപ്പറായിട്ട് ബെസ്റ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കോണ്ടൻറ്റ് SEOക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ആവും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ AEO സ്ട്രാറ്റജിയിലും അത് റിഫ്ലക്റ്റ് ആവും. കാരണം AEO നോക്കുന്നത് എന്താണ്? ക്വാളിറ്റി കോണ്ടന്റ് ആണ്. കറക്റ്റായിട്ട് നമ്മുടെ കോണ്ടന്റിനെ സ്ട്രക്ചർ ചെയ്യുക, കറക്റ്റായിട്ട് എന്താ പറയുക, ആ ബോട്ടുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ സ്ട്രക്ചർ ചെയ്യുക, അതിന് ഹെഡ്ലൈൻ പ്രോപ്പറായിട്ട് കൊടുക്കുക, ലിസ്റ്റുകളായിട്ട് കൊടുക്കുക, അതിൽ ഗൈഡുകൾ കൊടുക്കുക, അതിൽ ഫാക്റ്റുകൾ കൊടുക്കുക, റിസർച്ച് ആയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ കൊടുക്കുക. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ക്വാളിറ്റി കോണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കോണ്ടന്റും ആസ് സോഴ്സസ് നമ്മളുടെ ഈ AI ടൂൾസിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി AEO, വിച്ച് ഇസ് ആൻസർ എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഇതേപോലെ തന്നെ ഒന്നും കൂടിയുണ്ട് AIO, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഒപ്റ്റിമൈസേഷൻ. അതായത് ഡയറക്റ്റായിട്ട് ChatGPTൻ്റെ അടുത്തും നമ്മുടെ ജെമിനിൻ്റെ അടുത്തും AI ടൂൾസിൻ്റെ അടുത്തും നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രാൻഡിൻ്റെ പേരുകൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, ആ സോഴ്സസ് അല്ല, ലൈക്ക് പേരുകൾ തന്നെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AIO എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് കോണ്ടന്റ് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്താണ് അവർക്ക് ആ ആൻസർ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് നമുക്ക് GEO നോക്കാം, ദാറ്റ് ഈസ് ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. മറ്റേത് നമ്മൾ AI ടൂൾസുകളാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ കോണ്ടന്റ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത്? ജനറേറ്റീവ് എൻജിൻ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടങ്ങിയിട്ടുള്ള സെർച്ച് എൻജിന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കോണ്ടന്റിന് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ സെർച്ച് എൻജിൻ്റെ തന്നെ, ഗൂഗിളിൻ്റെ തന്നെ ജനറേറ്റീവ് എൻജിൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പെർപ്ലെക്സിറ്റി, കോമറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന കോമറ്റിലൊക്കെ തന്നെയാണെങ്കിലും അവിടെ നമ്മളുടെ ബ്രാൻഡിന് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ AI ഓവർവ്യൂസിലൊക്കെ നമ്മളുടെ ബ്രാൻഡിൻ്റെ പേര് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കോണ്ടന്റിന് എന്ത് ചെയ്യുക, ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്, കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. G is about optimizing your content to be understood and featured by AI based search engine that generate answers rather than just list the result. അതായത് AI ഓവർവ്യൂവിൽ ബേസിക്കലി നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് റിസൾട്ടുകളാണല്ലോ കിട്ടുന്നത്. ഇപ്പോൾ കോമറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്താ കിട്ടുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടുകൾ. അതായത് തൗസൻഡ്സ് ഓഫ് ലിങ്കുകളിൽ നിന്നും അവർ മൊത്തത്തിൽ എന്താ പറയുക, ലൈക്ക് അതെല്ലാം നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് ചുരുക്കിയിട്ട് ഒരു ആൻസർ നമുക്ക് തരും അല്ലേ. ദാറ്റ് ഈസ് AI ഓവർവ്യൂ. അപ്പോൾ അവിടത്തോട്ടേക്ക് എൻ്റെ ബ്രാൻഡിന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ്? സെർച്ച് എൻജിൻ കംപ്ലീറ്റ്ലി AI ബേസ്ഡ് സെർച്ച് എൻജിനിൽ അവിടെ ജസ്റ്റ് ബ്രാൻഡുകളുടെ റിസൾട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ റിസൾട്ടുകൾ കൊടുക്കുന്നതിന് പകരം ഒരു ആൻസർ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. മൊത്തത്തിൽ കമ്പയർ ചെയ്തിട്ടുള്ളൊരു പക്ക ആൻസർ കൊടുക്കുക, അവിടെ എൻ്റെ ബ്രാൻഡിനെ എത്തിക്കുക എന്നുള്ളതാണ് ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so what is GEO? Generative Engine Optimization helps your content appear in AI generated answers, summaries and recommendations, making your site visible in the new era of search. അതായത് ആൻസർ എൻജിൻ ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ബേസ്ഡ് സെർച്ച് എൻജിൻസിൽ സമ്മറീസ് ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക റെക്കമെൻഡേഷൻസ് ആയിട്ടും ആൻസേഴ്സ് ആയിട്ടും ഒക്കെ എന്താ പറയുക ആൻസേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിന് അവിടെ എത്തിക്കുക, എൻ്റെ കോണ്ടന്റിന് അവിടെ എത്തിക്കുക, അപ്പിയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കോമറ്റിൽ സെർച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം AI ഓവർവ്യൂവിൽ തന്നെ നമ്മളുടെ റിസൾട്ട്, നമ്മുടെ കോണ്ടന്റ്, നമ്മുടെ ബ്രാൻഡിൻ്റെ കോണ്ടന്റുകൾ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റണം. ഹൗ ഇറ്റ് വർക്ക്സ്? ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് റാങ്കിങ് പേജസ്, ജനറേറ്റീവ് എൻജിൻ പുൾസ് കോണ്ടന്റ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ടു ക്രിയേറ്റ് ഡയറക്റ്റ് ആൻസേഴ്സ്. GEO ensures content is one of those sources. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മൾട്ടിപ്പിൾ സോഴ്സസ് എന്നാണ് ഇവർ
ആൻസേഴ്സ് കമ്പയർ ചെയ്തിട്ട് ഒരു ആൻസർ കൊടുക്കുന്നത് അല്ലേ. സോ മൾട്ടിപ്പിൾ സോഴ്സസിൽ നമുക്ക് നമ്മുടെ കോണ്ടന്റിന് എത്തിക്കാനായിട്ട് പറ്റണം. അപ്പോഴാണ് അവിടെ നിന്നൊക്കെ മൊത്തത്തിൽ കോണ്ടന്റുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്, ഇവിടെ ഇന്നത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഗൈഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ FAQ കൊടുത്തിട്ടുണ്ട്, ഇവിടെ റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോണ്ടന്റിന് എല്ലാ സ്ഥലത്തും കാണുമ്പം അത് നല്ല ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് ആണ്. ഈ പറഞ്ഞ AI ബോട്ട്സിന് അത് നല്ല രീതിയിൽ മൊത്തത്തിൽ അരിച്ചു പെറുക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ അതിനെ സ്ട്രക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി AI എൻജിൻസ് നമ്മളുടെ എന്താ പറയുക ബ്രാൻഡിൻ്റെ പേരെടുത്തിട്ടായിരിക്കും AI ഓവർവ്യൂവിൽ സമ്മറൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ എല്ലാം തന്നെ നമ്മളുടെ ബ്രാൻഡിൻ്റെ പ്രസൻസ് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റണം. പിന്നെ ജിയോ സ്ട്രാറ്റജീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ക്രിയേറ്റ് ട്രസ്റ്റ്വർത്തി കോണ്ടന്റ് വിത്ത് ക്ലിയർ ആൻസേഴ്സ്, യൂസ് സ്ട്രക്ചർ ഡേറ്റ, ഫോക്കസ് ഓൺ എക്സ്പെർട്ടൈസ് ആൻഡ് അതോറിറ്റി ആൻഡ് മേക്ക് ഇൻഫർമേഷൻ ഈസിലി എക്സ്ട്രാക്റ്റബിൾ ബൈ AI സിസ്റ്റംസ്. അതായത് എന്താണ് ലൈക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതായത് ബാക്കിയുള്ള AI സിസ്റ്റത്തിൽ നിന്ന് മൊത്തത്തിൽ സമ്മറൈസ് ചെയ്തിട്ട് എല്ലാ കോണ്ടന്റിനും സമ്മറൈസ് ചെയ്തിട്ട് ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ആൻസേഴ്സ് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതിനും ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ പുതിയൊരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ എടുക്കുന്നതിനേക്കാളും ഉപരി പഴയ പ്രോസസ്സിനെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. എല്ലാവരും നിങ്ങൾ പക്ക സ്ട്രക്ചറൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രക്ചറൈസ്ഡ് ചെയ്ത് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന AI ബോർഡ്സും AI സെർച്ച് എൻജിൻസും നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങളുടെ കോണ്ടന്റിനെ അവർ കണ്ടുപിടിക്കും. ആൻഡ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവർ നോക്കും. സോ ഇതാണ് ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ SXO. ഇത് തന്നെ സെർച്ച് എക്സ്പീരിയൻസ് ഒപ്റ്റിമൈസേഷൻ ആണ്. ദിസ് ഈസ് പക്ക ബേസ്ഡ് ഓൺ കോണ്ടന്റ്. നിങ്ങളുടെ കോണ്ടന്റ് എത്രത്തോളം നല്ലതാണോ നിങ്ങളുടെ കോണ്ടന്റ് മാക്സിമം നിങ്ങളുടെ യൂസർ ഫ്രണ്ട്ലി, അതിൽ യൂസറിൻ്റെ എക്സ്പീരിയൻസ് നല്ലതാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കോണ്ടന്റുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് SXO എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോക്കസ് ഓൺ ഒപ്റ്റിമൈസിങ് ദ എൻറ്റയർ സെർച്ച് എക്സ്പീരിയൻസ്, നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് വിസിറ്റേഴ്സ് ടു യുവർ വെബ്സൈറ്റ് ബട്ട് എൻഷുറിംഗ് ദേ ഹാവ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വൺസ് ദേ അറൈവ്. നിങ്ങളുടെ വെബ്സൈറ്റിൽ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യം കിട്ടുക എന്നുള്ളത് മാത്രമല്ല അത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആക്കി കൊടുക്കുക എന്നുള്ളതും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഷോപ്പിംഗ് മോളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനം നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ആ ഷോപ്പിംഗ് മോളിൻ്റെ എക്സ്പീരിയൻസ് എത്രത്തോളം നമുക്ക് നല്ലതാണോ അത്രയും തന്നെ നമ്മൾ വീണ്ടും അവിടെ വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലല്ലേ. സെയിം സംഭവം തന്നെയാണ് നമ്മുടെ യൂസറിന്, നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ വെബ്സൈറ്റിൽ കയറുന്ന യൂസറിന് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് SXO എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യൂസർ എക്സ്പീരിയൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, പേജ് സ്പീഡ് ആൻഡ് പെർഫോമൻസ്, എൻഗേജ്മെൻറ്റ് മെട്രിക്സ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ SEOയിൽ പറഞ്ഞ സാധനമല്ലേ അല്ലേ. സോ ഈ SEO നമ്മൾ എത്രത്തോളം ബെറ്റർ ആക്കുന്നോ അഡ്വാൻസ്ഡ് ആക്കുന്നോ അതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നു പോകും. അപ്പം നമ്മളത് പേടിച്ചിട്ട് നമ്മൾ ഒന്നും സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ SEO ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നടക്കും, നിങ്ങളുടെ SEO പ്രോസസ്സിൽ അത് നടക്കും. പക്ഷേ അവിടെ നിങ്ങൾ കുറച്ചുകൂടി ആലോചിക്കുക, AI ബോർഡ്സും കൂടി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവരുടെ ശ്രദ്ധയിലും കൂടി നിങ്ങളുടെ കോണ്ടന്റ് എത്തിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചും കൂടി എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള കോണ്ടന്റുകൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. സോ ഐ ഗ്യാരണ്ടി യു ഒരു ദിവസം ഉറപ്പായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന AEO, GEO, AI ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഈ നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ 3 ടോപ്പിക്കുകൾ AEO, GEO ആൻഡ് SXO. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ അത് നിങ്ങൾ കോമെൻറ്റ് ചെയ്തോളൂ. ഓക്കെ, സോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ടൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സൈറ്റ് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ ഇൻഡെക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. സോ അതൊരു ടൂളാണ്. അതേപോലെ തന്നെ ഒരു ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ്. ഓക്കെ, സോ ഈ ഗൂഗിൾ അനലിറ്റിക്സ് നമ്മളുടെ വെബ്സൈറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം, കണക്ട് ചെയ്യണം, ലിങ്ക് ചെയ്യണം.
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് ത്രൂ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SEOയിൽ നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കൽ SEOയിൽ മെയിൻലി ടെക്നിക്കൽ SEOയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ അതായത് അവിടെ വിസിറ്റേഴ്സ് വരുന്നുണ്ടോ, എവിടെ നിന്നാണ് വിസിറ്റേഴ്സ് വരുന്നത്, ഏത് കീവേഡ്സിനാണ് കൂടുതലായിട്ട് ആൾക്കാർ സെർച്ച് വരുന്നത്, ലൈക്ക് എത്ര സമയം നമ്മുടെ വെബ്സൈറ്റിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൂളുകളാണ്, ഒന്ന് ഗൂഗിൾ അനലിറ്റിക്സും രണ്ടാമത്തത് ഗൂഗിൾ സെർച്ച് കൺസോളും. ഓക്കെ, സോ ആദ്യം നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ് ഹെൽപ്പ് യു ട്രാക്ക് വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് യൂസർ ബിഹേവിയർ ത്രൂ ആൻ ഈസി ടു യൂസ് ഡാഷ്ബോർഡ്. വളരെ ഈസിയാണ്, ഏതൊരാൾക്കും ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഇൻ്റർഫേസ് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ നമ്മളുടെ വെബ്സൈറ്റിൽ വരുന്ന വിസിറ്റേഴ്സിനെ ട്രാക്ക് ചെയ്യാനും അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന അനലിറ്റിക് ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഹൂ വിസിറ്റ് ചെയ്യുക, അതായത് എന്തൊക്കെയും കിട്ടും, ഹൂ വിസിറ്റ് ചെയ്യുക വെബ്സൈറ്റ്, അവരുടെ ഡെമോഗ്രാഫിക് എന്താ, അവരുടെ ഡിവൈസ് എന്താ, ഏത് ഡിവൈസ് ത്രൂ ആണ് അവർ വരുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് എന്താ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബിഹേവിയർ, വാട്ട് വിസിറ്റേഴ്സ് ഡു ഓൺ യുവർ വെബ്സൈറ്റ്, അതായത് നമ്മളുടെ വെബ്സൈറ്റിൽ എത്രത്തോളം സമയം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഏത് പേജിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അവിടെ എന്തൊക്കെ ആക്ഷൻസ് അവർ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അക്വസിഷൻ, വേർ വിസിറ്റേഴ്സ് കം ഫ്രം, അതായത് എവിടെ നിന്നാണ്, ഏത് എക്സ്റ്റേണൽ ലിങ്കിൽ നിന്നുമാണ് അവർ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് കയറിയിരിക്കുന്നത്. പിന്നെ ഹൗ വിസിറ്റേഴ്സ് ടേക്ക് ഡിസൈർഡ് ആക്ഷൻസ്, അവർ അവിടെ എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നുണ്ട്, പർച്ചേസ് എടുക്കുന്നുണ്ടോ, സൈനപ്പ് എടുക്കുന്നുണ്ടോ, വാട്സപ്പ് ബട്ടനാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നുണ്ട്, എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അനലിറ്റിക്സ് ടൂളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഓൺ അതർ ഹാൻഡ് നമ്മൾ സെർച്ച് കൺസോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫ്രീ ടൂൾ ദാറ്റ് ഹെൽപ്സ് യു മോണിറ്റർ ആൻഡ് മെയിൻറ്റെയിൻ യുവർ സൈറ്റ്സ് പ്രസൻസ് ഇൻ ദ ഗൂഗിൾ സെർച്ച് റിസൾട്ട്സ്. ഓക്കെ, ഇത് ബേസിക്കലി ടെക്നിക്കൽ സൈഡാണ്, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർച്ച് കൺസോൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെബ് മാസ്റ്റർ ടൂൾ എന്ന് നമ്മൾ ഇതിനെ പറയും. ഓക്കെ, ഇതിലെന്താണ് മോണിറ്റർ യുവർ പെർഫോമൻസ്, which keywords drive traffic to your site and how your pages rank in the searches. ഏതൊക്കെ കീവേഡ്സ് ആണ് നമ്മളുടെ വെബ്സൈറ്റിലൂടെയൊക്കെ ട്രാഫിക് കൊണ്ടുവരുന്നത്, എത്ര എന്താണ് ഹൗ യുവർ പേജസ് റാങ്ക്, എത്രാമത്തെ റാങ്കിലാണ് നിങ്ങളുടെ വെബ് പേജസ് റാങ്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എന്താണ് വെബ്സൈറ്റിലെ ഇഷ്യൂസ്, ടെക്നിക്കൽ ലൈക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ടെക്നിക്കൽ സൈഡിൽ വരുന്ന ബാക്ക് എൻഡിൽ വരുന്ന ഇഷ്യൂസ്, ക്രോൾ ചെയ്യുന്നുണ്ടോ, ഇൻഡെക്സ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ മൊബൈൽ യൂസബിലിറ്റീൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടോ, അങ്ങനെ ടെക്നിക്കൽ സൈഡിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താണ് സബ്മിറ്റ് യുവർ XML Sitemap through Search Console to help Google find and index all your page. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു XML മാപ്പ് നമ്മൾ ഇത് ത്രൂ ആണ് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന് അതെന്താണ് സെർച്ച് എഞ്ചിന് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജസ് എല്ലാം തന്നെ ഇൻഡെക്സ് ചെയ്യാൻ ഫാസ്റ്റ് ഈസിലി ഇൻഡെക്സ് ചെയ്യാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കാരണം എന്താണ്, നമ്മളിത് ഓൾറെഡി ഗൂഗിൾ സെർച്ച് കൺസോൾ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ് ആൻഡ് ബാക്ക് എൻഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്ക് എൻഡിൽ നമുക്ക് ഇത്രയും പേജസ് ഉണ്ട് എന്ന് ഞാൻ ഗൂഗിളിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ അത്രയും പേജസ് ഇവർ ഈസി ആയിട്ട് ഇൻഡെക്സ് ചെയ്യാനും സഹായിക്കും. ഓക്കെ, സോ അവിടെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ സെർച്ച് കൺസോൾ നമുക്കത് കാണിച്ചു തരും, നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ആ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് ബെറ്റർ റാങ്കിങ്ങിലോട്ടേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും. സോ യൂസിങ് സെർച്ച് കൺസോൾ റെഗുലർലി ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഗൂഗിൾ സീ യുവർ സൈറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് യുവർ SEO പെർഫോമൻസ്. ഗൂഗിൾ സെർച്ച് കൺസോൾ നമ്മൾ മാക്സിമം നോക്കുമ്പം അനലൈസ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നൊക്കെ ട്രാഫിക്, എങ്ങനെയൊക്കെ ട്രാഫിക് വരുന്നു, ഏതൊക്കെ കീവേഡ്സ് വരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എത്രാമത്തിലാണ് റാങ്ക് ആയിട്ട് നിൽക്കുന്നത്, കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ബെറ്റർ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ബെറ്റർ SEO സക്സസ്സിലോടേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കും. ഓക്കെ, സോ ഇത് മോർ ഓവർ ടെക്നിക്കൽ സൈഡാണ് വെബ്സൈറ്റിൻ്റെ. ആൻഡ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്ക് ആഡ് പേർപ്പസിനൊക്കെ നമുക്ക്, അതായത് ഗൂഗിൾ ആഡ്സിൻ്റെ കേസസിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ക്യാമ്പയിൻസും കാര്യങ്ങൾക്ക് എന്താ പറയുക, എവിടെ നിന്നാണ് എങ്ങനെയാണ് ട്രാഫിക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ചെയ്യാം. അതായത് ബേസിക്കലി നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ബിഹേവിയറും ഇൻറ്റൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്യാം. നമ്മളുടെ ഓവറോൾ ആയിട്ട് വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബെറ്റർ SEO പ്രോസസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ്
അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. വേണ്ടവരൊന്നും താഴത്തോട്ടേക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ യാ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ പോപ്പുലർ ടൂൾസ് ടു ഹെൽപ്പ് യു മാസ്റ്റർ യുവർ SEO സ്ട്രാറ്റജി. സോ നമ്മൾക്ക് SEO സ്ട്രാറ്റജി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് SEO ടൂൾസ്, അതായത് ബേസിക്കലി നമുക്ക് SEO ഓഡിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. സോ SEO ഓഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ കോമ്പറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുമ്പോഴും നമുക്ക് ഓഡിറ്റ് ചെയ്യണം, അവരുടെ SEO ലൈക്ക് വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. സോ SEO ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൺ പേജ്, ഓഫ് പേജ്, ടെക്നിക്കൽ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോസസ്സും നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, എത്രത്തോളം ബാക്ക്ലിങ്സ് വരുന്നുണ്ട്, എങ്ങനെയാണ് ട്രാഫിക് വരുന്നത്, ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ ഓഡിറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് നമ്മൾ SEO ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ലൈക്ക് എന്തെങ്കിലും ടെക്നിക്കൽസ് ആയിട്ടുള്ള ബാക്കെൻഡിൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ, ജാവ സ്ക്രിപ്റ്റ് നമ്മൾ മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇമേജിൻ്റെ സൈസ് കുറയ്ക്കേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ബെറ്റർ സ്ട്രാറ്റജി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. സോ അതിനൊക്കെ നമുക്ക് സെംബ്രഷ്, AHREF പോലത്തെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കീവേഡ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടും കോമ്പറ്റീറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ChatGPT നമുക്ക് യൂസ് ചെയ്യാം. ChatGPT നമുക്ക് കീവേഡ് സജഷൻസ് എടുക്കാൻ, കോണ്ടന്റ് റൈറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AI വെച്ചിട്ട് കോണ്ടന്റ് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ അത് ക്വാളിറ്റി കോണ്ടന്റ് ആയിരിക്കണം. ആ ക്വാളിറ്റി കോണ്ടന്റ് എങ്ങനെയാണ് AI വെച്ചിട്ട് ChatGPT വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. ഓക്കെ, പിന്നെ ഗൂഗിൾ കീവേഡ് പ്ലാനർ വിച്ച് ഇസ് എ ഫ്രീ ടൂൾ. നമുക്ക് ഗൂഗിൾ റിസർച്ച്, കീവേഡ് റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ, ഡിസ്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്യാം. പേജ് സ്പീഡ് ഇൻസൈറ്റും എന്താണ് ആ പേര് പറയുന്നത് പോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ പേജ് സ്പീഡും കാര്യങ്ങളൊക്കെ, പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലത്തെ ഒരുപാട് SEOയുടെ ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും, ഇപ്പം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൻ്റെ ബാക്ക് ലിങ്ക്, എത്രത്തോളം ബാക്ക് ലിങ്ക്സ് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറഞ്ഞ ഒരു ടൂളുണ്ട്. അങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനുള്ള ടൂളുകളും അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. The thing is that you have to understand the concept. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അടുത്തത് നമ്മൾ പറയുന്നത് SEO ഓഡിറ്റിൻ്റെ ബേസിസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, SEO ഓഡിറ്റ് നമുക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ ഹെൽത്ത് ചെക്ക് ഫോർ യുവർ വെബ്സൈറ്റ്. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ഇഷ്യൂസ് ദറ്റ് മൈറ്റ് ബി ഹേർട്ടിംഗ് യുവർ സെർച്ച് റാങ്കിങ്സ് ആൻഡ് യുവർ യൂസർ എക്സ്പീരിയൻസ്. നമ്മൾ SEO ഓഡിറ്റ്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരു SEOയുടെ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാലും അവർക്ക് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് SEO ഓഡിറ്റാണ്. അവിടെ വെബ്സൈറ്റിൻ്റെ കറൻറ്റ് സ്റ്റേറ്റസ് എന്താണ്, റാങ്കിങ്ങിൻ്റെ കറൻറ്റ് സ്റ്റേറ്റസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ SEO ഓഡിറ്റ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. സോ ഇതിൽ എന്തൊക്കെയാണ്, അതിൽ ബ്രോക്കഡ് ലിങ്ക്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പേജ് സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാം. റിവ്യൂ, മെറ്റാ ടാഗ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് SEO ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഒക്കെ ടൂൾസ് അവൈലബിൾ ആണ്. ഈ ടൂൾസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ സെംബ്രേഷൻ, AHREF, അതേപോലെ തന്നെ പേജ് സ്പീഡ്, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ SEO ഓഡിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ്. അല്ലെങ്കിൽ സ്ക്രീമിംഗ് ഫ്രോഗ്, ഇങ്ങനത്തെ ഒരുപാട് ടൂളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും SEO ഓഡിറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ റൺ റെഗുലർ SEO ഓഡിറ്റ്സ് എവറി 3 to 6 months to catch problems early and keep your site healthy and ranking well. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം 6 മാസം കൂടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു SEO ഓഡിറ്റ് നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തൂല്ലോ നമ്മുടെ ബോഡിയിൽ. അതെന്തിനു വേണ്ടിയിട്ടാണ്, ലൈക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിനനുസരിച്ച് നമ്മൾക്ക് വർക്കൗട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ അതേപോലെ തന്നെയാണ് SEO ഓഡിറ്റ് ചെയ്യുന്നതും. നമ്മളുടെ സൈറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ എന്താണ് ബെറ്റർ ആക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പക്കാ മനസ്സിലാക്കിയിട്ട് പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, ബെറ്റർ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് റാങ്കിങ്ങിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ ഇതാണ് SEO ഓഡിറ്റ് ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നമ്മൾ SEO ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി. സോ SEO എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു സിമ്പിൾ ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പം ടു സ്റ്റാർട്ട് വിത്ത് റിസർച്ച്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കീവേഡ് അനലൈസ് ചെയ്യുക, കോമ്പറ്റീറ്ററിനെ റിസർച്ച് ചെയ്യുക, ഓഡിയൻസിൻ്റെ നീഡ്സ് മനസ്സിലാക്കുക. ഇതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വിച്ച് ഈസ് റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതായത് കീവേഡ് എന്തൊക്കെ കീവേഡ്സാണ് വർക്ക് ആവുക, എന്തായിരിക്കാം നിങ്ങളുടെ യൂസേഴ്സിൻ്റെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അവരുടെ ഇൻറ്റൻഷൻ എന്തൊക്കെയാണ്, ഇത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ആൻഡ് അതേപോലെ തന്നെ കോമ്പറ്റീറ്ററിനെ റിസർച്ച് ചെയ്യുക. കോമ്പറ്റീറ്റർ എന്തൊക്കെ കീവേഡ്സാണ് യൂസ് ചെയ്യുന്നത്, അവരെത്രത്തോളം ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഓഡിയൻസ് ഒക്കെ ആരാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ റിസർച്ച് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ റിസർച്ചാണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ റിസർച്ച് പാർട്ട് നിങ്ങൾ സെറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ
ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് മൊത്തത്തിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടെക്നിക്കൽ ഫിക്സസ് ആണ്. സോ വൺസ് നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുക. നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. സൈറ്റ് സ്പീഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, മൊബൈൽ ഫ്രണ്ട്ലി പേജസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സെക്യൂരിറ്റീന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ക്രോളബിലിറ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ. കാരണം ഈ ക്രോളബിലിറ്റി എന്ന ഇഷ്യൂ നിങ്ങൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് റാങ്കിങ്ങിലോട്ടേക്ക് എത്താൻ പറ്റില്ല. കാരണം ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേജ് അല്ലേ, ഫസ്റ്റ് സ്റ്റേജ് ആണ് അത്. ക്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് റാങ്കിങ്ങിലോട്ടേക്ക് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രോളബിലിറ്റി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തേത് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക, വിച്ച് ഇസ് ഓഡിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ നോക്കുക. ഓക്കെ, മൂന്നാമത്തേത് എന്താ, കണ്ടന്റ് ക്രിയേഷൻ. നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്ന കീവേഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തില്ലേ, അതായത് നിങ്ങൾ കീവേഡ്സിനെ ഗ്രൂപ്പ് ചെയ്തു, അതിനെ ഇൻറ്റൻഷൻ കണ്ടുപിടിച്ചു, യൂസേഴ്സിൻ്റെ നീഡ്സ് കണ്ടുപിടിച്ചു, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോണ്ടന്റ് ക്രിയേഷനിലോട്ടേക്ക് വരാം. ദാറ്റ് ഇസ് ക്വാളിറ്റി ആർട്ടിക്കിൾസ് എഴുതുക, പേജസ് ഒപ്റ്റിമൈസ് ചെയ്യുക, മീഡിയ, മെറ്റാ ടാഗ്സ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഓൺ പേജ് SEOയുടെ കേസിൽ പറഞ്ഞ സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുക, വിച്ച് ഇസ് ഓൺ പേജ് SEO ഇവിടെ സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ, ലിങ്ക് ബിൽഡിംഗ് ചെയ്യുക. ലിങ്ക് ബിൽഡിംഗ് എന്താണ്, ഓഫ് പേജ് അല്ലേ. ഓഫ് പേജ് SEO എന്താണ്, അതർ ദാൻ പേജ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വെബ്സൈറ്റിലോട്ടേക്ക് ആൾക്കാർ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്, ഓഫ് പേജ് SEO. ഇപ്പോൾ പുറമേ നിന്ന് ചെയ്തിട്ട് ആ ട്രസ്റ്റ് വർത്തിയും അതേപോലെ തന്നെ അതോറിറ്റിയും ഒക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ക്വാളിറ്റി ബാക്ക്ലിങ്സ് ക്രിയേറ്റ് ചെയ്യുക, ഔട്ട്റീച്ച് കാര്യങ്ങൾ ചെയ്യുക, ഗസ്റ്റ് പോസ്റ്റ്, സൈറ്റേഷൻസ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലിങ്ക് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഫൈനലി മോണിറ്റർ ചെയ്യുക. ഓരോ പ്രാവശ്യം നമ്മളുടെ വെബ്സൈറ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് ഗൂഗിൾ അനലിറ്റിക്സ് വെച്ചിട്ട് കൺസ്യൂമർ ബിഹേവിയർ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോൾ വെച്ചിട്ട് ടെക്നിക്കൽ സൈഡിൽ വരുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമാണ് ഓരോ പ്രാവശ്യം നമ്മൾക്ക് നമ്മളുടെ റാങ്കിങ്ങിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഒരു SEO ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സംഭവം. ആദ്യം റിസർച്ച് ചെയ്യുക, രണ്ടാമത്തത് നമ്മുടെ അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, ടെക്നിക്കൽ സൈഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക, മൂന്നാമത്തത് ഓൺ പേജ് ചെയ്യുക, നാലാമത്തത് ഓഫ് പേജ് ചെയ്യുക, ദെൻ ഫൈനലി അതിനെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ഇതൊരു ചെക്ക് ലിസ്റ്റ് പോലെ നിങ്ങൾ എടുക്കുക. ഒരു SEO സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് SEO ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. നിങ്ങളൊരു SEO ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദീസ് ക്രിട്ടിക്കൽ SEO എറേഴ്സ് ക്യാൻ പ്രിവെൻറ്റ് യുവർ വെബ്സൈറ്റ് ഫ്രം റാങ്കിങ്. അവോയ്ഡ് ദം ടു അച്ചീവ് ബെറ്റർ റിസൾട്ട്സ്. നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളെ റാങ്ക് ചെയ്യിപ്പിക്കാണ്ടിരിക്കാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് കീവേഡ് സ്റ്റഫിങ്. അനാവശ്യമായിട്ട് അവിടെ ഇവിടെയും കൊണ്ടിട്ട് കീവേഡ്സ് കൊടുക്കാണ്ടിരിക്കുക. ഇഗ്നോറിങ് മൊബൈൽ യൂസേഴ്സ്. മൊബൈൽ ഫ്രണ്ട്ലി പേജസ് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുന്നത് ഭയങ്കര ലൈക്ക് പ്രശ്നമാണ്. ബിക്കോസ് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേജസ് ആണ് ആദ്യം സെർച്ച് എഞ്ചിൻ ക്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ബൈയിങ് ബാഡ് ലിങ്ക്സ്. വെറുതെ അനാവശ്യമായിട്ടുള്ള സൈറ്റുകളിൽ പോയിട്ട് ബാഡ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, ബാക്ക് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. പൈസ കൊടുത്തിട്ടാണെങ്കിലും പൈസ കൊടുക്കാണ്ടാണെങ്കിലും അതോറിറ്റി ഇല്ലാത്ത, ട്രസ്റ്റബിൾ അല്ലാത്ത ബാക്ക് ലിങ്കുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് മാറും. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്, അതായത് കോപ്പിങ് കണ്ടന്റ് ഫ്രം അതർ സൈറ്റ്സ് ഓർ ക്രിയേറ്റിംഗ് സിമിലർ പേജസ് കൺഫ്യൂസസ് സെർച്ച് എഞ്ചിൻസ്. അതായത് വേറെ പേജസിൽ നിന്നും കണ്ടന്റ് കോപ്പി അടിച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ സിമിലർ പേജസ് അതേപോലത്തെ സിമിലർ പേജസ് റാങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ സിമിലർ പേജസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെ സെർച്ച് എഞ്ചിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. സോ ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും കേസസ് വരുവാണ്, ഡ്യൂപ്ലിക്കേറ്റ് പേജസ് വരുവാണെങ്കിൽ കാനോണിക്കൽ ടാഗ് ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാനോണിക്കൽ ടാഗ് എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് പേജസിനെ എന്താ പറയുക അവോയ്ഡ് ചെയ്യിപ്പിക്കാൻ. അതായത് ഇതാണ് ഒറിജിനൽ പേജ്, ഇത് ഇൻഡെക്സ് ചെയ്താൽ മതി എന്നുള്ളത് ഗൂഗിളിൻ്റെ അടുത്ത് പറയുന്നതാണ് കാനോണിക്കൽ ടാഗ്. സോ അങ്ങനത്തെ കേസസിൽ നമ്മൾ കാനോണിക്കൽ ടാഗ് കൊടുക്കുക. അങ്ങനത്തെ കൊടുക്കാണ്ടിരിക്കുന്ന സമയത്ത് അതും വളരെ ബാഡായിട്ട് നിങ്ങളുടെ റാങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇംപേഷ്യൻസ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഓൾവേസ് ടേക്സ് ടൈം.
SEO ഓർഗാനിക് ആണ്. നമ്മൾ സെർച്ച് എഞ്ചിന് പഠിപ്പിച്ചു കൊടുക്കണം കുറേ കാര്യങ്ങൾ. ഇന്നതാണ് എൻ്റെ വെബ്സൈറ്റ്, ഇന്നതാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ലൈക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇൻ ദ സെൻസ് അവർ സെറ്റ് ചെയ്ത റൂൾസിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് ടേക്സ് ടൈം അല്ലേ. അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 3 to 6 ഞാൻ പറയില്ല, ഇപ്പോഴത്തെ കേസിൽ നമുക്കൊരു 2 to 3 months എങ്കിലും നമുക്ക് എങ്ങനെയാണെങ്കിലും SEO ചെയ്തെടുക്കാനായിട്ട് സമയം വേണം. സോ ആ ഒരു പേഷ്യൻസ് ഉറപ്പായിട്ടും നമുക്ക് വേണം. ആ പേഷ്യൻസ് ഇല്ലായ്മ ഉറപ്പായിട്ടും നിങ്ങളുടെ റാങ്ക് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ട് ആക്കിപ്പിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. കീവേഡ് സ്റ്റഫിംഗ്, ഇഗ്നോറിങ് മൊബൈൽ യൂസേഴ്സ്, ബൈയിങ് ബാഡ് ലിങ്ക്സ്, ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടന്റ്, ഇംപേഷ്യൻസ്, ഇതൊക്കെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നല്ല SEO സക്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, സോ ദീസ് ആർ ദ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. ആൻഡ് നൗ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വായിക്കണം, ബ്ലോഗ്സ് വായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഗൂഗിൾ ആൻഡ് SEO സ്റ്റാർട്ടർ ഗൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മോസ് ബിഗിനേഴ്സ് ഗൈഡ് ടു SEO, മോസിൻ്റെ ബ്ലോഗുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഹബ്സ്പോട്ട് അക്കാഡമി SEO കോഴ്സസ് ഉണ്ട്, ഒരുപാട് ഫ്രീ കോഴ്സസും ഉണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് കോഴ്സസും ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം. ദെൻ യൂട്യൂബ് SEO ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഇതിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെയൊക്കെ ഉള്ള ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാനുള്ള ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് അവിടെ വരുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ മനസ്സിലാവില്ല. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം ചോദിച്ച് ക്ലിയർ ചെയ്ത് തരാനും ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് SEO ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രാക്ടിക്കലി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനും നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരാനും പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എപ്പോഴും ഒരു കോഴ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെ SEO കംപ്ലീറ്റ്ലി പഠിക്കാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് വെച്ച് SEO കംപ്ലീറ്റ്ലി ചെയ്ത് റാങ്ക് ചെയ്യിപ്പിക്കാനും അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾക്ക് പെയ്ഡ് അഡ്വർടൈസിങ്സും കാര്യങ്ങളും ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാക്കിയുള്ള എല്ലാ സ്ട്രാറ്റജീസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സ് ഓൺലൈൻ ത്രൂ പഠിച്ച് നിങ്ങൾക്കൊരു നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ബിൽഡപ്പ് ചെയ്തെടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യിപ്പിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് നല്ല ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓൺലൈൻ കോഴ്സസ് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് അതിന് വേണ്ടിയുള്ള ഒരു കോഴ്സ് എൻട്രി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് AI ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, വിച്ച് ഇസ് AI യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതികളും മെത്തേഡ്സുമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഏതൊരാൾക്കാർക്കും പഠിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കണേ നമ്മുടെ മെൻറ്റേഴ്സും അവൈലബിൾ ആണ്. സോ ദാറ്റ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഡൗട്ട്സ് കാര്യങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൗൺസിലറുടെ അടുത്ത് കൂടുതലായിട്ട് സംസാരിച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ അതായത് നിങ്ങൾക്ക് കൗൺസിലറുടെ അടുത്ത് സംസാരിക്കാം. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി AI കോൺസെപ്റ്റ്സ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കോമെൻറ്റിൽ ഇടാം. നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് പിന്നെ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതേപോലത്തെ ഒരുപാട് ഫ്രീ കോൺസെപ്റ്റ്സ്, ഫ്രീ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊന്നും മിസ് ഔട്ട് ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അത് മിസ്സാവില്ല എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.